സ്നേഹമുള്ളവരെ, ആധുനിക കാലഘട്ടത്തിലെ മാതാപിതാക്കളുടെ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് പാരന്റിംഗ്. ഈ വിശാലമായ വിഷയം ആസ്പദമാക്കി മുസഫ സെന്റ് പോൾസ് കത്തോലിക്ക പള്ളിയുടെ മലയാളം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യ ദിവസം പുതുതലമുറയിലെ പാരന്റിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സിജു തോട്ടാപ്പള്ളി വളരെ ലളിതമായി മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ക്ലാസ് നയിച്ചു. ഒരു കാലത്ത് കുട്ടികൾക്ക് മാത്രം സെമിനാർ എടുത്തിരുന്ന ഡോക്ടർ സിജു കുട്ടികളിൽ നിന്ന് തന്നെയുള്ള ഫീഡ്ബാക്ക് കിട്ടിയതിനു ശേഷം കുട്ടികൾക്കല്ല, യഥാർത്ഥത്തിൽ മാതാപിതാക്കൾക്കാണ് ഈ കാലഘട്ടത്തിൽ ക്ലാസുകളുടെ ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് ആധുനിക കാലഘട്ടത്തിലെ പാരന്റിംഗ് എന്ന വിഷയത്തിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു. പാരന്റിംഗ് ദൈവത്തിന്റെ ദാനമാണെന്നും മാതാപിതാക്കൾ പ്രാർത്ഥനയിലും മറ്റു ജോലിയിലും കുട്ടികൾക്ക് മാതൃകയായിരിക്കണമെന്നും ഡോക്ടർ സിജു പ്രത്യേകം എടുത്തു പറഞ്ഞു. കുട്ടികളുടെ കഴിവുകൾ ഏത് വിഷയത്തിലാണെന്ന് മാതാപിതാക്കൾ കണ്ടുപിടിച്ച് ആ കഴിവുകൾ ബൂസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ മാതാപിതാക്കളുടെ ഇഷ്ടം അവരിൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. വിജയകരമായ പാരന്റിംഗ് എന്ന് വെച്ചാൽ കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ അംഗീകരിക്കേണ്ടതുണ്ട്. പരമ്പരാഗത പിന്തുണ ഉറവിടങ്ങൾക്കപ്പുറം മാതാപിതാക്കൾക്ക് ടാപ്പ് ചെയ്യാവുന്ന വിവിധ കമ്മ്യൂണിറ്റി ഉറവിടങ്ങളും ഇന്നുണ്ട്. ഇതാണ് ഡോക്ടർ സിജു തോട്ടാപ്പള്ളിയുടെ ക്ലാസ്സുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. So good evening, everyone. Hope you can hear me, right? Yes. Okay, thank you. So most respected Father Verghese Koripadan, my very good friend Sunil Kallingal, the person who invited me for this wonderful program, all the parents of this great parish, St. Paul's Catholic Church, Abu Dhabi, and all my good friends who are participating for this great event. Once more, glorious evening. I'm very happy to participate in this program, and I should say thanks to my good friend Sunil. We studied together in this fantastic school called Carmel School long back, almost 25 or 30 years back. We studied together, and that is why I am here with you today in this beautiful evening. I'm very happy to see more than hundreds of parents are participating for this program in this fantastic evening, and I hope you all are fine and you all are relaxed. And I can see lots of parents are sitting together with your husband and wife. You are participating. I'm very happy to see that. My dear friends, I hope I can start off this program exactly 9:10 or 9:12 right now here in Kerala, and you are all there at Abu Dhabi. Let us take off. Let me share my screen, and then we can start. So my dear friends, this is one of my favorite topic. And why this is my favorite topic? Because my good friend Sunil Kallingal already told this is my book's title itself, and that is New Generation Parenting. Dear friends, let me start by asking a simple question, and that is, as you are all there at Abu Dhabi, my simple question is, now we are all almost in a lockdown period, and most of you may be having some question about the financial part of our life and everything. And that is why you have already seen my second slide, and I'm not giving you more suspense. And my second slide is always, it's there. What is the best investment at Abu Dhabi? ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം മറ്റൊന്നുകൊണ്ടല്ല, അബുദാബിയിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. കാരണം എന്റെ മുമ്പിൽ ഇരിക്കുന്നത് പാരന്റ്സ് ആണെങ്കിലും ഒരുപാട് ബിസിനസ് ക്ലാസ്സിലുള്ള വ്യക്തികൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ സുഹൃത്തായ സുനിൽ itself is a chartered accountant. Lots of business class people are participating in this event. So I thought of starting this program in a different dimension. അതുകൊണ്ടാണ് ഈ ചോദ്യം ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചത്. ചോദ്യം മറ്റൊന്നുമല്ല, അബുദാബിയിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് എന്റെ ചോദ്യം. മൈ ഡിയർ ഫ്രണ്ട്സ്, എന്നെ സഹായിക്കാനായിട്ട് സെബിയാണ് എന്നെ എന്ന് സഹായിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ സുനിലാണോ എന്ന് എനിക്കറിയില്ല. ചാറ്റ് ബോക്സിലാണ് നിങ്ങൾ ഉത്തരം തരേണ്ടത്. നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല.
നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ തരാം. വാട്ട് ഈസ് ദ ബെസ്റ്റ്? നിങ്ങൾ എന്നെ സഹായിക്കാൻ പോവാണ് കേട്ടോ എവ്രി വൺ. കാരണം ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഇരുന്നിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബോറിംഗ് പരിപാടിയാവും. ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ദിസ് മോർ ഇന്ററാക്റ്റീവ്. സോ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് മൈ ക്വസ്റ്റ്യൻ ഇസ് വെരി സിമ്പിൾ. അബുദാബിയിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ്സ് എന്താണ്? യു പ്ലീസ് പുട്ട് ദാറ്റ് ഇൻ ചാറ്റ് ബോക്സ്. നിങ്ങളുടെ ചാറ്റ് ബോക്സിലേക്കുള്ള നിങ്ങളുടെ ഉത്തരങ്ങളാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് തോന്നുന്നു സുനിലാണോ സെബിയാണോ എന്നെ സഹായിക്കുക, അതൊന്ന് വിളിച്ചു പറയണം. ചാറ്റ് ബോക്സിൽ ഉത്തരങ്ങൾ വരുന്നുണ്ട്. സുനിലെ ഉത്തരങ്ങൾ ഒന്ന് പറയാമോ? ചാറ്റ് ബോക്സിൽ വരുന്ന ഉത്തരങ്ങൾ. സെബിയാണോ ഉത്തരങ്ങൾ പറയാം? ഓക്കെ, സെബി ഉത്തരങ്ങൾ ഒന്ന് പറഞ്ഞു തരാമോ? എന്താണ് സെബി ഉത്തരങ്ങൾ അവിടെ വരുന്നത് എന്നൊന്ന് പറഞ്ഞു തരാമോ? ചാറ്റ് ബോക്സിൽ വരുന്ന ഉത്തരങ്ങൾ. വാട്ട് ആർ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്? അവിടെ അബുദാബിയിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ്സ് എന്താണ് എന്ന് ചാറ്റ് ബോക്സിൽ വരുന്ന ഉത്തരങ്ങൾ ഒന്ന് വിളിച്ചു പറയാമെങ്കിൽ എല്ലാവർക്കും കേൾക്കുകയും ചെയ്യാം. ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ എഡ്യൂക്കേഷൻ ഫീൽഡ് ഒരു ഉത്തരം വന്നിട്ടുണ്ട് സുദീപ് MCCയുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, വെരി ഗുഡ്. എഡ്യൂക്കേഷൻ ഫീൽഡിലാണ് ഏറ്റവും നല്ല സ്കൂൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നല്ല സ്ഥലമാണ്. ഓക്കെ, വെരി ഗുഡ്. വേറെ എന്താണ്? അടുത്തത് ക്യാരക്ടർ ഫോർമേഷൻ ഓഫ് ചിൽഡ്രൻ, തോമസ് ആൻഡ് ബിജി. ഓക്കെ, ക്യാരക്ടർ ഫോർമേഷൻ ആണ് ഏറ്റവും നല്ല മറ്റൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, വെരി ഗുഡ്. വേറെ എന്തെങ്കിലും? അടുത്തത് ബെന്നി പുക്ക അര, അവരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന സ്റ്റാർട്ട് എ കോവിഡ് ടെസ്റ്റിംഗ് ലാബോറട്ടറി. ഓക്കെ, കോവിഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി തുടങ്ങാൻ നല്ല സ്കോപ്പ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. സോ മെനി പീപ്പിൾ ആർ സ്റ്റാർട്ടിംഗ് ഇൻ കേരള. ഓക്കെ, ഫൈൻ. വേറെ എന്തെങ്കിലും? ഓക്കെ, ബി മാത്യു പറഞ്ഞിരിക്കുന്നത് ടൈം ഓൺ ചിൽഡ്രൻ. ടൈം ഓൺ ചിൽഡ്രൻ. ഓക്കെ, ദാറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഫൈൻ. ദെൻ എനിത്തിങ് മോർ? ഷീജൻ തോമസ് പറഞ്ഞിരിക്കുന്നത് ചിൽഡ്രൻ ഇൻവെസ്റ്റ്മെന്റ്, ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ചിൽഡ്രനിലാണ്. ചിൽഡ്രൻ ആണ്, കുട്ടികളാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. വേറെ എന്തെങ്കിലും? തോമസ് ആൻഡ് ബിജി ഹെൽത്തി കിഡ്സ്. ഹെൽത്തി കിഡ്സ്, നല്ല ആരോഗ്യമുള്ള കുട്ടികളാണ്. ഓക്കെ, വെരി ഗുഡ്. വേറെ എന്തെങ്കിലും? എനിത്തിങ് മോർ? എഡ്യൂക്കേഷൻ ഫീൽഡ്. ഒരാൾ ഉത്തരം പറഞ്ഞാൽ മതി. സെബി ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഫൈൻ. വേറെ എന്തെങ്കിലും? യെസ്, സെബി. സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി. Spending time with family is a wonderful investment. Okay, very good, very good. Yes, വേറെ എന്തെങ്കിലും? സുനിൽ വർഗീസ് പറഞ്ഞിരിക്കുന്നത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് ദം. Time with them. Okay, wonderful. We are getting lots of answers. എനിക്ക് തോന്നുന്നു 5-8 ഉത്തരങ്ങൾ വളരെ മനോഹരമായിട്ട് വന്നിരിക്കുന്നു. Great, my dear friends. It is always great participants. എനിക്ക് 120 പരം പാർട്ടിസിപ്പൻസിൽ നിന്നും 5-8 ഉത്തരങ്ങൾ, വളരെ മനോഹരമായ ഉത്തരങ്ങൾ വന്നിരിക്കുന്നു. I'm very happy to have this kind of great participants. എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് ഒരു കയ്യടിയൊക്കെ ആവട്ടോ. നല്ല പാർട്ടിസിപ്പേഷൻ സ്റ്റാർട്ടിംഗിൽ തന്നെ കിട്ടുമ്പം ആസ് എ ട്രെയിനർ ഫോർ ദിസ് ഫാന്റാസ്റ്റിക് പ്രോഗ്രാം ഐ എം റിയലി ഹാപ്പി. മൈ ഡിയർ ഫ്രണ്ട്സ്, ദ ഗ്രേറ്റസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനോഹരമായ ഉത്തരങ്ങൾ വരുമ്പം റിയലി ഐ എം ഹാപ്പി. ബട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ എം നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് വിത്ത് ദിസ്. ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് എ സിമ്പിൾ ക്വിസ് ഹിയർ ഇൻ ദിസ് ബ്യൂട്ടിഫുൾ ഈവനിങ്. ചെറിയ ഒരു ക്വിസോട് കൂടിയിട്ട് ആരംഭിക്കാൻ പോകണം. ചെറിയ ചെറിയ ക്വിസുകൾ, മറ്റൊന്നുമല്ല, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഷാജി സാർ നേരത്തെ പറയുകയുണ്ടായി, ഇവിടെ നിങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാവരും നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്തിടണം എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അശ്വമേധം നടത്താൻ വേണ്ടുന്ന ആഗ്രഹം എനിക്കില്ല. ഈവൻ GS പ്രദീപ് എന്റെ അടുത്തൊരു സുഹൃത്താണെങ്കിലും ഞാൻ അശ്വമേധം കളിക്കാനല്ല പോകുന്നത്. പക്ഷേ ഡിയർ ഫ്രണ്ട്സ്, ഐ എം ഗോയിങ് ടു ഗിവ് സം നെയിംസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അത് ആരാണ് എന്ന് നിങ്ങൾ പറയുന്നതായിരിക്കും. ആൻഡ് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് എ ബ്യൂട്ടിഫുൾ നെയിം ആൻഡ് ഹിസ് നെയിം ഈസ് ജൈനുൽ ആബ്ദീൻ. ഇദ്ദേഹം ആരാണ് എന്ന് നിങ്ങൾ എത്രയും വേഗം ചാറ്റ് ബോക്സിൽ അദ്ദേഹത്തിന്റെ പേര് അവിടെ ഇടാം. ആരാണ് ഈ ജൈനുൽ ആബ്ദീൻ? വേഗം വേഗം വേഗം, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ദ ഫാസ്റ്റസ്റ്റ് ഫിംഗേഴ്സ് ഫസ്റ്റ് എന്നൊരു ഗെയിം കളിച്ചിട്ടുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് അതിനുള്ള ഉത്തരങ്ങൾ തരാം. നിങ്ങളുടെ മക്കളൊക്കെ ബഹുമിടുക്കന്മാരുണ്ടോ ആ കാര്യത്തില് ഫാസ്റ്റസ്റ്റ് ഫിംഗേഴ്സ് ഫസ്റ്റ് കളിക്കാൻ? ആൻഡ് യു ക്യാൻ പുട്ട് ദാറ്റ് നെയിംസ് ഓവർ ദേർ ഇൻ ദ ചാറ്റ് ബോക്സ്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്, വെരി ഫാസ്റ്റ്. കം ഓൺ. അബുദാബിയിൽ ആൾക്കാരൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആണെന്ന് ഞാൻ കേട്ടേക്കണേ. വേഗം ആയിക്കോട്ടെ ഉത്തരങ്ങൾ. Make it very fast. ആരാണ് അദ്ദേഹം? ജൈനുൽ ആബ്ദീൻ. വേഗം ഉത്തരങ്ങൾ. സെബി, ഉത്തരങ്ങൾ വരുന്നുണ്ടോ? അബ്ദുൽ കലാം. ജിത്തിൻ മാത്യു പറഞ്ഞിരിക്കുന്നു. ജൈനുൽ ആബ്ദീൻ അബ്ദുൽ കലാം എന്നാണോ പറയണേ? വിനയ അൻചോഡലി, അതും അബ്ദുൽ കലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജൈനുൽ ആബ്ദീൻ അബ്ദുൽ കലാം എന്നാണ് പറയുന്നത്. രണ്ടുപേര് അബ്ദുൽ കലാം എന്ന് പറയുന്നുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ എം ഇൻട്രൊഡ്യൂസിംഗ് എ ഫാന്റാസ്റ്റിക് പേഴ്സണാലിറ്റി ബിഫോർ യു ആൻഡ് ദാറ്റ് ഈസ് ജൈനുൽ ആബ്ദീൻ എന്ന് പറയുന്നത് അബ്ദുൽ കലാമിന്റെ മറ്റൊരു പേരല്ല. പക്ഷേ ജൈനുൽ ആബ്ദീൻ എന്ന് പറയുന്ന മഹത്തായ ഈ വ്യക്തി ഒരു അച്ഛനാണ്. ഈ അച്ഛന് ഒറ്റൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ മകൻ ലോകം മുഴുവൻ വളരെ പ്രശസ്തനായ ഒരു ലെജൻഡായി തീരണം എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹത്തിന്റെ ആഗ്രഹം സ്വന്തം മകൻ
he should become a legend in this beautiful world. മറ്റുള്ളവർ വളരെ അധികം ബഹുമാനിക്കുന്ന ഒരു മകനായി തീരണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായപ്പോഴാണ് we got one of the most respected president of India. മറ്റാരുമല്ല, ആ രണ്ട് മഹത്തായ വ്യക്തികൾ ആ ഉത്തരം തന്നു കഴിഞ്ഞിരിക്കുന്നു. APJ അബ്ദുൽ കലാം. ഒരു നല്ല മനോഹരമായ ഉത്തരങ്ങൾ തന്ന ആ രണ്ട് വ്യക്തികൾക്ക് ഒരു നല്ല കയ്യടി നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് കയ്യടിക്കും ശബ്ദം അവർ കേൾക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അനദർ ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾ വീണ്ടും പരിചയപ്പെടുത്താണ്. ഹിസ് നെയിം ഈസ് ഹരിവൻഷ് റായ്. കലാകാരനായ ഇദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകനെയും വലിയൊരു കലാകാരനാക്കണമെന്ന്. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, കം ഓൺ വിത്ത് യുവർ ചാറ്റ് ബോക്സിലെ ഉത്തരങ്ങൾ വേഗം വരട്ടെ. ഇദ്ദേഹം ആരാണ്? ഹരിവൻഷ് റായിയുടെയും വലിയൊരു ആഗ്രഹം അദ്ദേഹത്തിന്റെ മകനെ ലോകത്തിൽ അറിയപ്പെടുന്ന വലിയൊരു കലാകാരനാക്കണമെന്നായിരുന്നു. ആരാണ് ഹരിവൻഷ് റായ്? കം ഓൺ, ഉത്തരങ്ങൾ വേഗം വരട്ടെ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ആരാണ് ഹരിവൻഷ് റായ്? യെസ്, അതായത് ജിത്തിൻ പറഞ്ഞിട്ടുണ്ട് ഫാദർ ഓഫ് അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചന്റെ അമിതാഭ് ബച്ചൻ. ഓക്കെ, അമിതാഭ് ബച്ചന്റെ ഫാദർ ആണ് ഹരിവൻഷ് റായ് ബച്ചൻ. വീണ്ടും കൈയടിക്കാം. ഹരിവൻഷ് റായ്. All good answers. Sabi, okay, very good answers. നല്ല മനോഹരമായ ഉത്തരങ്ങൾ. ഹരിവൻഷ് റായ് ബച്ചൻ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ മകൻ എന്നെക്കാളും വലിയൊരു കലാകാരനാകണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് we got the big B or അമിതാഭ് ബച്ചൻ. അഗൈൻ മൂന്നാമത് ഞാൻ ഒരു വലിയൊരു കലാകാരനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും പരിചയപ്പെടുത്താണ്. സുകുമാരൻ നായർ. സുകുമാരൻ നായർ എന്ന ഈ വലിയൊരു കലാകാരന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ മകൻ ലോകം മുഴുവൻ അല്ലെങ്കിൽ മലയാളികളെ ത്രസിപ്പിക്കുന്ന ഒരു കലാകാരനാകണമെന്ന് സുകുമാരൻ നായർ ആഗ്രഹിച്ചപ്പോഴാണ് ഇന്ന് കേരളത്തിന് മാത്രമല്ല മലയാളികൾക്ക് ഉജ്ജ്വലനായ ഒരു കലാകാരനെ കിട്ടിയത്. ആരാണ് സുകുമാരൻ നായർ? വേഗം ഉത്തരങ്ങൾ വരട്ടെ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഫാദർ ഓഫ് പൃഥ്വിരാജ്. വൗ, ദാറ്റ്സ് ഇറ്റ്, ഫാന്റാസ്റ്റിക്. ഉത്തരം തന്നത് ആരാണെന്നൊന്ന് പറയാമോ? തോമസ് ബിജി ഉണ്ട്, വിനയ ഉണ്ട്, സെബാസ്റ്റ്യൻ ഉണ്ട്, ബെന്നി പുക്കാര. ഓക്കെ, വെരി ഗുഡ്. വി ഹാവ് അമേസിംഗ് പാർട്ടിസിപ്പൻസ്. ആൻഡ് പൃഥ്വിരാജിന്റെ അച്ഛന്റെ പേരാണ് സുകുമാരൻ നായരെങ്കിൽ കൊച്ചിക്കാരനായ ഒരു വ്യക്തിനെ ഞാൻ പരിചയപ്പെടുത്താണ്. കാരണം ഞാനൊരു ചാലക്കുടിക്കാരനായതുകൊണ്ട് അഗസ്റ്റിൻ ജോസഫിനെ ഞാൻ പരിചയപ്പെടുത്താണ്. അദ്ദേഹത്തിന്റെ മകനെ വലിയൊരു കലാകാരനാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് വി ഗോട്ട് എ ഫാന്റാസ്റ്റിക് പേഴ്സണാലിറ്റി. അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാനാണ് നമുക്ക് താല്പര്യം. ആരുടെ അച്ഛനാണിത്? വേഗം. യേശുദാസ്, ബെന്നി പുക്കാര, സുദീപ്, തോമസ്, എല്ലാരും, വിനയ, ജോഷി, എല്ലാരും യേശുദാസ്. യെസ്, ആൻഡ് നമുക്കറിയാം യേശുദാസിന്റെ ഫാദറിന്റെ പേരാണ് അഗസ്റ്റിൻ ജോസഫ്. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, here is the last question. and കൃഷ്ണമൂർത്തിയെയും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താണ്. ഇദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ മകളെ കോർപ്പറേറ്റ് ലൈഫില് ബിസിനസ്സുകാരുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാക്കണം എന്നുള്ളതായിരുന്നു കൃഷ്ണമൂർത്തിയുടെ ആഗ്രഹം. മൈ ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഒരു പെൺകുട്ടിയെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക, ഒരു സ്ത്രീയെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക. എനിവൺ ഹാവ് ആൻസർ? ഉത്തരങ്ങൾ വന്നു എന്ന് എനിക്ക് തോന്നുന്നു. കൃഷ്ണമൂർത്തി, അദ്ദേഹത്തിന്റെ മകളാണ് ഇന്ന് ഇന്ത്യൻ ബിസിനസ് വേൾഡിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. എനി ആൻസേഴ്സ് ദർ? വേഗം. കൃഷ്ണമൂർത്തിയുടെ മകൾ ആരാണ്? കൃഷ്ണമൂർത്തി. ടഫാണോ ക്വസ്റ്റ്യൻ? ഫാദർ ഓഫ് ഇൻഫോസിസ് ഓണർ പാർവതി കൃഷ്ണമൂർത്തി, റോസി ബിജു. ആ കൃഷ്ണമൂർത്തി അല്ല, ഈ കൃഷ്ണമൂർത്തി. ബീന കണ്ണൻ, അലക്സ് ജേക്കബ്. അല്ല, ബീന കണ്ണന്റെ ഫാദർ അല്ല. കൃഷ്ണമൂർത്തി. യെസ്, ആരായിരിക്കും അത്? മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ എം ഇൻട്രൊഡ്യൂസിംഗ് അനദർ ഫാന്റാസ്റ്റിക് പേഴ്സണാലിറ്റി. ഉത്തരങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ആൻഡ് ദാറ്റ് ഈസ് ദ ഫാദർ ഓഫ്, പറയാമോ? ഫാദർ ഓഫ്, എനിവൺ ട്രൈങ് ഫോർ ദാറ്റ്? ആൻഡ് ദാറ്റ് ഈസ് ഫാദർ ഓഫ് ഇന്ദിര നൂയി. ഇന്ദിര നൂയി, പെപ്സിക്കോന്റെ ജർമ്മനൊക്കെ ആമസോണിലുള്ള ഇന്ദിര നൂയിയുടെ ഫാദർ ആണ് കൃഷ്ണമൂർത്തി. മൈ ഡിയർ ഫ്രണ്ട്സ്, I have just introduced 5 great personalities before you. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് APJ അബ്ദുൽ കലാമിന്റെ ഫാദറിനെയും ബിഗ് ബി എന്നറിയപ്പെടുന്ന അമിതാഭ് ബച്ചന്റെ ഫാദറിനെയും വീണ്ടും നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന പൃഥ്വിരാജിന്റെ അച്ഛനെയും യേശുദാസിന്റെ അച്ഛനെ അഗസ്റ്റിൻ ജോസഫിനെയും ഇന്ദിര നൂയിയുടെ അച്ഛനായ കൃഷ്ണമൂർത്തിയെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തിത്വങ്ങളെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവുക. My dear friends, I just want to tell you one thing, and it's very simple factor, and that is very simple. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, one of the best investment, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചോദിച്ച ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം, what is the best investment? മറ്റൊന്നുമല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഈ 4-5 പേരെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ it is very simple. The best investment is always in the next generation. അടുത്ത ഒരു ജനറേഷനിലാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ
തീർച്ചയായിട്ടും നമ്മൾക്ക് സമാധാനിച്ചിരിക്കാം, സന്തോഷിച്ചിരിക്കാം. ഇന്ന് ഇവിടെ ന്യൂ ജനറേഷൻ പാരന്റിങ് എന്ന് പറയുമ്പം ഇന്ന് എന്റെ മുമ്പിൽ ഏകദേശം 124 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം I would like to congratulate each and everyone who are participating in this beautiful event at the right time. ഇന്ന് ഈ പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വ്യക്തികളോട് ഞാൻ പറയാ, സ്വന്തം ഭാര്യ അടുത്തില്ലെങ്കിൽ ആ ഭാര്യയെ ഹണിയെന്നോ ചക്കരയെന്നോ മുത്തയെന്നോ എന്താണ് വിളിക്കുന്നതെങ്കിൽ ആ ഭാര്യ എവിടെയാണെങ്കിൽ ഒന്ന് ഉറക്ക വിളിച്ച് ഒന്ന് അടുത്തേക്ക് ഇരുത്താം, നമുക്കൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാം. ഭർത്താവ് അടുത്തില്ലെങ്കിൽ അദ്ദേഹം പേപ്പർ വായനയിലോ വല്ല തിരക്കിലോ ഒക്കെ ആണെങ്കിൽ അദ്ദേഹത്തിനും ഒന്ന് നേരത്തെ പറഞ്ഞ നല്ല മനോഹരമായ വാക്കുകൾ വിളിച്ച് ഒന്ന് അടുത്തേക്ക് ഇരുത്താം. മൈ ഡിയർ ഫ്രണ്ട്സ്, സ്നേഹത്തോടു കൂടി ഭർത്താവിനെയോ ഭാര്യയെയോ ഒന്ന് അടുത്തേക്ക് വിളിച്ച് ഇരുത്തി രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഇനി ഈ ക്ലാസ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ഈ ടേക്ക് ഓഫിന്റെ സമയത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ക്ലാസ് കുറച്ചു നേരം കഴിഞ്ഞ് അടുത്തൊരു ലെവലിലേക്ക് പോയി കഴിഞ്ഞ് ഇന്ന് സെഷൻ കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾ ഒറ്റയ്ക്കാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ അടുത്ത് പറയും, ആ ക്ലാസ് നന്നായിരുന്നു കേട്ടോ, നീ ആ ഡോക്ടർ പറഞ്ഞതൊക്കെ കേൾക്കണമായിരുന്നു. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയും, താങ്കൾ ഈ ക്ലാസ് നല്ലതായിരുന്നു, താങ്കൾ ഇത് കേൾക്കണമായിരുന്നു എന്നൊക്കെ പറയുമ്പം ഉടനെ തന്നെ അവർ പറയാൻ പോകുന്ന ഡയലോഗ് എനിക്കറിയാം, അയാളുടെ വീട്ടിൽ പോയി നോക്ക്, അപ്പൊ വിശേഷം അറിയാന്ന്. ഞങ്ങൾ തൃശ്ശൂരുകാർ ഇങ്ങനെ പറയാട്ടാ. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ, മൈ ഡിയർ ഫ്രണ്ട്സ്, വിത്ത് ഓൾ ദ ലവ് ആൻഡ് കെയർ, ലെറ്റ് മീ ടെൽ യു സംതിങ്. പറ്റുമെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഈ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്, ഹസ്ബൻഡും വൈഫും കൂടി ഇപ്പോഴെങ്കിലും ഒരുമിച്ചിരുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ദയവായിട്ട് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ വി എന്ന് അതില് ഒന്ന് ടൈപ്പ് ചെയ്യാം. ചാറ്റ് ബോക്സിൽ റൈറ്റ് നൗ ഇഫ് യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ടുഗദർ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ചിരുന്ന് ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ WE എന്നോ അല്ലെങ്കിൽ വെറുതെ വി ആൽഫബറ്റ് വി എന്നുള്ളതോ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാം. ആൻഡ് സെബി എത്ര പേര് അതില് വി എന്ന് ടൈപ്പ് ചെയ്യാനുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഒരു റഫ് ആയിട്ട് ഒന്ന് കൗണ്ട് ചെയ്തേ, എത്ര പേര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് എണ്ണം എടുക്കാം കേട്ടോ, പെട്ടെന്നൊന്ന് എണ്ണം എടുക്കാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ലോക്ക്ഡൌൺ പീരീഡില് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, നമ്മള് വീട്ടില് മിക്കപ്പോഴും മാസ്ക് ഒക്കെ ഇട്ടിരുന്ന് ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. The greatest and one of the most important thing is parents should have a planning and expectations about the next generations. സെബി എത്ര പേരുണ്ട് ഹസ്ബൻഡും വൈഫും കൂടി ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഹൗ മെനി അതർ? സെബി ഉത്തരം പറയാമോ? 45 ആയിട്ടുണ്ട്. 45 ഉണ്ട്. വണ്ടർഫുൾ, ദാറ്റ്സ് ഗ്രേറ്റ്, സംതിങ് ഗ്രേറ്റ്, ഗ്രേറ്റ്, സംതിങ് ഗ്രേറ്റ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഹസ്ബൻഡും വൈഫും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടർഫുൾ. അപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് half of the participants are participating as a family. ഹസ്ബൻഡും വൈഫും കൂടിയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെങ്കിൽ parents should have a planning and expectations about the next generations. ഞാനിത് പറയുമ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, കല്യാണം കഴിഞ്ഞ് ഇപ്പം അടുത്ത കാലത്ത് എങ്ങാനാണ് നിങ്ങൾ കല്യാണം കഴിഞ്ഞതെങ്കിൽ ഇന്ന് രാത്രിയെങ്കിലും ഈ സെഷൻ കഴിഞ്ഞ് കഴിയുമ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് ഹാവ് എ പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ. ഒരുമിച്ചിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകണം, അടുത്ത കാലഘട്ടത്തിൽ എത്ര കുട്ടികൾ വേണം എന്നത് മാത്രമല്ല ചിന്തിക്കേണ്ടത്, പക്ഷേ ഓരോ സ്റ്റെപ്പിലും എന്തെല്ലാം കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം എന്നുള്ളതും കൂടി നിങ്ങൾ ചിന്തിക്കണം. പ്രത്യേകിച്ച് ഇന്ന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വ്യക്തികളോട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കുകയാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എണീറ്റ് ഓടി പോകരുത്, ഒരു ഡിസ്കഷനിലേക്കും പോകരുത്. എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ മാസം, ഈ മാസം ഇപ്പൊ സെപ്റ്റംബർ ആണല്ലോ, കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ വീട്ടില് എത്ര രൂപ ചെലവായിരുന്നു? എ വെരി സിമ്പിൾ. നിങ്ങളുടെ മാസ ചെലവ് എത്രയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഒരു മാസത്തിൽ എക്സ്പെൻസ് എത്രയായിരുന്നു? ഞാൻ നിങ്ങളുടെ വരുമാനമല്ല ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി ഓഫ് യു നോ എക്സാക്ട്ലി നിങ്ങളുടെ വീട്ടിലെ ചെലവ്? ആരും ചാറ്റ് ബോക്സിൽ ഒന്നും ഇടണ്ട, യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഒരു മാസം, അപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയ സുനിൽ കല്ലിങ്ങലിനെ നിങ്ങൾ വിളിച്ചു ചോദിക്കൊന്നും വേണ്ട, കണക്കൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെരി സിമ്പിൾ. നിങ്ങളുടെ കഴിഞ്ഞ മാസത്തെ എക്സ്പെൻസ് എത്രയായിരുന്നു? ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുമ്പം മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ ടെൽ യു വൺ തിങ്. മിക്ക വീടുകളിൽ ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വീട്ടിലെ എക്സ്പെൻസ് എത്രയാണ് എന്ന്. ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം പല വീടുകളിലും പലർക്കും അറിയില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ വെറുതെ ഇരിക്കുന്നോടത്തൊന്ന് ചിന്തിച്ച് സ്വന്തം പോക്കറ്റിലിരിക്കുന്ന പേഴ്സില് എത്ര രൂപയുണ്ടെന്ന് എത്ര പേർക്ക് ഇപ്പം കറക്റ്റ് എത്ര കയ്യില് എത്ര പൈസയാണ് നമ്മുടെ പോക്കറ്റിലിരിക്കുന്നത് എന്ന് പോലും ചിലവർക്ക് കൗണ്ട് ഇല്ലാത്ത രീതിയിലാണ് ചില ജീവിതങ്ങൾ മുമ്പോട്ട് പോകുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, പാരന്റ്സ് ഷുഡ് ഹാവ് എ പ്ലാനിങ് ആൻഡ് എക്സ്പെക്ടേഷൻസ് about
the next generations. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഇന്ന് വൈകുന്നേരം ഹസ്ബൻഡും വൈഫും കൂടി ഇരുന്നിട്ട് ഒരു പ്ലാനും പദ്ധതികളും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ മാസം ഞാൻ ഇന്ത്യൻ മണിയുടെ കണക്ക് പറയാം, കാരണം ഞാനൊരു മലയാളിയാണല്ലോ. നമുക്ക് കഴിഞ്ഞ മാസം ഒരു 20,000 രൂപ 20,000 റുപ്പീസ് ആണ് നമുക്ക് ചെലവുണ്ടായത്. ആ 20,000 രൂപയാണ് ഇന്ത്യൻ മണിയിൽ ഇവിടെ ചെലവുണ്ടായിട്ടുള്ളതെങ്കിൽ ഞാൻ പറയും 20,000 എക്സ്പെൻസ് ആണ് ഉണ്ടെങ്കിൽ ഞാൻ പറയും ഒരു മിനിമം ഒരു 20,000 എങ്കിലും സേവിങ്സ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻകം മിനിമം ഒരു 40,000 എങ്കിലും നമുക്കൊരു ഇൻകം വേണം. നിങ്ങൾ വിചാരിക്കണ്ടോ ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കാന്ന്? ഞാൻ വളരെ ചെറുതാക്കി പറഞ്ഞതാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, വി ഷുഡ് ഹാവ് എ പ്ലാനിങ്. തീർച്ചയായിട്ടും ഒരു 50,000 രൂപയോ അല്ലെങ്കിൽ 40,000 രൂപയോ ഇൻകം വരുന്ന ഒരാൾ മാത്രമേ 20,000 എങ്കിലും എക്സ്പെൻസ് വരുത്താൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കണം. കാരണം ഞാൻ മനസ്സിലാക്കിയ വലിയൊരു സത്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ഒരുപാട് പേർക്ക് ഏറ്റവും വലിയൊരു പ്രോബ്ലം ഉണ്ടായത് ഇറ്റ് ഈസ് അബൌട്ട് ലിക്വിഡിറ്റി. ജോർജ് കുട്ടി സാധാരണ തൃശ്ശൂർ ഭാഷയിൽ പറയുന്ന ഒരു കാര്യമാണ് പൈസ അല്ലെങ്കിൽ കാശ്. ലിക്വിഡിറ്റി അല്ലെങ്കിൽ കാശായിട്ട് മിക്കപ്പോഴും കയ്യിലല്ലാത്തതിന്റെ പ്രശ്നമായിരുന്നു ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്ന ടെൻഷനും സ്ട്രെസ്സും. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് അറിയുന്നത് കൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് ദീർഘിപ്പിക്കുന്നില്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, parents should have a planning and expectations. നിങ്ങൾക്ക് ഇതിനെ കൂടുതൽ അറിയണമെങ്കിൽ you can ask me in the question answer session. But my dear friends, ഇന്ന് എന്തുകൊണ്ട് പാരന്റിംഗ് സെഷൻ? നാളുകൾക്ക് മുമ്പ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളിലെയും ടീച്ചേഴ്സിന് വേണ്ടി ഒരു പ്രോഗ്രാമിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം 21 സ്കൂളുകൾ കേരളത്തിൽ മുഴുവൻ, ആ എല്ലാ സ്കൂളുകളിലെയും ടീച്ചേഴ്സ് മുഴുവൻ നിരന്നിരിക്കുന്ന സമയത്ത്, ഏകദേശം 1,500ഓളം ടീച്ചേഴ്സ് നിരന്നിരിക്കുന്ന സമയത്ത് സെഷന്റെ ഇടയ്ക്ക് എവിടെയോ വെച്ച് ഐ തോട്ട് ഓഫ് ആസ്കിങ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന വളരെ മിടുക്കരായിട്ടുള്ള ടീച്ചേഴ്സിനോട് ഞാൻ ചോദിച്ചു, ഹൂ ഈസ് യുവർ റോൾ മോഡൽ? ഞാൻ ഹൂ ഈസ് യുവർ റോൾ മോഡൽ എന്ന് ചോദിച്ച വശം എന്റെ മുമ്പിലിരിക്കുന്ന വളരെ മിടുക്കരായ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു മഹാത്മാഗാന്ധി, അബ്രഹാം ലിങ്കൻ, മദർ തെരേസ, ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ് എന്നൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായ ഉത്തരങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. വളരെ മനോഹരമായ ഉത്തരങ്ങൾ പറഞ്ഞു. മഹാത്മാഗാന്ധി, അബ്രഹാം ലിങ്കൻ, മദർ തെരേസ, ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഉത്തരങ്ങൾ വരാനിടയ്ക്ക് ഞാൻ ചാടിക്കറി പറഞ്ഞു, യു സ്റ്റോപ്പ് ഇറ്റ്, നിങ്ങൾ നിർത്തൂ എന്ന് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കണ്ടോ ഞാൻ എന്തുകൊണ്ടാണ് നിർത്താൻ പറഞ്ഞത് എന്ന്? എന്തുകൊണ്ടായിരിക്കും ഞാൻ നിർത്താൻ പറഞ്ഞത്? ആൻസേഴ്സ് വർ പെർഫെക്റ്റ്. നല്ല മനോഹരമായ ഉത്തരങ്ങളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, കാരണം സമയം നമ്മൾ കളയണ്ട എന്ന് കരുതിയിട്ടാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും, നിങ്ങളൊന്ന് ചിന്തിക്കുക, എന്തുകൊണ്ടായിരിക്കും ഞാൻ അവരോട് നിർത്താൻ പറയാൻ കാരണം? മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവർ ഉത്തരങ്ങൾ പറയുന്ന സമയത്ത് വളരെ ബ്രില്യന്റ് നെയിംസ് ആണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന മഹാത്മാഗാന്ധി തുടങ്ങിയിട്ട് മദർ തെരേസ തുടങ്ങിയ എല്ലാം വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന്റെ പേരുകൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ചാടിക്കറി സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയാൻ എന്തായിരിക്കും കാരണം? മൈ ഡിയർ ഫ്രണ്ട്സ്, പെട്ടെന്ന് ഞാൻ ആലോചിച്ചപ്പം അതില് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ പോലും പേര് അതിൽ ഞാൻ കേട്ടില്ല. മഹാത്മാഗാന്ധി, അബ്രഹാം ലിങ്കൻ, മദർ തെരേസ, ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ് ഇവരാരും ജീവിച്ചിരിക്കുന്ന പേരുകളായിരുന്നില്ല. ഇത് സംഭവിച്ചത് പട്ടാമ്പിയിൽ വെച്ചാണെങ്കിൽ പിറ്റേ ദിവസം തൃശ്ശൂരിന്റെ അഭിമാനമായ സെന്റ് മേരീസ് കോളേജിൽ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചപ്പം എന്റെ മുമ്പിൽ ഇരുന്നത് 300ഓളം നല്ല മിടുക്കികളായിട്ടുള്ള പെൺകുട്ടികളാണ്. അവിടെ വെച്ച് ഞാൻ ഇതേ ചോദ്യമായി തോട്ട് ഓഫ് ആസ്കിങ് ദ സെയിം ക്വസ്റ്റ്യൻ ഞാൻ അവിടെ വീണ്ടും ഞാൻ ചോദിച്ചു, ഹൂ ഈസ് യുവർ റോൾ മോഡൽ? അവിടെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇരിഞ്ഞാലക്കുടക്കാരിയായ ആതിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ചാടി എണീറ്റ് എന്നോട് പറഞ്ഞു, മൈ മദർ ഈസ് മൈ റോൾ മോഡൽ. എന്റെ അമ്മയാണ് എന്റെ റോൾ മോഡൽ എന്ന മിടുക്കി കുട്ടിയായിട്ട് അവൾ ചാടി പറഞ്ഞു. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഈ പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ചെറിയൊരു ചാലഞ്ച് തരാണ് ഈ വൈകിയ വേളയിൽ. എന്താണെന്നറിയോ ചാലഞ്ച്? എ വെരി സിമ്പിൾ ചാലഞ്ച്. ഇറ്റ്സ് എ സിമ്പിൾ ചാലഞ്ച്. ചാലഞ്ച് മറ്റൊന്നുമല്ല. ഇന്ന് ഈ സെഷൻ കഴിഞ്ഞു കഴിയുമ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചേർത്ത് നിർത്തിയിട്ട് ഒറ്റൊരു ചോദ്യം. എന്താ ചോദ്യം എന്നറിയോ? ഹൂ ഈസ് യുവർ റോൾ മോഡൽ? എങ്ങനെ നമ്മുടെ മക്കൾ പറയാണ് എന്റെ പപ്പയാണ്, എന്റെ മമ്മയാണ്, എന്റെ ഡാഡിയാണ് എങ്ങാനും പറഞ്ഞു കിട്ടിയാൽ ഉടനെ തന്നെ എന്റെ ഫോൺ നമ്പർ നിങ്ങൾ ഏറ്റവും ആദ്യം കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമ്പർ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ സ്ലൈഡിലും ഉണ്ടാവും. 9447921244. ദാറ്റ്സ് മൈ നമ്പർ. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ മക്കളെങ്ങാനും പറയാണ് മൈ പപ്പ ഈസ് മൈ റോൾ മോഡൽ, മൈ മമ്മ ഈസ് മൈ റോൾ മോഡൽ, മൈ ഡാഡി ഈസ് മൈ റോൾ മോഡൽ, മൈ മമ്മി ഈസ് മൈ റോൾ മോഡൽ, എന്റെ അപ്പനാണ്, എന്റെ അമ്മയാണ് എന്റെ റോൾ മോഡൽ എന്നെങ്ങാനും പറഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ പ്ലീസ് give me at least a WhatsApp or you please call. My dear friends, how many of you are ready to take up the challenge? How many of you are ready to take up the challenge? You please ask your kids after this great program,
ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ മക്കളോടൊന്ന് ചോദിക്കുക, ഹൂ ഈസ് യുവർ റോൾ മോഡൽ? ചോദ്യം മാറ്റി ചോദിക്കരുത്, ഞാനല്ലേ നിന്റെ റോൾ മോഡൽ എന്ന് ചോദിക്കരുത്. നിങ്ങളൊക്കെ ഭയങ്കര മിടുക്കരായിട്ടുള്ള ആൾക്കാരാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനല്ലേ നിന്റെ റോൾ മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരാകെ കുടുങ്ങും. അപ്പൊ അവര് പറയും, തലയൊക്കെ ചൊറിഞ്ഞിട്ട് പിന്നെ ആയിക്കോട്ടെ എന്ന് പറയും. നമുക്കറിയാലോ നമ്മുടെ മക്കളെ. അതുകൊണ്ട് യു ഹാവ് ടു ആസ്ക് ഹൂ ഈസ് യുവർ റോൾ മോഡൽ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനിതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജീവിതത്തിലെ അനുഭവങ്ങളാണ്. വൈ യു ഷുഡ് ബി എ റോൾ മോഡൽ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ വൈ യു ഷുഡ് ബി എ റോൾ മോഡൽ? എന്റെ അടുത്ത് എന്റെ ക്ലിനിക്കിലേക്ക് ഒരുപാട് കുട്ടികളെയും കൊണ്ട്, യുവാക്കളെ കൊണ്ട്, ചെറുപ്പക്കാരെയും കൊണ്ട് ഒരുപാട് പേര് വരാറുണ്ട്. അപ്പൊ എന്റെ അടുത്ത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു. ആ ചെറുപ്പക്കാരൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവന്റെ മൂക്കിന്റെ അറ്റത്ത് ഒരു അസുഖമാണ്. ആ അസുഖത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും, ശുണ്ഠി എന്നാണ് പറയുക. തൃശ്ശൂർ ഭാഷയിൽ പറയാൻ ശുണ്ഠി എന്ന് പറയാം. അതിന് ദേഷ്യം എന്ന് പറയും. ചിലർക്ക് ഇത്തിരി ദേഷ്യം എന്ന് പറയും. അപ്പൊ ഇവനെ ദേഷ്യമായിട്ട് കൊണ്ടുവന്നു. അമ്മ വന്നു, എന്റെ അടുത്ത് വന്നിരുന്നു. ദേഷ്യമായിട്ട് വന്നിരുന്നു. അമ്മ ആണെങ്കിൽ ഇവനെ കുറിച്ചിട്ട് ദേഷ്യത്തോടുകൂടി മകന്റെ ദേഷ്യത്തിനെ കുറിച്ച് നിർത്താണ്ട് ഒരു 20 മിനിറ്റ്സ് നിർത്താണ്ട് ഇവന്റെ ദേഷ്യത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവനാണ് തല കുമ്പിട്ടിട്ട് ഇങ്ങനെ പാപഭാരം കൊണ്ട് തല കുമ്പിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവന്റെ ദേഷ്യത്തിനെ കുറിച്ച് നിർത്താതെ പൊരിക്കുകയാണ് അമ്മ. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ 20 മിനിറ്റ് കഴിഞ്ഞപ്പം എനിക്ക് തന്നെ നെഞ്ചിൽ വിഷമായി തുടങ്ങി. അമ്മ മകനെ കുറിച്ച് ദേഷ്യത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ ഒന്ന് ശ്വാസം വിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയൊന്ന് പുറത്തേക്ക് ഇരിക്കോ എന്ന് ചോദിച്ചു. അമ്മ അങ്ങോട്ട് പുറത്തേക്കായിരുന്ന വശം ഇവൻ തലേക്ക് ഉയർത്തി എന്റെ മുഖത്ത് നോക്കിയിട്ട് ഒറ്റ ചിരി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്ര നേരം നിനക്ക് ഭയങ്കര കലിപ്പായിരുന്നല്ലോ, നിന്റെ ദേഷ്യമൊക്കെ പോയോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ അവൻ എന്റെ അടുത്ത് പറഞ്ഞത്, പിന്നെ മനുഷ്യന്മാരായ ദേഷ്യം വരാണ്ടിരിക്കോ? മനുഷ്യന്മാരായ പിന്നെ ദേഷ്യം വരാണ്ടിരിക്കും. ഞാൻ ചോദിച്ചു, എന്താണ് നിനക്ക് ഇത്ര ദേഷ്യം വരാൻ കാരണം എന്നായിരുന്നു. അവൻ എന്റെ അടുത്ത് പറഞ്ഞത്, എന്റെ ഡോക്ടറെ, ഞാൻ ഈ 3 വരെ പ്ലസ് 2 പഠിക്കുന്ന പയ്യനാണ് കേട്ടോ. അവൻ എന്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഈ 3 വരെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് ടൂർ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ എന്റെ അമ്മ പറഞ്ഞത്, ഞാൻ 3 വരെ ടൂർ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ സിഗരറ്റ് വലിക്കും, ഞാൻ ഹാൻഡ്സ് അടിക്കും, ഞാൻ കള്ളു കുടിക്കും, ഞാൻ കഞ്ചാവ് അടിക്കും, ഞാൻ പിന്നെ ഇങ്ങനെ വായൊക്കെ നോക്കി നടക്കും. അതാണ് എന്റെ അമ്മ പറയണത്, അതുകൊണ്ടാണ് എന്നെ അമ്മ വിടാത്തത് എന്നും പറഞ്ഞ് അവൻ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ തറപ്പിച്ച് നോക്കി ഇങ്ങനെ ഇരുന്നു. അപ്പൊ ഞാനും അവനെ വളരെ ആശ്ചര്യത്തോടു കൂടി ഞാൻ കണ്ടിന്യൂ ചെയ്തത് ഇങ്ങനെയായിരുന്നു. പക്ഷേ എന്റെ വീട്ടിലിരിക്കുന്ന ആളുണ്ടല്ലോ, അങ്ങോട്ട് തോന്നുമ്പം ഒരു സ്ഥലത്തിന്റെ പേര് അവൻ പറഞ്ഞു. ഞാൻ ആ സ്ഥലം പരസ്യമായിട്ട് പറയുന്നില്ല, കാരണം ദിസ് ഇസ് എ വെബിനാർ. അവന് സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, എന്റെ അച്ഛനെ തോന്നുമ്പം ആ സ്ഥലത്തേക്ക് ടൂർ പോവാൻ അമ്മയ്ക്ക് യാതൊരു വിഷമവും ഇല്ല. ആൻഡ് ദാറ്റ് ഡെസ്റ്റിനേഷൻ ഇസ് നോൺ ആസ് വൺ ഓഫ് ദ സെക്സ് ടൂറിസം ഡെസ്റ്റിനേഷൻ. ആ സ്ഥലത്തേക്ക് പോവാൻ അമ്മയ്ക്ക് യാതൊരു വിഷമവും ഇല്ല. നമ്മുടെ മക്കൾ ഇന്ന് നമ്മളെക്കാളും വളരെ ബ്രില്യന്റ് ആണ്. ആൻഡ് ഓൾവേസ് അച്ഛൻ ഓരോ സ്ഥലത്തേക്കും ടൂർ പോകുമ്പോൾ ദേ ഓൾവേസ് ഗോ ഫോർ ഗൂഗിൾ. അവൻ പറഞ്ഞത്, അച്ഛന് തോന്നുമ്പോ ആ സ്ഥലത്തേക്ക് 6 മാസത്തിൽ ടൂർ പോവാൻ സാധിക്കുന്നുണ്ട്. അതിന് അമ്മയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് അമ്മ ഒരിക്കലും സംസാരിക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ 3 വരെ പോകുന്നതിനാണ് ഏറ്റവും വലിയ തടസ്സം എന്നാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. ഇന്ന് ഏറ്റവും വലിയ പാരന്റ്സ് വന്നിട്ട് എൻ്റെ അടുത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ പറയുന്നത് മക്കൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. But let me tell you, my dear friends, one thing. It is not that they are not listening you. The greatest problem is not that they are not listening to you, but it is always they are watching you. അവർ നമ്മളെ ഓരോ നിമിഷത്തിലും they are watching you എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. They are observing you and they are always watching you. So my dear friends, when they are watching you, it is always you have to be a perfect role model. And how we can become a role model? If you want to become a role model, there is no compromise. We have to be a person with the Christian values. ഞാൻ നിങ്ങളുടെ അടുത്ത് ക്രിസ്ത്യൻ വാല്യൂസ് എന്ന് പറയുമ്പോൾ, നാളെ ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛൻ നാളെ മനോഹരമായ ഒരു ക്ലാസ് എടുക്കാൻ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യൻ വാല്യൂസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കണം. ആ മൂല്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം വേണം. അതുകൊണ്ട് ഞാൻ വാല്യൂസിലേക്കോ ക്രിസ്ത്യൻ വാല്യൂസിലേക്കോ ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഒരു ലേമാൻ എന്ന രീതിയിൽ, ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് കുട്ടികളുടെ ബിഹേവിയർ അല്ലെങ്കിൽ വാല്യൂസ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ പറയാണ്, നമ്മുടെ മക്കളെ പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ വാല്യൂസിൽ വളർത്താൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആ ശ്രദ്ധ നമ്മൾ വീട്ടില് നമ്മൾ ഒരു പ്രാർത്ഥനാ നിർഭരമായ ഒരു രീതിയിൽ നമുക്ക് വളർത്തുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ക്രിസ്ത്യാനികൾ എന്ന രീതിയിൽ നമ്മളെല്ലാവരും സെന്റ് പോൾസ് പള്ളിയിൽ ഒരുപാട് പ്രാർത്ഥനകൾ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഐ ബിക്കേം വെരി ഹാപ്പി. ഇന്ന് ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നാണ്, ഈ
പ്രോഗ്രാമിന്റെ സക്സസിന് വേണ്ടിയിട്ട് പോലും അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് എന്റെ ഒരു സുഹൃത്ത് അയച്ചു വരികയുണ്ട്. വെരി ഹാപ്പി. അപ്പൊ അത്രത്തോളം പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിട്ടുള്ള രീതികളാണ് അവിടെ നടക്കുന്നത് എന്ന് ഐ ബിക്കം വെരി ഹാപ്പി. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഒരു ഇന്നത്തെ ഒരു സ്പീക്കർ എന്ന രീതിയിലല്ല, പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായ ഉയർച്ചകളുടെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഡെഫിനറ്റ്ലി പ്രെയർ മറ്റൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ആ രീതിയിൽ വളർത്തണമെങ്കിൽ ലോക്ക്ഡൌൺ പീരീഡിലാണെങ്കിൽ പോലും യൂട്യൂബില് നമുക്ക് മാസ് കാണാം, നമുക്ക് വീട്ടിലിരുന്ന് കൊന്തെത്തിക്കാം, നമുക്ക് ബൈബിൾ വായിക്കാം. പ്രേയർഫുൾ ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ കൂടെ നമുക്ക് മുമ്പോട്ട് പോകുമ്പം തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ ഒരുപാട് ജീസസിൽ ബിലീവ് ചെയ്യുന്നുണ്ട്. പ്രയറിൽ അധിഷ്ഠിതമായിട്ട് നമ്മളുടെ പാരന്റ്സ് മുമ്പോട്ട് പോകുന്നുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരുമ്പം they always believe in Jesus and they always എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ജീസസ് കൂടെ ഉണ്ടെന്ന് പാരന്റ്സിന് ഉറപ്പുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവുമ്പം ഡെഫിനറ്റ്ലി അവര് വാല്യൂസിൽ നിന്നും തെന്നിമാറി മോശപ്പെട്ട വഴികളിലേക്ക് പോവില്ല. My dear friends, I'm going to stop here, but my dear friends, keep this in your mind. Always be with the Christian values. ഞാൻ why parenting എന്ന് ചോദിച്ചപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞതെങ്കിൽ now my question is, what is parenting? എന്റെ മുമ്പിൽ ഇരിക്കുന്ന 150ഓളം പാരന്റ്സിനോട് a very simple question. What is parenting? മുമ്പിൽ ഏകദേശം 60ഓളം ഹസ്ബൻഡ് ആൻഡ് വൈഫ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോടുള്ള ചോദ്യം, ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ നല്ലത്, ഒരു ഫ്രേസിൽ ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ നല്ലത്. വാട്ട് ഈസ് പാരന്റിങ്? എന്താണ് അതിനുള്ള ഉത്തരം എന്ന് ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമെങ്കിൽ സബി എന്നെ ഹെൽപ്പ് ചെയ്യോ? എന്തെങ്കിലും ചാറ്റ് ബോക്സിൽ വരുന്നുണ്ടെങ്കിൽ any answers there? റോസി ബിജു ടീം വർക്ക് എന്നാണ്, ടീം വർക്ക് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിൻ ഡേവിസ് ക്യാരക്ടർ ഡെവലപ്മെന്റ്. ജോബി ആൻഡ് സിജി ലവിങ് ചിൽഡ്രൻ. മാത്തൻ പറഞ്ഞിരിക്കുന്ന ലവ് ഈച്ച് അതർ. Wow, very good. Yes. Anything love more? and care. Matthew Mundiani, love and care. Love and care. Okay. Taking care of kids in their mental and health development. Linda Jose. Linda Jose, mental and health. Okay, development. Okay, ഞാൻ ഒരു ഡോക്ടർ ആയതുകൊണ്ട് helping our kids to be responsible adults. Okay. Wins guiding next generation. Okay, very good. Okay, excellent next answers. Generation to make fruitful children, role modeling. Yes, very good, excellent. We have lots of excellent answers. ഞാൻ പറയാ, definitely I'm very happy that I'm getting lots of answers. We have awesome participants today and great. ഞാൻ എനിക്ക് വളരെയധികം സന്തോഷമായി. നല്ല ഉത്തരങ്ങൾ വരുന്നു. ഡെഫിനറ്റ്ലി ആ നല്ല ഉത്തരങ്ങൾ തരുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും ചുമ്മാ ഒരു കയ്യടിയൊക്കെ ആവാട്ടോ. നമുക്ക് നല്ല കയ്യടികൾ നമുക്ക് ആവാം. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ അതിനെ എന്തുകൊണ്ടാണ് കൈയടിക്കുന്നത്? ഞാൻ പാരന്റിങ് എന്താണ് എന്ന് ചോദിക്കുമ്പം ലെറ്റ് മീ കമന്റ് സംതിങ് അബൌട്ട് മൈ ബുക്ക് ഓൾസോ. നേരത്തെ എന്നെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം സുനിൽ കല്ലിങ്കൽ വാസ് മെൻഷനിങ് സംതിങ് അബൌട്ട് മൈ ബുക്ക്. ദിസ് ഇസ് മൈ ബുക്ക് കോൾഡ് ന്യൂ ജനറേഷൻ പാരന്റിങ്. യൂഷ്വലി വാട്ട് ഈസ് പാരന്റിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ എല്ലാ ഉത്തരങ്ങളും കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് പ്രൊമോട്ടിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് ദ ഫിസിക്കൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ് ഫ്രം ഇൻഫാൻസി ടു അഡൾട്ട്ഹുഡ്. ആൻഡ് ദിസ് ഇസ് വാട്ട് എ ഡെഫിനിഷൻ കോൾ. പക്ഷേ ഞാൻ എന്റെ ന്യൂ ജനറേഷൻ പാരന്റിങ് എന്ന് പറയുന്ന ആ ബുക്കിൽ, ദാറ്റ് ഈസ് റിട്ടൺ ഇൻ മലയാളം, ഇംഗ്ലീഷിലും ഞാൻ അത് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല ഇംഗ്ലീഷിൽ. ആക്ച്വലി ഞാൻ ഇംഗ്ലീഷിലാണ് അത് എഴുതിയത്, പക്ഷെ ഞാനൊരു മലയാളി ആയതുകൊണ്ടും കേരളത്തിലാണ് അത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് കൊണ്ടും ഞാനത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് സെയിൽ നടത്തുന്നത്. സോ ദാറ്റ് ഈസ് ഇൻ മലയാളം. ഇംഗ്ലീഷിലുണ്ട്. മേ ബി ആഫ്റ്റർ ദിസ് ലോക്ക്ഡൌൺ ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ ദ പ്രസ് ആൻഡ് ഇറ്റ് ഈസ് ഓൾറെഡി റെഡി ആയിരിക്കുന്ന ഒരു സംഭവമാണ്. അത് പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. ബട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഈ ബുക്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പാരന്റിങ്ങിന് കുറെ ഡെഫിനിഷൻസ് ഞാൻ നൽകിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് അതിലെ കുറച്ച് ഹൈലൈറ്റ്സ് ആണ് ഇന്ന് ഐ എം ഗോയിങ് ടു ഷെയർ വിത്ത് യു, മൈ ഡിയർ ഫ്രണ്ട്സ്. Even though this is the right definition, promoting and supporting the physical, emotional, social and intellectual development of a child from infancy to adulthood എന്ന് സാധാരണ പറയുന്ന കാര്യം, parenting is always a gift of God. ഞാൻ ഏറ്റവും ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് parenting is always a gift of God. ഞാനൊരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്. എന്റെ വളരെ നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടേഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാ, എനിക്ക് ഈശ്വരൻ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു ഹോമിയോപ്പതിക് ഡോക്ടർ ആവാൻ സാധിക്കുക എന്നുള്ളത്. ഞാൻ പറയും, ഇന്ന് ഏകദേശം 150ഓളം പാർട്ടിസിപ്പൻസ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ
അബുദാബിയുടെ തെരുവുകളിൽ കൂടെ പോകുന്ന ഒരുപാട് വ്യക്തികൾക്ക് ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ചാലക്കുടിയിൽ ഇരുന്ന് ദ മോസ്റ്റ് ചാമിങ് സിറ്റി ഓഫ് കേരള എന്ന് പറയുന്ന ചാലക്കുടിയിൽ ഇരുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം അവർക്കും ഈ പ്രോഗ്രാമിൽ അവർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അവർ വിശ്വസിക്കുന്ന ഈശ്വരൻ അവർക്ക് വലിയൊരു അനുഗ്രഹം കൊടുത്തിട്ടില്ല. മക്കൾ എന്ന് പറയുന്ന അനുഗ്രഹം അവർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ just because of a great reason, just because of that great reason is you are a parent. നിങ്ങൾക്ക് ഒരു മകനോ മകളോ ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ may be having some other reason, but most of the time 99.9% just because if you are a parent. അതുകൊണ്ട് ഞാൻ പറയാ, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വലത്തെ കൈ ഒന്ന് ഉയർത്താം. സ്വന്തം വലത്തെ കൈ, you can raise your right hand and keep on your shoulders and you can pat on your shoulders and say congratulations just because you are a parent first of all. സ്വന്തമായിട്ടൊന്ന് പാറ്റ് ചെയ്തിട്ട് പറഞ്ഞോ കൺഗ്രാറ്റുലേഷൻസ്, വണ്ടർഫുൾ, ഗ്രേറ്റ്. മൈ ഡിയർ ഫ്രണ്ട്സ്, അഗെയിൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു മിടുക്കിയെ പരിചയപ്പെടുത്താണ്. ആ മിടുക്കിയെ നിങ്ങൾക്കറിയാം. ഞാൻ ഈ ഗ്രേറ്റർ തുൻബർഗിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ കാരണം, ഇന്ന് ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്ന, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സുനിൽ പറയുന്നുണ്ടായിരുന്നു, ഐ എം സ്പെഷ്യലൈസ്ഡ് ഇൻ ബിഹേവിയർ ആൻഡ് ലേണിംഗ് ഡിസോർഡേഴ്സ്. ഞാൻ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ന്യൂ ജനറേഷൻ പാരന്റിങ് എന്നൊരു പുസ്തകം എഴുതാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, വളരെ ടച്ചിങ് ആയിട്ട് ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാനും ടച്ചിങ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. റീസൺ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മലയാള മനോരമയുടെ ഒരു ഫാക്കൽറ്റിയും കൂടിയാണ്. കീ ടു സക്സസ് എന്ന് പറയുന്ന മലയാള മനോരമയുടെ പ്രോഗ്രാമിനായിട്ട് ചാലക്കുടി അടുത്ത് ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന സ്ഥലത്ത് തൃശ്ശൂർ ജില്ലയിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും കീ ടു സക്സസ് എങ്ങനെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം, എങ്ങനെ നല്ല മാർക്ക് വാങ്ങിക്കണം, ടെൻഷനും എക്സാം സ്ട്രെസ്സും ഇല്ലാതെ പരീക്ഷ എങ്ങനെ നേരിടണം, നല്ല മാർക്ക് എങ്ങനെ വാങ്ങിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു മൊഡ്യൂളാണ് കീ ടു സക്സസ്. ഇതിന് ക്ലാസ് എടുക്കാൻ വേണ്ടി ഇരിഞ്ഞാലക്കുടയിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും ഉച്ച സമയത്ത് എന്റെ ക്ലിനിക്കിന്റെ ഫ്രീ ടൈമാണ് 1:30 to 3:30. 2 മണിക്കൂർ സമയം ക്ലാസ് എടുക്കാൻ വേണ്ടി പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ എന്റെ കൂടെ മലയാള മനോരമയുടെ ഫാക്കൽറ്റീസും ഉണ്ട്. അപ്പൊ ഞാൻ ഒരു ദിവസം ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നു. നട്ടുച്ച സമയം ഒരു സ്കൂളിൽ ചെല്ലും, ഞാൻ വേഗത്തിൽ പോവാണ് ക്ലാസ്. ഞാൻ ഒരു ദിവസം 300ഓളം പെൺകുട്ടികൾ ഇരിക്കുന്നു. ഒരു ഗേൾസ് സ്കൂളാണ്, സ്കൂളിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഞാൻ ചെല്ലുന്നു, മിടുക്കികളായിട്ടുള്ള കുട്ടികളാണ്. 12ാം ക്ലാസ്, 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ മിടുക്കികൾ ഇരിക്കുന്ന സമയത്ത് ഐ സ്റ്റാർട്ടഡ് ദ ക്ലാസ് ബൈ സെയിങ് ഗ്ലോറിയസ് ആഫ്റ്റർനൂൺ എന്ന് ഞാൻ പറയുകയും എന്റെ മുമ്പില് ഒരു ബാക്കിൽ നിന്നും 2-3 വരി മുമ്പിലിരിക്കുന്ന ഒരു മിടുക്കി കുട്ടി ചാട്ടി എണീറ്റ് നിന്നിട്ട് കൈ ഉയർത്തിയിട്ട് എന്നോട് ചോദിച്ചു, സർ ക്യാൻ യു സ്റ്റോപ്പ് ദിസ് ട്രെയിനിങ് പ്രോഗ്രാം, സർ ക്യാൻ യു സ്റ്റോപ്പ് ദിസ് ട്രെയിനിങ് പ്രോഗ്രാം. എന്നെ കേൾക്കുന്നതിൽ ടീച്ചേഴ്സ് ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഒരു കിളി പോയി. കാരണം ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് സർ ക്യാൻ യു സ്റ്റോപ്പ് ദിസ് ട്രെയിനിങ് പ്രോഗ്രാം എന്നാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്കുണ്ടാവുന്ന ഒരു ഫീല്? എനിക്ക് പെട്ടെന്ന് തോന്നിയത്, അയ്യോ ഈ കുട്ടി എന്തെങ്കിലും എന്റെ ക്ലാസ് അങ്ങനെ മുമ്പ് കേട്ടിട്ടുണ്ടാവോ എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു കിളി സത്യമായിട്ട് പോയി. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനെ, ദൈവത്തിനെ വിളിച്ചുകൊണ്ട് ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന കോട്ട്ലെസ് മൈക്ക് എടുത്ത് ഈ കുട്ടികളുടെ നടുക്കിക്കൂടെ നടന്ന ആ കുട്ടിയുടെ അടുത്ത് വരെ എത്തിയിട്ട് ഞാൻ ചോദിച്ചു, why you asked me to stop this training program? എന്നാ കുട്ടിയോട് ചോദിച്ച വശം ആ കുട്ടി പറഞ്ഞത് എങ്ങനെയായിരുന്നു, സർ എവറി ഡേ മോർണിംഗ് വി റീച്ച് ഹിയർ at 9 o'clock. രാവിലെ 9 മണിക്ക് വി റീച്ച് ഹിയർ. രാവിലെ 9 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് 4 മണി വരെയുള്ള സമയം ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. വീണ്ടും 4 മണിക്ക് ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ വൈകിട്ട് ഞങ്ങൾ വീട്ടിൽ 5 മണിക്ക് എത്തും. പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ ഞങ്ങൾ വീട്ടിലുണ്ടാവും. ഞാൻ ചോദിച്ചു, സോ വാട്ട്? ആ കുട്ടി എന്നോട് പറഞ്ഞു, സർ എവറി ഡേ മോർണിംഗ് ഫ്രം 9 to 4 we have to listen to our teachers. വീണ്ടും ആ കുട്ടി എന്നോട് പറഞ്ഞു, സർ ആൻഡ് ഈവനിങ് ഫ്രം 5 o'clock to the next day morning we have to listen to our parents. ഞാൻ വീണ്ടും ചോദിച്ചു ആ കുട്ടിയോട്, സോ വാട്ട്? ആ കുട്ടി എന്നോട് പറഞ്ഞു, സർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ടീച്ചേഴ്സ് പറഞ്ഞത് കേൾക്കണം, വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ ഞങ്ങൾ പാരന്റ്സ് പറഞ്ഞത് കേൾക്കണം. ബട്ട് there is nobody to listen to us. സർ അടുത്തുള്ള മറ്റുള്ള സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ വന്നു, and we heard that you are quite friendly. സാറിനോട് എന്തും ചോദിക്കാം, സാർ എന്ത് പറഞ്ഞു തരും, സാറ് വളരെ ഫ്രണ്ട്ലി ആണ്, എന്തും വളരെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാമെന്ന് മനസ്സിലായത് കൊണ്ട് സാറെ പരീക്ഷ എഴുതേണ്ടതും പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. കീ ടു സക്സസ് ഒക്കെ നിർത്തിയിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് സാറിന് ഉത്തരം തരാൻ പറ്റുമോ? ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ടു ബി പ്രിസൈസ്, 1.5
മണി മുതൽ 4:45 ആ സ്കൂളിൽ. They were in fact shooting questions to me. 1:30 മണി മുതൽ 4:45 വരെ കുട്ടികൾ ചോദ്യങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. I was there in the platform. ഞാൻ കൊണ്ടുപോയ ലാപ്ടോപ്പും പരിപാടിയൊക്കെ അടച്ചു വെച്ച് ഞാൻ ആ കുട്ടികൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. And that fine day evening ഞാൻ തിരിച്ചു കാർ ഓടിക്കുമ്പം ഞാൻ മനസ്സിൽ കുറിച്ചു, ഇനി മുതൽ ഞാൻ കുട്ടികളോടല്ല സംസാരിക്കേണ്ടത്. I should speak with teachers and parents. അന്ന് മുതലാണ് ഞാൻ ബുക്ക് എഴുതാൻ തുടങ്ങിയതും 2016 ഞാൻ ബുക്ക് പബ്ലിഷ് ചെയ്തത് ന്യൂ ജനറേഷൻ പാരന്റിംഗ് എന്ന പുസ്തകം. My dear friends, let me tell you something. That book is full with my experience about parenting. ഞാൻ ഈ എക്സ്പീരിയൻസ് ഇവിടെ പറയാൻ കാരണം parenting is always a gift of God. കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ, കുട്ടികൾ കുറുമ്പ് കാണിക്കുമ്പോൾ, എനിക്കറിയാവുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ട്, ഈവൻ പാന്റിന്റെ ബെൽറ്റ് കൊണ്ട് അടിമുതൽ മുകൾ വരെ ആശീർവാദം കഴിക്കുന്ന പാരന്റ്സിനെ എനിക്കറിയാം. കുട്ടികൾ മാർക്ക് കുറയുമ്പോഴേക്കും ജീവിതത്തിൽ മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് പാരന്റ്സിനെ കാണുമ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് നെഞ്ചിൽ gift of God. അതുകൊണ്ട് തന്നെ ഞാൻ പറയാ, കുട്ടികളുടെ എന്തുകൊണ്ട് മാർക്ക് കുറയുന്നു, എന്തുകൊണ്ട് കുട്ടികൾ കുറുമ്പ് കാണിക്കുന്നു, എന്തുകൊണ്ട് കുട്ടികൾ കുറുമ്പുകൾ കാണിക്കുന്നു, കുട്ടികളുടെ സ്വഭാവം എന്തുകൊണ്ട് മോശമാകുന്നു എന്നുള്ള കാരണങ്ങളിലേക്ക് പോവുകയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് ഞാൻ പോകുമ്പം ഞാൻ പറയും, പണിഷ്മെന്റ് ഈസ് നോട്ട് ദി ഓൺലി സൊല്യൂഷൻ. അതിന് മറ്റുള്ള സൊല്യൂഷൻസ് ഉണ്ട്. മിക്കപ്പോഴും ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ പറയാ, മിക്കപ്പോഴും ചില കുട്ടികൾക്ക് ചിലപ്പോൾ ചെറിയൊരു അസുഖമായിരിക്കാം, ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കാം, ആ കുട്ടിയെ ചിലപ്പോൾ മോശപ്പെട്ട ചില രീതികളിലേക്ക് കൊണ്ടുപോവുക. ഞാനൊരു എക്സാമ്പിൾ പറയണമെന്ന് മാത്രം. ഒരു ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ADHD എന്നറിയാം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അറ്റൻഷൻ ഡെഫിസിറ്റിന് ശ്രദ്ധ കുറവ്, ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പിരിപിരിപ്പ്, ചിലപ്പം ഒരു ഇമ്പൾസിവിറ്റി, എടുത്തുചാട്ടത്തെ കൊണ്ട് അവൻ ചില കുറുമ്പുകളൊക്കെ കാണിക്കാം. ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, കാരണം ദിസ് ഇസ് നോട്ട് എ മെഡിക്കൽ സെഷൻ. പക്ഷേ ഈ കുറുമ്പ് കാണിക്കുന്നവനെ നമ്മൾ തുടക്കത്തിൽ തന്നെ അവനെ ചികിത്സിക്കേണ്ട രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ മിക്കപ്പോഴും അവന്റെ ക്രൈം റേറ്റിലേക്ക് പോലും അവന്റെ ജീവിതം മുമ്പോട്ട് പോകാം. പക്ഷേ അവന് വേണ്ടത് പണിഷ്മെന്റ് അല്ല, ചിലപ്പം ട്രീറ്റ്മെന്റ് ആയിരിക്കാം. മൈ ഡിയർ ഫ്രണ്ട്സ്, പണിഷ്മെന്റ് ഈസ് നോട്ട് ദി ഓൺലി സൊല്യൂഷൻ, എന്ന് വീണ്ടും ഞാൻ പറയും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കുട്ടികളെ ബെൽറ്റ് എടുത്ത് അടിക്കുകയോ തൊഴിക്കുകയോ അല്ല ആവശ്യം. ഏറ്റവും ഇമ്പോർട്ടന്റ് മനസ്സിലാക്കേണ്ടത്, പാരന്റിങ് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ആ കുട്ടികളെ സ്നേഹത്തോട് കൂടിയിട്ട്, കരുതലോട് കൂടിയിട്ട് കുട്ടികളെ മനസ്സിലാക്കുവാൻ സാധിക്കുമ്പം ഗ്രേറ്റ തുൻബർഗിനെ പോലെയുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ സാധിക്കും. കാരണം ഗ്രേറ്റ തുൻബർഗിനെ കുട്ടിയെ കുറിച്ച് ഏറ്റവും താഴെ എഴുതിയിരിക്കുന്ന വാചകം, ആസ്പെർജർ സിൻഡ്രോം, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള ഒരു കുട്ടിയെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ആൻഡ് ഷീ ഈസ് ദ ഗ്രേറ്റസ്റ്റ് എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ്. ലോകം മുഴുവൻ അറിയുന്ന എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആയ ഗ്രേറ്റ തുൻബർഗിന് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള ഒരു കുട്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികളില് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോഴും ആ കുട്ടിയെയും വാർത്തെടുത്ത് ഉന്നതമായ ലെവലുകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. പാരന്റിങ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, മൈ ഡിയർ ഫ്രണ്ട്സ്. അതുകൊണ്ട് ആ ഗിഫ്റ്റിനെ നമ്മൾക്ക് റെസ്പെക്റ്റോട് കൂടി കാണുവാൻ സാധിക്കെങ്കിൽ, യേശു പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് ആ ബഹുമാനത്തോടു കൂടി ആ കുട്ടിയെ കാണുവാൻ സാധിക്കുമെങ്കിൽ ഏത് കുട്ടിയെയും നല്ല രീതിയിൽ വാർത്തെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. വീണ്ടും we are going for a quiz. Are you ready, my dear friends? If you are ready for a quiz, ആ ചാറ്റ് ബോക്സിൽ വീണ്ടും നിങ്ങൾക്ക് റെഡി എന്ന് ചാറ്റ് ബോക്സിൽ ഇടാം. നിങ്ങൾ റെഡി എന്ന് ഇട്ടാൽ മാത്രമേ ഈ ക്വിസിലേക്ക് ഞാൻ പോവുള്ളൂ. If you are ready, come on please, come on. റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. Okay, very good, wonderful participants. Okay, എല്ലാവരും റെഡിയാണ്. We are going for a beautiful. ഞാൻ ഈ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരാളെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പം ആ വ്യക്തിയുടെ പേര് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേര് ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, സെബി പേര് ഉത്തരം ആ പേര് അവിടെ വരുമ്പം എനിക്കൊന്ന് വിളിച്ചു പറഞ്ഞു തരണം കേട്ടോ. And he was 6 when he played his first chess tournament and needed to sit on 3 chairs to reach the table. മേശയിലേക്ക് എത്തണമെങ്കിൽ 3 കസേര വേണം കേട്ടോ. Learn chess at the age of 6. 6 വയസ്സിൽ പഠിച്ചു. In order to not make him feel bored during school vacations. Vacationൽ ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി തുടങ്ങിയ പരിപാടിയാണ്. His father introduced to a chess set and his grandfather taught him the rules. അപ്പൂപ്പനാണ് നിയമങ്ങൾ പഠിപ്പിച്ചത്. Started early education at Kottayam. കോട്ടയത്ത് ഏർലി വിദ്യാഭ്യാസം ആരംഭിച്ചു. And now at Trichy. ഞാൻ ആരെയാണ് പരിചയപ്പെടുത്തുന്നത്? Any answers? Sebi? Not yet.
ഇപ്പോൾ തൃശ്ശൂർ താമസിക്കുന്ന ലോകത്തിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചുറുചുറുക്കുള്ള ഒരു മിടുമിടുക്കൻ. അറിയാൻ പറഞ്ഞു വിശ്വനാഥൻ ആനന്ദ്. അയ്യോ, വിശ്വനാഥൻ ആനന്ദ് ആണോ? തൃശ്ശൂരാണേ. വിശ്വനാഥൻ ആനന്ദ് തൃശ്ശൂരുകാരനാണെങ്കിൽ ഒന്ന് പോയി ക്ഷയിക്കാണ്ട് കൊടുക്കായിരുന്നു. ഹലോ രവി, എനി അതർ ആൻസേഴ്സ്? ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഞാൻ സമയം കളയുന്നില്ല. ദാറ്റ് ഈസ് എ ക്യൂട്ട് ഗായ്. നമ്മുടെ ദേവമാത സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു മിടുക്കനാണെന്നേ, നിഹാൽ സരിൻ. And he's a great chess player, 53rd Grandmaster of Indian Chess, conferred the Grand Candidate Master title by FIDE, won the gold medal in the World Blitz Championship in the under 10 category in Aline in 2013. നിങ്ങൾക്കായിട്ട് ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ അതിലിട്ടെ. In the same category, he was a rapid and blitz gold medalist in the Asian Youth Championship in Tashkent in 2014, and that is Nihal Sarin. We are going for the next question, and that is ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ബെർണാഡ് പറഞ്ഞിട്ടുണ്ട്. ഉത്തരം പറഞ്ഞോ? വെരി ഗുഡ്. ഒരു നല്ല കൈഡി കൊടുക്കാം ബെർണാഡിന്, ഒരു നല്ല കൈഡി കൊടുക്കാം. Okay, we are going for the second question. A student from Kerala was only 9 years old when he developed his first mobile application as a hobby to beat boredom. Already മാറ്റാൻ വേണ്ടി തുടങ്ങിയതാണ് കേട്ടോ. Since then he has been designing logos and websites for clients, began using a computer when he turned 5 and launched his own company. My parents and sister have been really supportive. She shoots all the videos for my YouTube channel. സ്വന്തമായിട്ട് ഒരു IT കമ്പനിയുള്ള ഒരു ചുറുചുറുക്കുള്ള മിടുമിടുകൻ. ആരാണ് ഉത്തരം? സെബിയെ ഉത്തരം ഉണ്ടോ? എസ്സി ഡാൽവിൻ പറഞ്ഞു ബൈജു ചേട്ടനല്ല, ചെറിയ കുട്ടിയാണെന്നേ. Student from Kerala was only 9 years old when he developed his first mobile application as a hobby to beat boredom. Bore അടിച്ചപ്പോൾ തുടങ്ങിയ പരിപാടിയാണെന്നേ. കുട്ടിയാണ്, വീണ്ടും ഒരു കുട്ടി. ആൻഡ് വീണ്ടും സസ്പെൻസ്, സമയം കളയുന്നില്ല. That is Adityan Rajesh, the tech wizard, Kerala boy in Dubai, runs his own software company, CEO of Trinet Solutions at the age of 13. 13 വയസ്സായപ്പോഴേക്കും CEO ആയ മിടുക്കനാണ് ആദിത്യൻ രാജേഷ്. Okay, and now നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം പറയാവുന്ന ഒരു ചോദ്യം. Are you ready? Come on, do you want to become a winner? എവിടെ അബുദാബിക്കാർക്ക് വിന്നർ ആവണ്ടേ എല്ലാവർക്കും? So get ready, my dear friends. Simple ചോദ്യം. Okay, ഇതിന് ഉത്തരം എല്ലാവരും പറയണം കേട്ടോ. Okay, ആദ്യം വരുന്നവർക്ക് മാത്രമേ കൈയടി തരുള്ളൂ. Here comes the question. Life is like a piano. White keys are happy moments and black keys are sad moments. But remember, both keys are played together to give music. I wanted to learn to play the drums as a child, but that would have warranted a 2.5 hour journey to Trichur from my home in Ottapalam, and it was nearly impossible then. However, I was compensated with a small keyboard which Dad gifted me. You can play this till you get a chance to learn the drums. He told me that Alphonse. I have a percussive style. എല്ലാരും അൽഫോൺസിന്റെ പിന്നാലെയാണ്. ഒരാൾ സ്റ്റീഫൻ ദേവസി. That's it. ആരാണ് സ്റ്റീഫൻ ദേവസിന്റെ പേര് പറഞ്ഞത്? വിനയ പറഞ്ഞു, ഫ്രാൻസി, ഷീജൻ, റയാൻ. Okay, that's it. That's a beautiful answer. That is Stephen Devasi, an orchestra by himself. And ഞാൻ തൃശ്ശൂരുകാർക്ക് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തുട്ടോ, കാരണം ഞങ്ങൾ തൃശ്ശൂർ ഗടികളാണ്. അപ്പൊ അതുകൊണ്ട് my dear friends, that is Stephen Devasi. Dear friends, ഞാൻ നിങ്ങളുടെ മുമ്പില് പരിചയപ്പെടുത്തിയ ഈ 3 മിടുക്കന്മാർക്കും എന്താണ് കോമൺ ആയിട്ടുള്ളത്? Come on, in chat box. ഈ 3 പേർക്കും എന്താണ് കോമൺ ആയിട്ടുള്ളത്? വേഗം ചാറ്റ് ബോക്സിൽ നിന്നിട്ടെ, വേഗം മേക്ക് ഇറ്റ് ഫാസ്റ്റ്. കം ഓൺ എന്താണ് കോമൺ ആയിട്ടുള്ളത്? ചാറ്റ് ബോക്സ്, എനി ആൻസേഴ്സ്? സുന്ദരന്മാരാണ് പറഞ്ഞു മാത്തൻ. പേരന്റ്സ് സപ്പോർട്ടഡ്, ജസ്റ്റിൻ ഡേവിസ് പറഞ്ഞു. ഷാജി ഹോബി, റയാൻ സപ്പോർട്ടിംഗ് പേരന്റ്സ്, സപ്പോർട്ട്സ് ഫ്രം ഫാമിലി. Parents support, most of the answer like support from parents. Yes. Okay, very good. Excellent answers. And again, ഉത്തരം പറഞ്ഞ എല്ലാവർക്കും നമുക്ക് വീണ്ടും ഒരു കയ്യടി വീണ്ടും കൊടുക്കാം കേട്ടോ. Okay, excellent answers. My dear friends, ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്താൻ കാരണം ഈ 3 പേർക്കും എന്താണ് കോമൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ great initiative and passion of child. ആ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഇനീഷ്യേറ്റീവും അവരുടെ താല്പര്യവുമാണ് അവരെ വിജയത്തിലേക്ക് എത്തിയത്. നമ്പർ 1. നമ്പർ 2, they started earlier. വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് തന്നെ ആ 3 പേരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ സ്റ്റീഫൻ ദേവസി, അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം കുറച്ച് ലേറ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ലൈഫിലേക്ക് വന്നതെങ്കിലും ഏർലിയർ ആയിട്ട് അദ്ദേഹം കുറച്ച് താല്പര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. ആൻഡ് മോസ്റ്റ്ലി ഇവരൊക്കെ ബോറടിച്ചപ്പോ, നമ്മളിപ്പോ ലോക്ക്ഡൌൺ സമയത്തൊക്കെ ഇരുന്ന് ബോറടിച്ച പോലെ തന്നെ
ഇവരും അവരുടെ ജീവിതത്തിൽ ബോറടിച്ചപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പരിപാടിയാണ് അവരുടെ ജീവിതത്തിൽ എവിടെയൊക്കെ എത്തിച്ചത്. തിങ്കിങ് ഡിഫറെന്റ് കരിയർ ഫ്രം ദെയർ പാരന്റ്സ്. നിഹാൽ സാറിന്റെ പാരന്റ്സ് ഡോക്ടേഴ്സ് ആണ്, പക്ഷേ കുട്ടികൾ എത്തിച്ചേർന്നത് മറ്റു എവിടേക്കോ. ഇറ്റ് ഈസ് ദെയർ ഇൻ ദെയർ ഡ്രീം, ഇറ്റ് ഈസ് ദെയർ എത്തിച്ചേ. ആൻഡ് ദേ സെർച്ച് ഫോർ എക്സ്റ്റേണൽ ഹെൽപ്പ്. ആ കുട്ടികള് സ്വന്തം അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെയോ അപ്പച്ചന്റെയോ അമ്മച്ചിയുടെയോ ഹെൽപ്പ് മാത്രമല്ല, പുറത്തേക്ക് വേണ്ടുന്ന കോച്ചസിനെ അന്വേഷിച്ച് അവർ മുമ്പോട്ട് പോയി. ആൻഡ് ലോട്ട്സ് ഓഫ് സാക്രിഫൈസ്. കുട്ടികളുടെ ഭാഗത്തുനിന്ന് സാക്രിഫൈസ് മാത്രമല്ല, പാരന്റ്സും സാക്രിഫൈസ്ഡ് എ ലോട്ട്. ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞ ഉത്തരം, സപ്പോർട്ട് ഫ്രം പാരന്റ്സ്. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, that is what we call as the teamwork of parents. My dear friends, the teamwork is nothing but TEAM. That is nothing but together everyone achieves more. എന്റെ മുമ്പിൽ ഇരിക്കുന്ന കോർപ്പറേറ്റ് സെഷനിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളോട് ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയേണ്ട ആവശ്യമില്ല. Together everyone achieves more. My dear friends, I want to add something more with that, and that is together everyone achieves more with me in that. നിങ്ങൾ ഇത് എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാ, നമ്മുടെ വീട്ടില് ടുഗദർ എവരിവൺ അച്ചീവ്സ് മോർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് മോർ ഫ്രം മൈ സൈഡ്, എന്താണ് എന്റെ ഉത്തരവാദിത്തം, എന്താണ് എന്റെ റെസ്പോൺസിബിലിറ്റി? ടീം വർക്ക് ഓഫ് പാരന്റ്സ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. വാട്ട് ഈസ് പാരന്റിങ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പാരന്റിങ് ഈസ് പ്ലേയിങ് മിക്സഡ് ഡബിൾസ് മാച്ച്. ആർ യു ഗെറ്റിംഗ് മൈ വേർഡ്സ്? പാരന്റിങ് ഈസ് പ്ലേയിങ് മിക്സഡ് ഡബിൾസ് മാച്ച്. നമ്മൾ ഷട്ടിൽ കളിക്കുമ്പോഴും ടേബിൾ ടെന്നീസ് കളിക്കുമ്പോഴും ലോൺ ടെന്നീസ് കളിക്കുമ്പോഴും ഇറ്റ് ഈസ് ലൈക്ക് പ്ലേയിങ് മിക്സഡ് ഡബിൾസ് മാച്ച്. ഹസ്ബൻഡും വൈഫും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് പ്ലേയിങ് മിക്സഡ് ഡബിൾസ്. ചില ചിന്തകളൊന്ന് തരാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ സുഹൃത്തുക്കളായ ചില അച്ഛന്മാരുണ്ട്. ഞാൻ ഇപ്പം എനിക്കൊരു സുഹൃത്തിനെയും കൂടി കിട്ടിയെന്ന് ഞാൻ പറയും. വർഗീസ് അച്ഛനെ പരിചയപ്പെട്ടപ്പം എനിക്ക് വർഗീസ് അച്ഛനെയും ഒരു സുഹൃത്തായിട്ട് കിട്ടി. ഒരുപാട് അച്ഛന്മാര് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ എനിക്ക് എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു വിശേഷമാണ്. 40 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പ്രീ മാരിറ്റൽ കോഴ്സ് ഒക്കെ വന്നോന്ന് എനിക്കറിയില്ല. അന്നൊക്കെ പ്രീ മാരിറ്റൽ കോഴ്സിന് തുടങ്ങുന്നതിനൊക്കെ മുമ്പ് അച്ഛന്മാര് പറഞ്ഞു കൊടുത്തിരുന്നാ പറയണേ. അതായത് കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കോളാൻ, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കോളാൻ. പക്ഷേ ഞാൻ എന്റെ കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത് ഒരു 22 കൊല്ലം മുമ്പ് ഞാൻ കല്യാണത്തിൽ പറഞ്ഞത് അഡ്ജസ്റ്റ്മെന്റ് മാത്രം പോരാട്ടോ, മറ്റൊരു കാര്യം കൂടി വേണം. ഇറ്റ് ഈസ് കോൾഡ് ടോളറേഷൻ. ടോളറേറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ ഇല്ല കേട്ടോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ടോളറേറ്റ് ചെയ്ത് പോയിക്കോളാനാണ് പറഞ്ഞത്. ബട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടുമ്പം ഞാൻ പറയാറുള്ളത്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം പോരാ, ടോളറേറ്റ് ചെയ്ത് മാത്രം പോരാ. But one of the most important thing is always we have to keep something in our mind, and that is what we call as, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ്, വ്യക്തികൾ എല്ലാവരും വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതയെ ബഹുമാനിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. വ്യക്തികൾ എല്ലാവരും വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതയെ ബഹുമാനിക്കാൻ നമ്മളെ കൊണ്ടാവണം. പാരന്റിങ് ഈസ് പ്ലേയിങ് മിക്സഡ് ഡബിൾസ് മാച്ച്. മിക്സഡ് ഡബിൾസ് മാച്ച് കളിക്കുമ്പോഴെങ്ങനെയാണ്? രണ്ടുപേരും കൂടി നെറ്റിന്റെ അടുത്ത് പോയിട്ട് ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ബോൾ ബാക്കിലേക്ക് ഇട്ടാൽ അത് ആരെടുക്കും? അപ്പൊ ഒരാള് ബാക്കിൽ ഇറങ്ങി കളിക്കണം. റൈറ്റിൽ കളിക്കുന്ന ബോൾ റൈറ്റിലേക്ക് വരുമ്പോൾ രണ്ടുപേരും കൂടി റൈറ്റിൽ പോയി ബോൾ എടുക്കുമ്പോൾ ബോൾ ലെഫ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ആരെടുക്കും? മൈ ഡിയർ ഫ്രണ്ട്സ്, വി ഹാവ് ടു ബാലൻസ്. ആ റൈറ്റും ലെഫ്റ്റും ഫ്രണ്ടും ബാക്കും മാറി മാറി പൊസിഷൻസ് മാറി കളിക്കാനായിട്ട് ഹസ്ബൻഡും വൈഫും നല്ലൊരു പ്ലാനിങ് വേണം. പ്ലേയിങ് എ മിക്സഡ് ഡബിൾസ് മാച്ച്. സ്പെഷ്യലി ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയാം, when you are playing a mixed doubles match, one of the most important thing, as you are all working, mostly എന്നെ ശ്രവിക്കുന്ന എന്റെ സുഹൃത്തുക്കള് ഹസ്ബൻഡും വൈഫും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോടു കൂടി ഞാൻ പറയാം, യു മേ ബി പ്ലേയിങ് എ മിക്സഡ് ഡബിൾസ് മാച്ച്. ഒരാൾ വർക്ക് ചെയ്യാൻ പോകുമ്പം മറ്റാൾ വീട്ടിലുണ്ടാവും, ഒരാള് മാറി മാറിയിട്ടായിരിക്കും നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചിലപ്പോൾ നാട്ടിലായിരിക്കാം, ഒരാള് അവിടെ അബുദാബിയിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. Again, playing a mixed doubles match. ഒരുപാട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. കാരണം എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളിൽ ഒരു അനുഭവം ഞാൻ അധികം അനുഭവങ്ങളിലേക്ക് പോയ സമയം ഉണ്ടാവില്ല എന്നറിയാം. കാരണം വി ആർ ഇൻ ദ ഹാഫ് ടൈം. ഇനി എന്റെ കയ്യില് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 55 minutes മോർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ സുനിലെ? എനിക്ക് തോന്നുന്നു another 55 minutes more for me. അല്ലെ സുനിൽ?
Okay, fine, very good. For me, no problem. Okay, so my dear friends, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എന്റെ അടുത്തേക്ക് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു മകൻ, അവൻ സാധാരണ ഒരു കുടുംബത്തിലുള്ള ഒരു പയ്യനാണ്. അവന് എന്ത് കണ്ടാലും വേണം, എന്ത് കണ്ടാലും വാങ്ങിക്കണം, അങ്ങനെയുള്ള ഒരു മകൻ, വളരെ ആർഭാടപൂർവം ജീവിക്കുന്ന ഒരു മകൻ. അവനെ കൊണ്ട് പൊറുതിമുട്ടിയ അമ്മ, അമ്മയും പക്ഷെ മോശമില്ല, ചിലവുകളിൽ യാതൊരു മോശമില്ല. അപ്പം ഇവനാണെങ്കിൽ നേരത്തെ പറഞ്ഞ കുറച്ച് ദേഷ്യവും വാശിയും, പിന്നെ ദേഷ്യം വന്നാൽ വേണമെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നശിപ്പിക്കും. വീട്ടിലെ ടീപ്പോയി എന്ന് പറയുന്ന ചെറിയ മേശയുടെ മുകളിലുള്ള ഗ്ലാസ് നശിപ്പിച്ചു. TV വലിച്ചു ഇട്ടു, ഭാഗ്യത്തിന് പൊട്ടിയില്ല. മൊബൈല് 1-2 എണ്ണമേ നശിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ ഗ്ലാസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ദേഷ്യം, അഹങ്കാരം, അഹംഭാവം ഇതൊക്കെയുണ്ട്. അങ്ങനെ ഒരു മിടുക്കനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആ മിടുക്കനെ കൊണ്ടുവന്ന് വർത്താനം പറയുന്നിടയ്ക്ക് ഞാൻ ചോദിച്ചു, ഫാദർ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു പുറത്താണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് സ്റ്റോറി പെട്ടെന്നൊന്ന് കുറയ്ക്കാണ്, അല്ലെങ്കിൽ ചെറുതാക്കാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഫാദർ ആയിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു ഇപ്പം വർക്ക് ചെയ്യണ സമയമായിരിക്കും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു, ചിലപ്പോ കിട്ടും, ഭക്ഷണം കഴിക്കുന്ന സമയമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധപൂർവം ഞാൻ ഫോം വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം ആദ്യത്തെ റിങ്ങിന് എടുത്തില്ല, രണ്ടാമത്തെ റിങ്ങിന് എടുത്തില്ല, മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം എടുത്തു കഴിഞ്ഞപ്പോ അദ്ദേഹം, ഞാൻ മകനാണ് ബെല്ലടിക്കുന്നത്, ഫോൺ അടിക്കുന്നത്. ആ ഫോൺ ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചപ്പം അദ്ദേഹം അവനോട് പറയുന്നുണ്ട്, നീ എന്താ ഇപ്പൊ വിളിക്കണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഡോക്ടറെ അടുത്താന്ന് പറഞ്ഞിട്ട്, അപ്പൊ പറഞ്ഞു ഞാൻ ഡോക്ടറെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ കയ്യിലെടുത്ത വശം അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഭക്ഷണം കഴിക്കാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഭക്ഷണം. അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഭക്ഷണം കഴിക്കാന്ന് മനസ്സിലായി. പക്ഷെ ഈ ക്യാമറ ഓൺ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്, കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ക്യാമറയിൽ കൂടെ ഞാൻ ശ്രദ്ധിച്ച കാര്യം, അദ്ദേഹത്തിന്റെ റൂമിന്റെ സെറ്റപ്പ് അങ്ങോട്ട് അത്ര എനിക്ക് ഇവനെ കാണുന്ന പോലെയും ഇവന്റെ അമ്മയെ കാണുന്ന പോലെയല്ല ഇദ്ദേഹത്തിന്റെ റൂമിന്റെ സെറ്റപ്പ്. ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഭക്ഷണം കഴിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭക്ഷണത്തിലേക്ക് കൊണ്ടുവന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, ഇല്ല ഞാൻ ഭക്ഷണം കഴിക്കാണ്. ഞാൻ പറഞ്ഞല്ല എന്താ കഴിക്കണേ എന്ന് ചോദിച്ചു. വീണ്ടും നിർബന്ധിച്ചുകൊണ്ട് എന്താണ് കഴിക്കുന്നത്, എന്ത് ചെയ്താൽ അദ്ദേഹം ഭക്ഷണം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ആ ക്യാമറ ഒന്ന് പ്ലേറ്റിലേക്ക് ഒന്ന് കാണിക്കൂ എന്ന് നിർബന്ധപൂർവ്വം. ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്ന ആളാണ്, പക്ഷെ ഞാൻ എന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവസാനം അദ്ദേഹം പ്ലേറ്റിലേക്ക് കാണിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഷവർമയാണ് കഴിക്കണേന്ന് പറഞ്ഞു. പക്ഷെ ആ ഷവർമ ഞാൻ കണ്ടത് ചപ്പാത്തി ചുരുട്ടിയ ഷവർമയാണ്. ചപ്പാത്തി ചുരുട്ടിയ ഷവർമയാണ് അദ്ദേഹം കഴിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അപ്പൊ വീണ്ടും ചപ്പാത്തി ചുരുട്ടിയ ഷവർമ അദ്ദേഹം കഴിക്കുന്നത് എന്തിൽ മുക്കിയിട്ടാണ് എന്നുള്ളതാണ് ഞാനും ആ മകനും ആ അമ്മയും കണ്ടത്. അപ്പോഴേക്കും കഴിക്കണമെന്നുള്ളതാണ്. പക്ഷെ വീണ്ടും ഞാൻ കണ്ടത് അദ്ദേഹം മുക്കി കഴിക്കുന്നത് സാമ്പാർ വെള്ളം പോലെയുള്ള ഒരു വെള്ളത്തിലാണ്. അതിൽ സാമ്പാർ പോയിട്ട് കഷ്ണം പോലും ഇല്ല, വെറും വെള്ളം പോലെയുള്ള ഒരു കാടിവെള്ളം പോലെ, കഞ്ഞിവെള്ളം പോലെയുള്ള എന്തോ ഇതിൽ മുക്കി അദ്ദേഹം കഴിക്കുകയാണ്. ഇത് കഴിക്കണത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ക്യാമറ തിരിച്ച് ആ മകന്റെയും അമ്മയെയും മുമ്പിലേക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. സ്വന്തം അച്ഛൻ ഇതാണ് കഴിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ അച്ഛൻ നാട്ടിൽ വരുമ്പം പ്ലെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണിക്കുന്ന ഒരു ഷോ ആണ്. ആ ഷോ കാണുമ്പം അമ്മയുടെയും മകന്റെയും വിചാരം വളരെ സന്തോഷത്തിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അന്ന് വരെ ഇവര് മനസ്സിലാക്കിയത് അവിടുന്ന് കിട്ടുന്ന പൈസയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമ്പം വളരെ സന്തോഷത്തോടു കൂടി അച്ഛൻ ഇവിടെ നടക്കുന്നത് കാണുമ്പം അച്ഛൻ അവിടെ വളരെ കുശാലായിട്ടുള്ള ഒരു ജീവിതം എന്നാണ്. ഈ അച്ഛൻ പിന്നീട് നാട്ടിൽ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് എന്റെ ലൈഫിൽ ഡോക്ടറുടെ അന്നത്തെ കോൾ എന്നായിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്റെ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ചില സുഹൃത്തുക്കൾ, എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ആരുടെയും കാര്യമല്ല, പക്ഷെ ചില സുഹൃത്തുക്കൾ ഷോ ഓഫ് കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് മിക്കപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് വഴി തെളിയിക്കുക. മനസ്സിലാക്കാൻ, കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാനും കൂടുതലുണ്ടെങ്കിൽ കൂടുതലാവാം. പക്ഷെ എളിമത്തത്തിൽ കുട്ടികളെ ജീവിച്ച് പഠിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഉള്ളതിനേക്കാൾ ചുരുങ്ങിയ ജീവിതത്തിൽ ജീവിക്കണം എന്ന് മാത്രമല്ല ഞാൻ പറയാ, പക്ഷേ ആ എളിമത്തത്തിൽ ജീവിതം പഠിപ്പിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്നും കൂടി ഞാൻ ഊന്നി പറയാണ്, ജീവിതത്തിൽ ഇന്നു മുതൽ വീട്ടിലുണ്ടാവുന്ന ചെലവുകൾ എഴുതി വെക്കുവാൻ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുവാൻ പറ്റുമെങ്കിൽ കുട്ടികൾ മനസ്സിലാക്കണം വീട്ടിലെ ചെലവുകൾ എത്രയാണ്, വീട്ടിൽ നമുക്ക് ലോൺ ഉണ്ടോ, വീട്ടിൽ മാസം എത്ര ചെലവുണ്ട് എന്ന് മനസ്സിലാക്കാൻ കുട്ടികളെ കൊണ്ട് സാധിക്കുമെങ്കിൽ
ഡെഫിനറ്റ്ലി അവർക്ക് ഉത്തരവാദിത്തം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അവർക്ക് ഫീൽ ചെയ്യുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. കാരണം ഹസ്ബൻഡ് CEO ആണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ്, ഭാര്യ മാനേജിംഗ് ഡയറക്ടറാണ് ഫാമിലിയിലെ. അതുകൊണ്ട് എന്റെ മുമ്പിൽ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ രണ്ടുപേരും CEOയും MDയുമാണ്. സന്തോഷമായില്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കോ? ഒരു CEO MDയോ അല്ലേ അടുത്തടുത്തിരിക്കണേ, എന്താ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാത്ത? ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കൂ CEOയും MDയും തമ്മിൽ. ഞാൻ നിങ്ങളുടെ അടുത്ത് CEOയും MDയും ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പറയുമ്പം വീണ്ടും ഞാൻ പറയാ, നിങ്ങൾ CEOയും MDയും ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വെറുതെ ഷേക്ക് ഹാൻഡ് മാത്രമല്ല കൊടുക്കുക, ഒന്ന് തോളിക്കൂടെ കൈയിട്ടിരിക്കോ, ഒന്ന് തോളിക്കൂടെ. ഹസ്ബൻഡും വൈഫും 10-60 പേര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇരിക്കണ്ടല്ലോ, ഒന്ന് തോളിക്കൂടെ കൈയിട്ടിരുന്നോ, അത്ര മതി കേട്ടോ. ഓക്കെ, അപ്പൊ വീണ്ടും ഞാൻ പറയാ, തോളിക്കൂടെ കൈയിട്ടിരിക്കുന്നിടത്ത് ഞാൻ നിർത്താണ്. കാരണം അപ്പുറത്തിരുന്ന് പിള്ളേര് കാണുന്നുണ്ടാവും എന്നായിരിക്കും ചില അമ്മമാര് ചിലപ്പോ അച്ഛന്മാർ അപ്പനോട് പറയണത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പാരന്റിങ് വർക്ക്ഷോപ്പിനെ എന്നെ വിളിച്ചു. അവിടെ ചെന്നപ്പം ഒരുപാട് പേരുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്, ഓൾമോസ്റ്റ് 2000 മുകളിൽ ആൾക്കാരുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിരിക്കുന്ന ആൾക്കാര് ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് തോളിക്കോടെ ഹസ്ബൻഡും വൈഫും അടുത്തിരിക്കുന്നവര് ഒന്ന് തോളിക്കോടെ കൈയിട്ടോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവർക്കൊരു ചാലഞ്ച് കൊടുത്തു. ഇനി ഹസ്ബൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എത്ര പേർക്ക് ഭാര്യനെ ഒന്ന് എടുത്ത്, നിങ്ങൾ വിചാരിക്കും ഡോക്ടർ ആള് ശരിയല്ലല്ലോ ഒന്ന്. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ചോദിച്ചു ഭർത്താവിന് ഭാര്യനെ എടുത്തുയർത്താൻ പറ്റുമോ എന്ന്. ഒരുപാട് പേര് കൈപൊന്തിച്ചു കേട്ടോ. തിരിച്ച് ഞാൻ ഭാര്യമാരോടും ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭർത്താക്കന്മാരെ എടുത്ത് ഉയർത്താൻ പറ്റുമോ എന്ന്. അപ്പൊ വീണ്ടും ഭാര്യമാരിൽ കുറച്ചുപേര് നല്ല ആരോഗ്യമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു, അവരും കൈപൊന്തിച്ചു. ഞാൻ അവരോട് ഉയർത്തിക്കൊള്ളാനും വേണമെങ്കിൽ പറഞ്ഞു. ചിലവരെടുത്ത് പൊന്തിക്കുകയും ചെയ്തു, ഭയങ്കര ആഘോഷം ഉണ്ടായി, കയ്യടി ഉണ്ടായി, സന്തോഷമൊക്കെ ഉണ്ടായി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണേന്ന്. ഞാൻ പറ്റുവാണെങ്കിൽ അബുദാബിയിൽ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം നിങ്ങളെ കൊണ്ട് വേണമെങ്കിൽ എക്സസൈസ് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ എന്തിനാണ് ഈ ചോദ്യം, ഈ അനുഭവം നിങ്ങളോട് പറഞ്ഞത് എന്ന്. മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. മക്കൾ കാണണം അപ്പച്ചനും അമ്മച്ചിയും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതും തോളിൽ കൂടെ കൈയിട്ടിരിക്കുന്നതും. അപ്പച്ചനും അമ്മച്ചിയും എടുത്ത് പൊന്തിക്കുന്നത് കൈക്കോട്ടെ, കുഴപ്പമില്ല. കാരണം ജീവിതത്തിൽ അപ്പച്ചനും അമ്മച്ചിയും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പച്ചനും അമ്മച്ചിയും ഒന്നാണ് എന്ന് കാണണം. അപ്പച്ചന് എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് കിടക്കുമ്പം അമ്മച്ചി താങ്ങാവുന്നതും, അമ്മച്ചിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് കിടക്കുമ്പം അപ്പച്ചന് താങ്ങാൻ പറ്റുന്നതും ഒക്കെ അവര് കാണണം. ആൻഡ് ദേ ഷുഡ് സീ ദാറ്റ് their parents are in love. Their parents are in love. അപ്പച്ചനും അമ്മച്ചിയും, അപ്പനും അമ്മയും, പപ്പയും മമ്മിയും, ഡാഡിയും മമ്മിയും they are in love എന്ന് അവർക്ക് തോന്നണം. അല്ലാതെ പണ്ട് പറയുന്ന പോലെ കുടുംബമായാൽ കൂടുമ്പോൾ ഇമ്പം മാത്രം പോരാ. ചിലപ്പോൾ വീടുകളിലൊക്കെ ഇമ്പം പറഞ്ഞ് ഭൂകമ്പം ഉണ്ടാവുന്ന കാലഘട്ടത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഞാൻ പറയാ, ഭൂകമ്പമല്ല ഇന്ന് ആവശ്യം. ഇന്ന് അപ്പച്ചനും അമ്മച്ചിയും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമാവണം. കാരണം ഒരു 40-45 വയസ്സ് കഴിയുമ്പോൾ കുഴമ്പിട്ട് ഒഴിയണത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞു വരുന്നുണ്ടാവുള്ളൂ. മൈ ഡിയർ ഫ്രണ്ട്സ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടിങ് ആവണം. നാട്ടിലാണ് ഭാര്യ നിൽക്കുന്നതെങ്കിൽ ഭർത്താക്കന്മാരായിട്ട് അവിടെ അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളോട് ഞാൻ പറയാ, നാട്ടിൽ ഭാര്യമാർ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ദേ ആർ ഡൂയിങ് എ സിംഗിൾ പാരന്റിങ് ദർ. അവിടെ ഒറ്റയ്ക്ക് നിന്ന് പാരന്റിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരവിടെ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യണം. അവര് ഏറ്റവും ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അവർക്ക് നല്ല സ്ട്രെസ് ഉണ്ട്, കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണ്. കറണ്ട് കാശ് അടയ്ക്കേണ്ടത് അവർ പോയിട്ട് കറണ്ട് കാശ് അടയ്ക്കണം. വീട്ടില് അമ്മായിപ്പനും അമ്മായിയമ്മ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കണം. കറണ്ട് കാശ് മാത്രമല്ല, ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോകണം, കുട്ടികളെ കെയർ ചെയ്യണം, അവർക്ക് സ്കൂളിലെ PTA മീറ്റിങ്ങിന് പോകണം, അവർക്ക് ഗ്യാസിന്റെ ആൾക്കാർ വരുമ്പോൾ അവരെ കെയർ ചെയ്യണം, പ്ലംബർ വരുമ്പോൾ അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യണം, ഇലക്ട്രീഷ്യനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യണം, പിന്നെ വാഷിംഗ്, ക്ലീനിങ്, കുക്കിംഗ്, ഗാർഡനിങ് ഒക്കെ അവർ ചെയ്യിക്കണം. ഇതൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഭാര്യമാരുടെ ഡ്യൂട്ടികളാവാം. വീണ്ടും ഞാൻ പറയും, അപ്പുറത്ത് ഭർത്താക്കന്മാർ നാട്ടില് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ്, ഭർത്താക്കന്മാരും ഒറ്റയ്ക്ക് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യേണ്ട ഭർത്താക്കന്മാരെയും എനിക്കറിയാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറയാ, ഈ റെസ്പോൺസിബിലിറ്റീസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ഇന്ന് സെഷൻ തുടങ്ങിയ സമയം തുടങ്ങിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടാവും, ഞാൻ നിങ്ങളെ കൊണ്ട് ഒരുപാട് പ്രാവശ്യം കൈയടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ഞാൻ പറയാ, പരസ്പരം ഇത്രയും കാലം നമുക്ക് വേണ്ടി പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ആ ഹസ്ബൻഡിനും വൈഫിനും വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ഒരു നല്ല കയ്യടി നമുക്ക് ഒന്നും കൂടി ആവാം. കാരണം ഈ അപ്രീസിയേഷൻസ് നാട്ടിലിരിക്കുന്ന
ഒറ്റയ്ക്ക് എന്നെ കേൾക്കുന്ന ഭർത്താക്കന്മാരോട് ഞാൻ പറയാ, ഭാര്യമാര് നാട്ടിൽ കിടന്ന് തലകുത്തി മറിയുമ്പോൾ, അവരവിടെ സിംഗിൾ പാരന്റിങ് നടക്കുമ്പം അവർ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം, വളരെയധികം സ്ട്രെസ് ഭാര്യമാർ ഒറ്റയ്ക്ക് നിന്ന് നാട്ടിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അവർ ആഗ്രഹിക്കുന്ന ചെറിയൊരു കാര്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കലക്കിണ്ടിട്ടാ, സൂപ്പറായിട്ടാ എന്ന് ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം. ഇനി ഭർത്താക്കന്മാർ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഭാര്യമാർ അവിടെ അബുദാബിയിൽ ഇപ്പൊ നഴ്സായിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈവൻ വി ഹാവ് ടു ഡു സം കൈൻഡ് ഓഫ് അപ്രീസിയേഷൻസ്. എങ്ങനെ അപ്രീസിയേഷൻ ചെയ്യാൻ പറ്റും? ഫോം വിളിക്കുമ്പം ഒരു നല്ലൊരു വേർഡ് പറഞ്ഞാൽ മതി, കലക്കിയിട്ടുണ്ടോ, സൂപ്പർ ആയിട്ടോ എന്നൊക്കെ ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് അവർക്ക് വലിയൊരു അനുഗ്രഹമാണ്. അയച്ചു കൊടുക്കുന്ന പൈസയേക്കാളും ഏറ്റവും കൂടുതൽ നല്ല വാക്കുകൾക്കാണ്, ഏറ്റവും കൂടുതൽ ആ അഭിനന്ദനങ്ങൾക്കാണ് വെയിറ്റ് എന്ന് ഞാൻ പറയും. അതുകൊണ്ട് മിക്കപ്പോഴും കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചും ചോദിക്കുന്നതിന് പകരം നിനക്ക് സുഖമല്ലേ എന്നുള്ളൊരു ചോദ്യമൊക്കെ ആയിരിക്കാം അവരുടെ മനസ്സിൽ തട്ട എന്ന് ഞാൻ വീണ്ടും പറയും. ഇനി മറ്റൊരു പാരന്റിങ് എന്നുള്ളത് മിക്കപ്പോഴും ഈ പ്ലേയിങ് മിക്സഡ് ഡബിൾസ് മാച്ചിന്റെ ഇടയ്ക്കുള്ള വേറൊരു പാരന്റിങ് ആണ്. കുട്ടികളെ നാട്ടിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ നിർത്തുന്ന പാരന്റ്സും ഉണ്ട്. എനിക്കറിയാം ഒരുപാട് പേര്. കാരണം എൻ്റെ അടുത്ത് ഗ്രാൻഡ് പാരന്റ്സ് ഗ്രാൻഡ് ചിൽഡ്രനെയും കൊണ്ടിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നവരുണ്ട്. വളരെ നല്ല കാര്യമാണ് ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ നിർത്തുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഗ്രാൻഡ് പാരന്റ്സിനുണ്ട്. തീർച്ചയായിട്ടും നമ്മളെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇനി എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ട്, പരീക്ഷണങ്ങൾ നടത്തിയിട്ട് എക്സ്പീരിയൻസ് കിട്ടേണ്ട കാര്യമില്ല. ബട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, അവരുടെ അടുത്ത് ചെല്ലുമ്പം അവര് ഒരുപാട് കഥകളും ഉപദേശങ്ങളും ഒക്കെ നൽകി, തീർച്ചയായിട്ടും ചെറുപ്പമായിട്ടുള്ള പാരന്റ്സിന് ഒരു ഗ്രാൻഡ് പാരന്റ്സ് ഒരു ബ്ലെസ്സിങ് ആണ്. അവർക്ക് ഒരുപാട് വിജ്ഞാനം ഉണ്ടാവും ഗ്രാൻഡ് പാരന്റ്സിന്. തീർച്ചയായിട്ടും നമ്മളൊരു ആയേനെ നിർത്തി, ഒരു ഹെൽപ്പറിനെ നിർത്തി, ഒരു സെർവന്റിനെ നിർത്തി കുട്ടികളെ കെയർ ചെയ്യുന്നതിനേക്കാളും തീർച്ചയായിട്ടും ഗ്രാൻഡ് പാരന്റ്സിന് അവർക്ക് ഒരുപാട് സഹായിക്കാൻ സാധിക്കും. ബട്ട് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് യു ഹാവ് ടു കീപ് ഇൻ യുവർ മൈൻഡ് ഈസ് ഓൾവേസ് പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ നല്ലതായിരിക്കണം എന്നും കൂടി ഞാൻ പറയും. ആൻഡ് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും അമ്മായിപ്പനും അമ്മായിമ്മയും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ നല്ലതായിരിക്കണം. അതിലുള്ള റിസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, പാരന്റ്സ് മനസ്സിലാക്കേണ്ട കാര്യം, പാരന്റ്സ് ചിന്തിക്കുന്ന അതേ രീതിയിൽ മക്കളെ വളർത്തണമെങ്കിൽ മക്കൾ മാതാപിതാക്കളുടെ കൂടെ തന്നെ നിൽക്കണം. അതിനെന്തെങ്കിലും മറ്റുള്ള വഴികളിലേക്ക് പോകുമ്പം നമ്മൾ ഗ്രാൻഡ് പാരന്റ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് മക്കള് വന്നില്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് വിഷമമാവും. അതുകൊണ്ട് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ്, ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ നിർത്തുമ്പം അവര് കൂടുതലായിട്ട് സ്നേഹം കൊടുക്കും, കൂടുതലായിട്ട് കെയർ കൊടുക്കും, കൂടുതലായിട്ട് സെക്യൂർഡ് ആക്കും. അപ്പൊ ചില പാരന്റ്സിന് അത് ഇഷ്ടമാവില്ല, അത് ചില മിസ്കൺസെപ്ഷൻസിന് പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ എന്നെ ശ്രമിക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയാ, യു ഷുഡ് ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഗ്രാൻഡ് പാരന്റ്സ്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയാ, പാരന്റിങ് ഈസ് ഓൾവേസ് പ്ലേയിങ് മിക്സഡ് ഡബിൾസ് മാച്ച്. അതുകൊണ്ട് ഈ മിക്സഡ് ഡബിൾസ് മാച്ച് കളിക്കുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, യു ഷുഡ് നോ യുവർ ചൈൽഡ്. കുട്ടികളെ കുറിച്ച് കൂടുതൽ അറിയണം. അപ്പൊ വീണ്ടും ഞാൻ ചാറ്റ് ബോക്സിലേക്ക് വരാണ്. സ്വന്തം മക്കളുടെ ഏറ്റവും നല്ല കഴിവുകൾ അറിയാവുന്നവർ, സ്വന്തം മക്കളുടെ ഏറ്റവും നല്ല കഴിവുകൾ ആ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? വേഗമായിക്കോട്ടെ. എന്തെങ്കിലും നല്ല കഴിവുകൾ. സെബി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ ചാറ്റ് ബോക്സിൽ? വന്നു മ്യൂസിക് മാത്താൻ പറഞ്ഞിരിക്കുന്നു. സുനിൽ വർഗീസ് ഒത്തിരി വരുന്നുണ്ട്. അല്ലെ ഡ്രോയിങ്, കെയറിങ്, ഡ്രോയിങ് ആൻഡ് ആർട്ട്. യെസ്. തോമസ് കാപ്പൻ, മെന്റൽ മാത്ത്. ഫെമി ജോണി, ലവിങ്. യെസ്. ഡ്രോയിങ്, റെജീന. വെരി ഗുഡ്. എക്സലന്റ് ആൻസേഴ്സ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് നല്ല കഴിവുകളാണ് കുട്ടികളെ പറഞ്ഞത്. തീർച്ചയായിട്ടും വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും ഞാൻ പോവാണ്. വൈ യു ഷുഡ് നോ യുവർ ചൈൽഡ്സ് ഗുഡ് എബിലിറ്റീസ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, കുട്ടികളുടെ ഏറ്റവും നല്ല കഴിവുകൾ നിങ്ങൾ ഒരുപാട് പേര് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുമ്പം ഞാൻ പറയും, ദാറ്റ് മേക്സ് ഹിം എ സൂപ്പർമാൻ. നിങ്ങളുടെ കുട്ടികളെ ഒരു സൂപ്പർമാൻ ആക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടിരിക്കുന്നത്. കുട്ടികളുടെ ഏറ്റവും നല്ല കഴിവുകൾ എന്ന് പറയുമ്പം നിങ്ങളുടെ പോസിറ്റീവ്, ആ കുട്ടികളുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ എഴുതിയിരിക്കുന്നത്. ആൻഡ് ദാറ്റ് മേക്സ് ഹിം എ സൂപ്പർമാൻ. കുട്ടികളെ യു ഹാവ് ടു ഡിസ്കവർ യുവർ ചൈൽഡ്സ് ഹിഡൻ ടാലന്റ് ആൻഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഐ ജസ്റ്റ് വാണ്ട് ടു ഹൈലൈറ്റ് ഫ്യൂ തിങ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ആ കുട്ടിയുടെ ലെഫ്റ്റ് ബ്രെയിൻ ആണോ റൈറ്റ് ബ്രെയിൻ ആണോ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്.
ലെഫ്റ്റ് ബ്രെയിൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവന്റെ വലത്തെ കൈ കൊണ്ട് എഴുതുന്ന ഒരു കുട്ടിയാണെങ്കിൽ സാധാരണ നമ്മൾ പറയും ലെഫ്റ്റ് ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. നമ്മൾ അവൻ ഇടത്തെ കൈ കൊണ്ടാണ് കാര്യങ്ങൾ കൂടുതൽ ചെയ്യണമെങ്കിൽ റൈറ്റ് ബ്രെയിൻ ആണ് കൂടുതൽ ആക്റ്റീവ് എന്ന് പറയും. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ച സമയം കൂടുതൽ കളയുന്നില്ല. കൊണ്ട് എഴുതുന്ന ഒരു കുട്ടിയാണെങ്കിൽ ലെഫ്റ്റ് ബ്രെയിൻ ഓക്കെ കൂടുതൽ ആക്റ്റീവ് ആണെങ്കിൽ അവന്റെ അനാലിറ്റിക്കൽ ആയിട്ടുള്ള ചിന്തകൾ, കണക്കിനോടുള്ള താല്പര്യങ്ങൾ, ലോജിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ ഒക്കെ അവൻ നല്ല മിടുക്കനായിരിക്കും. അവൻ വലത്തെ കൈ കൊണ്ടായിരിക്കും കൂടുതൽ എഴുതുന്നുണ്ടാവുക. അവന്റെ റൈറ്റ് ബ്രെയിൻ ആണ് കൂടുതൽ, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവന്റെ ക്രിയേറ്റിവിറ്റി, കലാപരമായ കാര്യങ്ങളൊക്കെ വളരെ മിടുമിടുക്കനായിട്ടാണ് അവനായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ചെറിയ കുട്ടികളുടെ മാതാപിതാക്കൾ ഇത് ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കുട്ടികൾ ഇടത്തെ കൈകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധിച്ച് തറവാടിയാവണമെങ്കിൽ വലത്തെ കൈ കൊണ്ട് എഴുതണം എന്നും പറഞ്ഞ് നിർബന്ധപൂർവം വലത്തെ കൈയിലേക്ക് മാറ്റി എന്ന് സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്. നിങ്ങൾ എല്ലാവരും പറ്റുമെങ്കിൽ എന്നെ ശ്രവിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയും, ഇത്രയും ദിവസം വലത്തെ കൈ കൊണ്ടാണല്ലോ നമ്മൾ ബ്രഷ് ചെയ്തിരുന്നത്. ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് റൈറ്റ് ഹാൻഡ് കൊണ്ട് ബ്രഷ് ചെയ്യുന്നതിന് പകരം യു ജസ്റ്റ് ഗോ ഫോർ എ ചേഞ്ച് ആൻഡ് യു ബ്രഷ് വിത്ത് യുവർ ലെഫ്റ്റ് ഹാൻഡ്. വിഷമായോ പറഞ്ഞത്? അയ്യോ, രാത്രി ബ്രഷ് ചെയ്യുന്ന പരിപാടി ഇല്ല അല്ലെ? ഓക്കെ, വേണ്ട, വിട്ടുകളി, ഡോണ്ട് വറി. നാളെ രാവിലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് യു ജസ്റ്റ് ഗോ ഫോർ എ ചേഞ്ച്. ഓക്കെ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നാളെ രാവിലെ തുടങ്ങിയിട്ട് യു ജസ്റ്റ് ഗോ ഫോർ എ ചേഞ്ച്. ഇത്രയും നാളെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്തതൊക്കെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്തതൊക്കെ റൈറ്റ് ഹാൻഡ് കൊണ്ടും യു ഗോ ഫോർ എ ചേഞ്ച്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഏറ്റവും നല്ല രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന ഫിൻലാൻഡ്, ഡെൻമാർക്ക് പോലെയുള്ള വളരെ അഡ്വാൻസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഏറ്റവും അഡ്വാൻസ് ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ കൊണ്ട് രണ്ട് കൈ കൊണ്ടും കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ്. എഴുതുന്ന കാര്യങ്ങളിലും പഠിപ്പിക്കുന്ന കാര്യങ്ങളിലും പഠിക്കുന്ന കാര്യങ്ങളിലും ഒക്കെ രണ്ട് കൈ കൊണ്ടും കാര്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് ബ്രെയിനും വളരെ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകുന്ന രീതിയാണ് അവർ അവലംബിക്കുന്നത്. കൊണ്ട് ഞാൻ പറയും, യു ഹാവ് ടു ക്യാപിറ്റലൈസ് ദെയർ ബ്രെയിൻ. ഹോപ്പ് യു ആർ ഗെറ്റിംഗ്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഡു യു വാണ്ട് ടു ഹിയർ മോർ അബൌട്ട് ഇറ്റ്? If you want to hear more about it, you have to put in the chat box yes. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കണമെങ്കിൽ you have to put yes in the chat box. അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തും. Yes, Do you want to hear more about it? എല്ലാരും yes പറയുകയാണ്. Okay, okay, fine. അതുകൊണ്ട് my dear friends, you have to use your both the brains. കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഏത് സമയവും അവരുടെ കയ്യിൽ മൊബൈൽ കൊടുത്തുകൊണ്ട്, നമ്മളെല്ലാരും ചെയ്യണത് അതാണല്ലോ, നമുക്ക് കോഴിക്കറി ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോകുമ്പോൾ കുട്ടികളെ കൊണ്ട് ശല്യമില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ മൊബൈൽ കൊടുത്ത്, മോനെ കുട്ടപ്പ നീ അതിരുന്ന് കളിച്ചോളൂ എന്ന് പറഞ്ഞ് അത് കയ്യിലെടുത്ത് കൊടുക്കുമ്പോൾ അവന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിന് പകരം എന്താണ് വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ ദേ ഷുഡ് പ്ലേ ലൈക്ക് എനിത്തിങ്. അവർ കളിക്കണം, ഓടിച്ചാടി കളിക്കണം. നിങ്ങൾ എല്ലാവരും വലത്തെ കൈ ഒന്ന് ഉയർത്തിയേ, വലത്തെ കൈ ഒന്ന് ഉയർത്തേ. കമോൺ എവരിബഡി, റൈറ്റ് ഹാൻഡ്. ഓക്കെ, താഴ്ത്തിക്കോളൂ. ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് ഉയർത്തേ, ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് ഉയർത്തേ. എവരിബഡി കമോൺ. ഓക്കെ, ഞാൻ റൈറ്റ് ഹാൻഡ് ഉയർത്താൻ പറയുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് ബ്രെയിൻ ആണ് കൂടുതൽ ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഉയർത്താൻ പറയുമ്പോൾ റൈറ്റ് ബ്രെയിൻ ഈസ് ആക്റ്റീവ് മോർ. നേരെ ഉൾട്ട പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, ഇഫ് യു വാണ്ട് ടു മേക്ക് യുവർ റൈറ്റ് ബ്രെയിൻ മോർ ആക്റ്റീവ്, ഡു സംതിങ് വിത്ത് യുവർ ലെഫ്റ്റ് ഹാൻഡ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു മേക്ക് യുവർ ബ്രെയിൻ ലെഫ്റ്റ് ബ്രെയിൻ മോർ ആക്റ്റീവ്, ഡു സംതിങ് വിത്ത് യുവർ റൈറ്റ് ഹാൻഡ്. അപ്പൊ അതിനാണ് പറയുന്നത് കുട്ടികൾ കളിക്കണം. അത്തരത്തിൽ ചെയ്യുമ്പം റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും സ്റ്റിമുലേറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് ബ്രെയിൻ ജിമ്മിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. കുട്ടികൾ പഠിക്കാൻ മോശമാകുമ്പം, ഐ എം എ പേഴ്സൺ സ്പെഷ്യലൈസ്ഡ് ഇൻ ദ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ലേണിംഗ് ഡിസോർഡറിലൊക്കെ കൂടുതൽ കുട്ടികളെ സഹായിക്കുന്ന ഡോക്ടർ എന്ന നിലയ്ക്കും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഒരു പഠിപ്പ് എന്നുള്ള രീതിയിൽ കുട്ടികൾ പോകുമ്പം ഒരു കുട്ടികൾക്കും പഠിപ്പ് മോശമായി എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഏത് കുട്ടി രീതിയിൽ ബാക്കിലേക്ക് പോകുമ്പം അവരെ ഉണർത്താനായിട്ടുള്ള ഏറ്റവും ഈസി മെത്തേഡാണ് അവരെ കൊണ്ട് കളിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത്, കുട്ടികൾ പഠിക്കുന്നതില് മോശമാവുമ്പം പഠിക്കൂ എന്ന് പറയുന്ന ഏറ്റവും ബോറടിക്കുന്ന വാക്കാണ് പറയുന്നത്. ഞാനും പഠിക്കുന്ന കാലത്ത് ആരെങ്കിലും പഠിക്കൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അലർജിയാണ്. നിങ്ങൾക്ക് അലർജി ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. സുനിലിന് അലർജി ഉണ്ടായാണോ? ഞങ്ങളൊക്കെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. എനിക്ക് ഭയങ്കര അലർജി ആയിരുന്നു പഠിക്കുക എന്ന് പറഞ്ഞു. ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ, പഠിക്കുക എന്നതിന് പകരം കുട്ടികളെ കുറച്ചു സമയം കളിപ്പിക്കുകയും അതിനുശേഷം പഠിപ്പിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, കുട്ടികളുടെ ഇന്റലിജൻസ്. കുട്ടികളുടെ ഇന്റലിജൻസ് മനസ്സിലാക്കാനായിട്ട് അവരുടെ നേരത്തെ കഴിവുകൾ ഞാൻ ചോദിച്ചു. അതേപോലെ തന്നെ അവരുടെ ഇന്റലിജൻസ് ഏത് മേഖലയിലാണ് എന്ന് അറിയാൻ സാധിക്കുമെങ്കിൽ, നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് ഒരു 8ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നമ്മൾ നടത്തണം. അതിനുള്ള മാർഗങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. We always conduct this career guidance and aptitude test for the students.
അപ്പൊ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ദിസ് ഇസ് കോൾഡ് മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. വളരെ വേഗത്തിൽ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. 8 kinds of intelligence അല്ല, ഇന്ന് 9 kinds of intelligence നമ്മൾ സംസാരിക്കുന്നു. ഞാനൊന്ന് ഓടിച്ചിട്ട് പറയാം നിങ്ങളുടെ ഒരു നോളേജിന് വേണ്ടിയിട്ട്. നമ്പർ 1 is verbal linguistic intelligence. ചില കുട്ടികൾക്ക് ഭാഷകൾ വെച്ച് കളിക്കുവാൻ വളരെ മിടുക്കരാണ് അവര്. ഭാഷ എന്ന് പറഞ്ഞാൽ അവര് കേരളത്തിൽ ഇരിക്കുമ്പോൾ അവര് വളരെ ഈസി ആയിട്ട് മലയാളം അവര് വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നു. അവിടുന്ന് അവര് തമിഴ്നാട്ടിലെത്തുമ്പം അവര് തമിഴ് വളരെ നന്നായിട്ട് സംസാരിക്കുന്നു. കർണാടകയിൽ പോയ തുളു കൊങ്ങിണി കന്നഡ സംസാരിക്കുന്നു. അവിടുന്ന് അവര് ഫ്ലൈറ്റ് കയറി അബുദാബിയിൽ എത്തിക്കഴിഞ്ഞാൽ അറബിയും സംസാരിക്കും, ഏത് ഭാഷയും സംസാരിക്കും, ഇംഗ്ലീഷും സംസാരിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, ദേ പ്ലേ വിത്ത് ലാംഗ്വേജസ്. ആ കുട്ടികളാണ് നമ്മൾ സാധാരണ പറയാ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. വളരെ ഷോർട്ട് ആയിട്ട് പറയാണ് കേട്ടോ. ആൻഡ് വീണ്ടും രണ്ടാമത്തെ കാര്യം ലോജിക്കൽ മാത്തമാറ്റിക് ഇന്റലിജൻസ്. അതായത് അവർക്ക് ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഈസിയാണ്, കണക്കുപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഈസിയാണ്. ദേ ഓൾവേസ് ഫൈൻഡ് ഫൺ ഇൻ മാത്തമാറ്റിക്സ്. അവർ നല്ല എഞ്ചിനീയേഴ്സ് ഒക്കെ ആവാൻ പോകുന്ന കുട്ടികളാണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്, നമുക്ക് ആർക്കിടെക്ചർ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആവാൻ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മമ്മൂക്കയെ പോലെ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ആഘോഷിച്ച മമ്മൂക്കയെ പോലെ എന്ത് കണ്ടാലും അതിനെ അഭിനയിച്ചു കാണിക്കാനും പെർസെപ്ഷൻ ലെവൽ കൂടുതലുള്ള കുട്ടികളെ ഉള്ള കഴിവുള്ള കുട്ടികൾക്കാണ് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്. നാലാമത്തെ ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ്. ശരീരം വെച്ചത് സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഫൈൻ മോട്ടോർ ഇന്റലിജൻസ് കൂടുതലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്കിൽസ് വീണ്ടും കൂടുതലുള്ള കുട്ടികൾ, അവർ ഭാവിയിൽ വീണ്ടും എഞ്ചിനീയേഴ്സ് ഒക്കെ ആവാം. ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ്, ശരീരം വെച്ച് എറോബിക്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ള കുട്ടികളാണ് ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ്. വീണ്ടും മ്യൂസിക് റിതമിക് ഇന്റലിജൻസ്, എ ആർ റഹ്മാനെ പോലെ സ്റ്റീഫൻ ദേവസിയെ പോലെയൊക്കെ ആവാൻ കഴിവുള്ള കുട്ടികളാണ് മ്യൂസിക് റിതമിക് ഇന്റലിജൻസ്. 6th one is ഇന്റർപേഴ്സണൽ അല്ലെങ്കിൽ സോഷ്യൽ ഇന്റലിജൻസ്. ആരുമായിട്ട് പെട്ടെന്ന് സൗഹൃദം ആവുന്നു, ഫ്രണ്ട്ഷിപ്പ് പെട്ടെന്ന് ഉണ്ടാക്കുന്നു, പെട്ടെന്ന് റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടാക്കുന്ന കുട്ടികളാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. 7th one is ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. അതായത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം വരികയും അതിന്റെ അപ്പുറത്തേക്ക് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ലെവലിലേക്ക് പോകുമ്പോഴാണ് 8ാമത്തെ അല്ലെങ്കിൽ 9ാമത്തെ ഇന്റലിജൻസ് ആയ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഇന്റലിജൻസ് പറയുന്ന ഇവിടെ എഴുതാത്ത ഒരു ഇന്റലിജൻസും കൂടി ഞാൻ ഹൈലൈറ്റ് ചെയ്യാം. ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് വൺ, നാച്ചുറലിസ്റ്റിക് അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡ് ഇന്റലിജൻസ്. പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന, മൃഗങ്ങളോട് താല്പര്യം അല്ലെങ്കിൽ ചെടിയോടും മരങ്ങളോടും ഒക്കെ താല്പര്യമുള്ള 8ാമത്തെ ഇന്റലിജൻസ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ എന്തുകൊണ്ടാണ് ഈ ഇന്റലിജൻസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തത്? നമ്മുടെ മക്കൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇന്റലിജൻസ് മാത്രമല്ല 2-3 ഇന്റലിജൻസിനോട് താല്പര്യം ഉണ്ടാവാം. ആ 2-3 ഇന്റലിജൻസിൽ അവർക്ക് ഏതിനോടാണ് പാഷൻ, താല്പര്യം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിൽ, അവരെ ഒബ്സർവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അവരെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ നമ്മൾ അത്തരത്തിൽ അവരെ മോൾഡ് ചെയ്തെടുക്കുകയും മോട്ടിവേറ്റ് ചെയ്യുകയും അതിനുവേണ്ടി മെന്ററിങ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള, അവര് പാഷനേറ്റ് ആയിട്ടുള്ള, അവർ എൻത്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് അവരെ തിരഞ്ഞെടുക്കുകയും അവര് അതില് വളരെ നന്നായിട്ട് എക്സൽ ചെയ്യുവാൻ അവരെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അവരുടെ കഴിവുകളെ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കഥ വീണ്ടും ഞാൻ പറയണോ എന്നാണ് ഞാൻ ചിന്തിക്കണേ. കാരണം അദ്ദേഹം പഠിത്തത്തിൽ എന്തായിരുന്നു എന്ന് ഞാൻ വീണ്ടും പറയുന്നില്ല പരസ്യമായിട്ട്. പക്ഷേ അദ്ദേഹത്തിന് കളിക്കാൻ മിടുക്കനായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് വൈ ഹി ബിക്കേം എ മാസ്റ്റർ ബ്ലാസ്റ്റർ ഓർ ഗോഡ് ഓഫ് ക്രിക്കറ്റ്. ഷാരൂഖ് ഖാൻ എങ്ങനെ സിനിമ നടനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയാം, അദ്ദേഹത്തിന് അഭിനയിക്കാനാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ല കഴിവ്. അപ്പം കഴിവ് എന്തിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടികളെ അതില് ക്യാപിറ്റലൈസ് ചെയ്യാൻ അവനെ പഠിപ്പിക്കുമ്പം ഡെഫിനറ്റ്ലി ദേ ആർ ഗോയിങ് ടു ബിക്കം മോർ സക്സസ്ഫുൾ. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കുട്ടികളുടെ കഴിവുകളെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ബിക്കം മോർ സെൽഫ് സാറ്റിസ്ഫൈഡ്. ആ കഴിവുകളെ മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ആത്മ അഭിമാനം കൂടുക. സ്വന്തം കഴിവുകളുടെ ആത്മാഭിമാനം കൂടുമ്പം they will start respecting themselves. അവരെ തന്നെ റെസ്പെക്ട് ചെയ്യാൻ അവർ ആരംഭിക്കും. and that improves their confidence. അതാണ് അവരുടെ ആത്മധൈര്യം കൂട്ടം. ഈ ആത്മധൈര്യം കൂട്ടലാണ് അവരെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരാം. എൻ്റെ അടുത്തേക്ക് ഒരുപാട് മക്കളെ കൊണ്ടുവരുന്നുണ്ട്. അവര് ആരോടും മിണ്ടുന്നില്ല, അന്തർമുഖനായി മാറുന്നു, ഇൻട്രോവേർട്ടായി മാറുന്നു, ആരോടും സംസാരിക്കുന്നില്ല, സ്റ്റേജിൽ കയറിയ കൈയും കാലും പറയ്ക്കുന്നു, കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാറുണ്ട്. ഞാൻ പറയും, ഒരുത്തനും അന്തർമുഖനല്ല, ഒരുത്തനും ഇൻട്രോവേർട്ട് അല്ല. അവന് കിട്ടേണ്ട രീതിയില് അവന് നല്ല അവസരങ്ങൾ കിട്ടുമ്പം, ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പം, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് അവന്റെ ജീവിതത്തിൽ വരുമ്പം ഹി വിൽ ബിക്കം കോൺഫിഡൻസ്. അതുകൊണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയാം, നമ്മുടെ ചേർച്ചിൽ, സെന്റ് പോൾസ് ചേർച്ചിൽ
ഇത്തരത്തിലുള്ള അവസരങ്ങൾ വരുമ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം നടന്നു എന്ന് ഇതിന്റെ ഇനോഗ്രേഷൻ സമയത്ത് പറയുകയുണ്ടായി. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ വരുമ്പം നമ്മുടെ മക്കളെ പള്ളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം. പാർട്ടിസിപ്പേഷൻ ആണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. സ്റ്റേജിൽ കയറാൻ പറ്റുന്ന അവസരങ്ങളിൽ മുഴുവൻ സ്റ്റേജിൽ കയറ്റണം. സ്റ്റേജിൽ കയറ്റുമ്പം ഓരോ പ്രാവശ്യം സ്റ്റേജിൽ കയറുമ്പോൾ സമ്മാനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഓരോ പ്രാവശ്യം സ്റ്റേജിൽ കയറുമ്പോൾ മറ്റുള്ളവർ കൈയടിക്കുമ്പം ദേ ഫീൽ ഹാപ്പി. ഈ ഹാപ്പിനെസ് എന്ന് അവർക്ക് കഴിവുകളുണ്ട്, എന്തൊക്കെയോ ചെറിയ കഴിവുണ്ടെന്ന് തോന്നുമ്പം ദേ ഫീൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. അവിടെ നിന്നാണ് ആത്മാഭിമാനം കൂടാ. അപ്പൊ അവർക്ക് തന്നെ തോന്നും എനിക്ക് എന്തൊക്കെയോ ഉണ്ട്, ആൻഡ് ദേ ഫീൽ ദാറ്റ് കൈൻഡ് ഓഫ് റെസ്പെക്ട്. ആ സ്വന്തമായിട്ട് നമുക്ക് നമ്മളോട് തോന്നുന്ന ആ ഒരു ബഹുമാനമാണ് കോൺഫിഡൻസ് കൂട്ടാം. ഈ കോൺഫിഡൻസ് ആണ് മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മളുടെ വിൽ പവറും ഗ്രിറ്റും കൂട്ടാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് സൂയിസൈഡ് റേറ്റ് കൂടുന്നു. ടിക്ടോക്കിലെ ഒരുപാട് കഥാപാത്രങ്ങൾ മരിച്ചു പോകുന്നു. നമ്മൾ കണ്ടിരുന്നു ഒരു ഫേമസ് ഫിലിം സ്റ്റാർ മരിച്ചു പോകുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പം, തോൽവികൾ വരുമ്പം ചെറുപ്പക്കാർ ജീവിതം അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ തോറ്റ് പിന്മാറാതെ എന്ത് പ്രതിസന്ധികൾ വന്നാലും ജീവിതത്തിൽ ഞാൻ ജയിക്കും എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കോൺഫിഡൻസ് നമ്മുടെ മക്കൾക്ക് കൊടുക്കണമെങ്കിൽ സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ള മക്കളായിട്ട് വളർത്തുമ്പോഴാണ് അവർക്ക് ഒരു ഹാപ്പിനെസ് ലെവല് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുക. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയുമായിട്ട് മുമ്പോട്ട് പോകുമ്പം അടുത്ത ലെവലിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, പാരന്റിങ് ഈസ് ഓൾവേസ് ഗാർഡനിങ്. പാരന്റിങ് ഈസ് ഓൾവേസ് ഗാർഡനിങ് എന്ന് പറയുമ്പം ഐ വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് എ ഇന്ത്യൻ, കർണാടകയിൽ നിന്നുള്ള സാത്വിക് ഹെഗ്ഡെയെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം. നിങ്ങൾ ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടാവും. എവിടെയാണെന്നറിയോ? This photo is one of the most powerful selfies in the world. ലോകത്തിലെ ഏറ്റവും പവർഫുൾ സെൽഫി ആയിട്ട് 2019 പറഞ്ഞ ഒരു ഫോട്ടോ ആണ് അത്. നിങ്ങൾ എത്ര പേര് കണ്ടോന്ന് എനിക്കറിയില്ല. അദ്ദേഹം ആ മിടുകൻ പയ്യൻ ആ ഫോട്ടോ എടുത്തത് ആരുടെ കൂടെയാണ്? മോസ്റ്റ് പവർഫുൾ എന്ന് പറയുന്ന നമ്മുടെ ട്രംപ് അങ്കിളുടെയും മോഡി അങ്കിളുടെയും കൂടെയാണ് സാത്വിക് ഹെഗ്ഡെ ഫോട്ടോ എടുക്കുന്നത്. ഈ ഫോട്ടോക്കുള്ള പ്രസക്തി എന്താണ്? അവന്റെ കൂട്ടുകാരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ട്രംപ് അങ്കിളും മോഡി അങ്കിളും കൂടി നടന്നു പോകുന്ന സമയത്ത് അങ്കിളെ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടുന്ന ഒരു കോൺഫിഡൻസ് അവൻ കാണിച്ചപ്പം ട്രംപ് അങ്കിളും മോഡി അങ്കിളും കൂടി അവനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. ഞാൻ നിങ്ങളോട്, എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ മക്കളെ അവിടെ അപ്പുറത്ത് നിന്ന് കൈ കൊട്ടുന്ന പെൺകുട്ടികളുടെ നിരയിൽ നിർത്താനാണോ നിങ്ങൾക്ക് ആഗ്രഹം? അല്ലെങ്കിൽ സാത്വിക് ഹെഗ്ഡെയെ പോലെ വെള്ള ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന ആ മിടുക്കനെ പോലെയുള്ള ഒരു മിടുക്കനാക്കാനാണോ നിങ്ങളുടെ ആഗ്രഹം എന്നാണ് ഞാൻ ചോദിക്കുക. മൈ ഡിയർ ഫ്രണ്ട്സ്, കോൺഫിഡൻസ് ഉള്ള മക്കളെ ഉണർത്തണമെങ്കിൽ, ഉയർത്തണമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ, പാരന്റിങ് ഈസ് ഗാർഡനിങ്. യു ഹാവ് ടു നറിഷ് യുവർ കിഡ്സ്. നിങ്ങളുടെ മക്കളെ നറിഷ് ചെയ്യണമെങ്കിൽ, നമ്മുടെ മക്കളെ കയ്യടി വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉയർത്തണമെങ്കിൽ ദേ ഷുഡ് ഹാവ് ദ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് ഉള്ള മക്കളെ എവിടെയും നിവർന്നു നിന്നുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ടടുത്ത് ചോദിക്കാനും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുവാനും കഴിവുള്ള മിടുക്കന്മാരായിട്ട് വളർത്തണമെങ്കിൽ വി ഹാവ് ടു നറിഷ് ദം വിത്ത് എ പോസിറ്റീവ് സെൻസ്. അതുകൊണ്ട് ഞാൻ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താണ്. യു ഗെറ്റ് റെഡി ഫോർ എ ക്യൂസ്. ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ വ്യക്തി ആരാണെന്നാണ് നിങ്ങൾ ഉത്തരം പറയാൻ പോകുന്നത് കേട്ടോ. A young man's dream to be an artist was crushed when his application to enter the Fine Arts Academy was rejected. His crushed dreams turned to be a tragic nightmare for the world. He painted these pictures. വളരെ വലിയൊരു കലാകാരനാണ്. ഫൈൻ ആർട്സ് അക്കാഡമിയിൽ ഇദ്ദേഹത്തിനെ അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ലോക ചരിത്രം തന്നെ മാറിപ്പോയെന്നാണ് പറയുന്നത്. ഇദ്ദേഹം വരച്ച ഏതാനും പടങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഫൈൻ ആർട്സ് അക്കാഡമിയിൽ അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ ലോക ചരിത്രം തന്നെ മാറിപ്പോയെന്നെ. സെബി ഉത്തരങ്ങൾ വരുന്നുണ്ടെങ്കിൽ വിളിച്ചു പറയണം. ഇദ്ദേഹം വരച്ച മനോഹരമായ പടങ്ങളാണ്. വിയനാസ് ഫൈൻ ആർട്സ് അക്കാഡമിയിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ ലോക ചരിത്രം തന്നെ മാറിപ്പോയെന്ന്. If you had been accepted by the academy, the world's history would have been different. His name was? Any answers? ഒന്നും വന്നിട്ടില്ല. At the end of 1908, his mother died of breast cancer. പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഉത്തരം? അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ട്. After his mother's death, he spent 4 years living on the streets of Vienna, selling postcards of his artwork to make a little money. And he was, ആരാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്? അലീഷ്യ. ഒരു കയ്യടി, നന്നായിട്ട് ഒരു കയ്യടി കൊടുക്കാം. And that is a good guess. That is Adolf Hitler. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഈ മനോഹരമായ പടങ്ങൾ
ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് അഡോൾഫ് ഹിറ്റ്ലറാണ്. ഞാൻ എന്നെ ശ്രവിക്കുന്ന എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഡിയർ ഫ്രണ്ട്സ്, അഡോൾഫ് ഹിറ്റ്ലറിന് വിയന്നസ് അക്കാഡമി ഓഫ് ഫൈനാൻസിൽ അഡ്മിഷൻ കൊടുത്തിരുന്നെങ്കിൽ ലോക ചരിത്രം തന്നെ മാറിപ്പോയേനെ. മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ ടെൽ യു സംതിങ്, യു കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്. നമ്മുടെ മക്കളെ വളർത്തുമ്പം ഒരു ലോ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം ഇല്ലാത്ത കുട്ടികളായിട്ട് വളർത്തി കഴിഞ്ഞാൽ that creates a bad self image, a poor behavior and terrible results. അതുകൊണ്ട് ഒരു നെഗറ്റീവ് സൈക്കിളിലേക്ക് നമ്മുടെ മക്കളെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കോൺഫിഡൻസ് ഉള്ള ഹാപ്പി ആയിട്ടുള്ള മക്കളെ വളർത്താം. കാരണം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സൈക്കിൾ പോകുമ്പം, ഒരു ആത്മാഭിമാനം കുറഞ്ഞ മക്കളാകുമ്പം, ആത്മാഭിമാനം ഇല്ലെങ്കിൽ നമുക്ക് എന്തു ആവാം. നിങ്ങൾ ആത്മാഭിമാനം കുറഞ്ഞ ചില ആൾക്കാരെ ഈ സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ടോ എന്ന് എനിക്കൊരു സംശയം. കേരളത്തിൽ വന്നിട്ടുള്ള നിങ്ങളൊക്കെ ഈ സ്ഥലം പരിചയം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ അറിയാണാവോ? നിങ്ങൾ അബുദാബിയിലല്ലേ? ഈ സ്ഥലം നിങ്ങൾക്ക് വലിയ പരിചയം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ മുണ്ടും മുളച്ചു കുത്തി നിൽക്കാൻ ഒരു വിഷമവും ഇല്ല. അപ്പൊ സ്ത്രീ ജനങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ സ്ത്രീകളൊന്നും ഇല്ലല്ലോ എന്ന്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആണുങ്ങളായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ ഇന്ന് ഈ കാര്യത്തിൽ ഒരു മോശവും ഇല്ല. ആത്മാഭിമാനം മാറിക്കഴിയുമ്പം സിഗരറ്റ് വലിക്കാനും കള്ളു കുടിക്കാനും കഞ്ചാവ് അടിക്കാനും ഇന്ന് കേരളത്തിൽ യാതൊരു വിഷമവും ഇല്ല. നിങ്ങൾ എല്ലാവരും മലയാളികളായതുകൊണ്ട്, ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് കൊണ്ടും ഞാൻ പറയും, നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് ജീവിതങ്ങൾ പോകുന്നു. അതിന്റെ കൂടെയാണ് മദർ തെരേസ പറഞ്ഞിരിക്കുന്നത്, ഹങ്കർ ഫോർ ലവ് ഈസ് മച്ച് മോർ ഡിഫിക്കൽട്ട് ടു റിമൂവ് ദാൻ ദ ഹങ്കർ ഫോർ ബ്രെഡ് എന്ന് മദർ തെരേസ പറയുമ്പോൾ, താഴെ നിക്കി പറഞ്ഞിരിക്കുന്ന ഒരു വാചകം, വി ലവ് ബിക്കോസ് ഇറ്റ് ഈസ് ദ ഓൺലി ട്രൂ അഡ്വെഞ്ചർ. ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ സ്നേഹം വളരെ നല്ലതാണ് മദർ തെരേസ പറയുമ്പോഴും നിക്കി പറഞ്ഞിരിക്കുന്ന കാര്യം, ലവ് ഈസ് ബിക്കമിങ് ആൻ അഡ്വെഞ്ചർ. അതുകൊണ്ട് തന്നെ ലവ് ഈസ് ബിക്കമിങ് സംടൈംസ് എ ലസ്റ്റ്. ഇന്ന് എന്റെ അടുത്തേക്ക് ഒരുപാട് പേര്, ഇന്നും വന്നിരുന്നു കുറെ പേര്, ഞാൻ പറയും ഇന്ന് ഒരുപാട് പേര് ലവ് ഒന്ന് ലസ്റ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ പാരന്റ്സിന് ടെൻഷൻ അടിച്ച് ഒരുപാട് പേര് എന്റെ ക്ലിനിക്കിലേക്ക് വരുന്നുണ്ട്. ഈ ചെറിയ പെൺകുട്ടികൾ 14-15 വയസ്സ്, പരസ്യമായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ 16 വയസ്സിൽ പോലും, നിങ്ങൾ പേപ്പറിൽ വായിക്കുന്ന കാര്യമായതുകൊണ്ട് പറയാൻ വിഷമമില്ല, 16 വയസ്സിൽ പോലും അബോർഷൻ കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഞാൻ കേരളത്തിലെ കാര്യം പറയണമെന്ന് മാത്രം. ബട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഒരുപാട് പെൺകുട്ടികൾക്കും മണ്ടത്തരം പറ്റുന്നു, ആൺകുട്ടികൾക്കും മണ്ടത്തരം പറ്റുന്നു. അതുകൊണ്ട് ആത്മാഭിമാനമുള്ള മക്കളായിട്ട് വളർത്താം. ഇന്ന് പല ആൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അതൊരു ബെഡ്ഷീറ്റ് മാത്രമാണ്. ഒരു ചേട്ടൻ ബെഡ്ഷീറ്റ് കിടന്ന് ഉറങ്ങണതാണ്. ചില ആൺകുട്ടികൾക്ക് ഈ ചിന്ത മാത്രമേ ഉള്ളൂ, സെക്സ് ആയിട്ടുള്ള ചിന്തകൾ മാത്രം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ നിങ്ങൾ ഒരിക്കലും ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ? അല്ല, പെൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള ചിന്തകൾ മാത്രമായിട്ട് മുമ്പോട്ട് പോകുന്ന രീതികളുണ്ട്. ഇത് നിങ്ങൾ വിചാരിക്കും കൗമാര പ്രായത്തിൽ മാത്രമാണോ എന്നുള്ളത്. അല്ല, വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങി ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഇന്ന് കുട്ടികളുടെ ഇടയിൽ കാണുന്നു. അതുകൊണ്ട് അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ്സ് നമ്മുടെ ന്യൂസ് പേപ്പറുകളിലും വരുന്നു. അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിൽ വന്നൊരു വാർത്ത, റൈസ് ഇൻ ബോയ്സ് സെക്സ് വർക്കേഴ്സ് ഇൻ മലപ്പുറം എന്ന്. ഇത് ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ്. ഡെക്കൻ ക്രോണിക്കിളില് കുറച്ച് ഒരു 1-1.5 വർഷങ്ങൾക്ക് മുമ്പ് ഡെക്കൻ ക്രോണിക്കിളിൽ വന്ന ഒരു വാർത്തയാണിത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത്തരത്തിലുള്ള നെഗറ്റീവിന്റെ കൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മഹത്തായ പ്രശ്നം, ചെറിയ കുട്ടികളുടെ ഇടയിലും വലിയ കുട്ടികളുടെ ഇടയിലും വലിയ ആൾക്കാരുടെ ഇടയിലുമുള്ള ഏറ്റവും വലിയ പ്രശ്നം മൂക്കിന്റെ അറ്റത്ത് ശുണ്ഠി അല്ലെങ്കിൽ ദേഷ്യം. ഞാൻ എന്നെ കേൾക്കുന്ന, എന്നെ ശ്രവിക്കുന്ന വ്യക്തികളോട്, മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. നമ്മളുടെ ആത്മാഭിമാനം കുറയാത്ത രീതിയിൽ, നല്ല സന്തോഷമുള്ള രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ മക്കളെ വളർത്താം. ഇന്ന് ലോക്ക്ഡൌൺ കാലത്ത് എല്ലാവരും ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള ലാപ്ടോപ്പിന്റെ മുമ്പിലാണ്. നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുത്തുമ്പോൾ കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അവർ ഗൂഗിൾ ചെയ്യാനും ബ്രൗസ് ചെയ്യാനും വേണ്ടിയിരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിനാണ്. പക്ഷെ നിങ്ങൾക്ക് അത് വായിക്കേണ്ടതൊക്കെ വായിച്ചു പോവാട്ടോ. നിങ്ങൾക്ക് മനസ്സിനൊരു സുഖം കിട്ടാൻ വേണ്ടി മുകളിൽ എഴുതി വെച്ചു എന്ന് മാത്രം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, പക്ഷേ ആ കുട്ടികൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഗൂഗിൾ ചെയ്യുകയും അവർ കാണുകയും ചെയ്യുമ്പോൾ കുട്ടികൾ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ലൈഫിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് പെൺകുട്ടികളുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ ചേർക്കരുത് എന്ന് പോലും പോലീസ് പറയണത്. ഒരുപാട് പെൺകുട്ടികൾ ഫേസ്ബുക്കിലൊക്കെ അവരുടെ ഫോട്ടോ മാത്രമല്ല അതിൽ കൂടെ ചാറ്റ് ചെയ്തിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആൺകുട്ടികളായിട്ട് പരിചയപ്പെടാം. ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ആൺകുട്ടികളുമായിട്ട് റിലേഷൻഷിപ്പിലാവാം. എന്നിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അഡ്വഞ്ചറുകളിലേക്ക് പോവാം. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ശ്രദ്ധിക്കണം. പാരന്റ്സ് തന്നെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. രാത്രി കാലങ്ങളിൽ കിടക്കുന്ന സമയത്ത് ബെഡ്ഷീറ്റിന്റെ അടിയിൽ മൊബൈൽ വെച്ച് കിടന്നുറങ്ങി ആ അഡ്വഞ്ചർ ആസ്വദിച്ച് അവസാനം അമ്മ പോലും അറിയാത്ത സമയങ്ങളിൽ, അപ്പച്ചൻ പോലും അറിയാത്ത സമയങ്ങളിൽ വളരെ വലിയ ചാലഞ്ചസിലേക്ക് പോകുന്ന കുട്ടികൾ.
ഇതിനൊക്കെ കാരണമാവുന്നത് ചിലപ്പോൾ മാതാപിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയാ, ഇന്ന് ലോക്ക്ഡൌൺ സമയങ്ങളിൽ മിക്കപ്പോഴും കുട്ടികള് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് പാരന്റ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ. ലോക്ക്ഡൌൺ സമയത്ത് ടെൻഷനും സ്ട്രെസ്സും ഏറ്റവും കൂടുതൽ കൂടിയിരിക്കുന്ന ഒരു കാലമാണ് ഈ പാൻഡമിക് ടൈം എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൂടിയ ഒരു സമയവുമായിരുന്നു. ഞാൻ ഇത്രയും നേരം ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകും, എല്ലാ സൊല്യൂഷൻസ് ഞാൻ അവസാനം പറയാം. ബട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്. ബിൽഗേറ്റ്സ് പോലും നമ്മളെ ഏറ്റവും കൂടുതൽ ഇതൊക്കെ ഉപയോഗിക്കാൻ, കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന അദ്ദേഹം പോലും കുട്ടികൾക്ക് 14 വയസ്സ് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചു. പക്ഷെ ഇപ്പൊ നമുക്ക് യാതൊരു വഴിയില്ല, ഇതൊക്കെ കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല. ടിം കുക്ക് ആയാലും ജോബ്സ് ആയാലും ഇതൊക്കെ കുട്ടികളിൽ നിന്ന് അകറ്റി വെച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് നമുക്കറിയാം കുട്ടികൾക്ക് ഇത് കൊടുക്കാതിരിക്കാൻ സാധിക്കാത്തൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇന്ന് ഇറ്റ് ഈസ് വാട്ട് വി നീഡ് ടുഡേ ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ടെക്നോളജി, നോട്ട് മിയർലി ആൻ ഇൻഫോർമേഷൻ ടെക്നോളജി. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ടെക്നോളജി വരാൻ വേണ്ടിയിട്ട് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് പാരന്റിങ് ഈസ് ട്രാൻസ്ഫോമിങ്. ഒരു ട്രാൻസ്ഫോർമേഷൻ കുട്ടികളിൽ വരാൻ വേണ്ടിയിട്ട് പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ ഒരു മാറ്റം വരണമെങ്കിൽ പാരന്റ്സ് കുട്ടികളുടെ കൂടെ ആയിരിക്കണം. ഇറ്റ്സ് വെരി സിമ്പിൾ. പാരന്റ്സ് കുട്ടികളുടെ കൂടെ ആയിരിക്കണം. വീണ്ടും ഞാൻ പറയാണ്, എങ്ങനെ ആയിരിക്കണം? അവർക്ക് കൊടുക്കേണ്ടത് ലൈഫ് സ്കിൽ ട്രെയിനിങ് ആണ്. എന്താണ് ലൈഫ് സ്കിൽ ട്രെയിനിങ്? വീണ്ടും ഞാൻ പറയാ, നിങ്ങൾക്ക് ഈ ഗൂഗിൾ എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഗൂഗിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വലത്തെ കൈ ഒന്ന് ഉയർത്താം. ഗൂഗിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വലത്തെ കൈ ഉയർത്താം. ഗൂഗിളിന്റെ രണ്ടാമത്തെ ഒരു പ്രോഡക്റ്റ് ഏതെങ്കിലും ഗൂഗിളിന്റെ കൈ ഉയർത്തി പിടിച്ചോളൂ, കുഴപ്പമില്ല, കൈ വേണ്ടെടുക്കില്ല. ഓക്കെ, രണ്ടാമത്തെ ഒരു പ്രോഡക്റ്റ് ഗൂഗിളിന്റെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കൈ ഉയർത്താം. രണ്ടാമത്തെ കൈ ഉയർത്താം. ഗൂഗിളിന്റെ ഏതെങ്കിലും മറ്റൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കൈയും ഉയർത്താം. കമോൺ, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഗൂഗിളിന്റെ, യു ആർ ഓൾ ബ്രില്യന്റ് പീപ്പിൾ, കമോൺ. രണ്ട് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കൈയും ഉയർത്താം. ഗൂഗിളിന്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, രണ്ടാമത്തെ ഒരു പ്രോഡക്റ്റ്, ആകെ ഗൂഗിൾ മാത്രമേ ഉപയോഗിക്കണുള്ളൂ. രണ്ട് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കൈ ഉയർത്താം. ഓക്കെ, 3 പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എണീറ്റ് നിൽക്കാം. 3 പ്രോഡക്റ്റ് ഗൂഗിളിന്റെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കാം. ഞാൻ എണീറ്റ് നിന്നാൽ എനിക്ക് ഈ പ്രോഗ്രാം മുമ്പോട്ട് പോവില്ല, അതുകൊണ്ടാണ്. ഓക്കെ, 3 പ്രോഡക്റ്റ് ഗൂഗിളിന്റെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കാം. ഒന്ന് കുറെ നേരം ഇരിക്കണേ, ഒന്ന് എണീറ്റ് നിന്നോ. ആൻഡ് 5നേക്കാളും കൂടുതൽ ഗൂഗിളിന്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ക്ലാപ്പ് ഫോർ യുവർ സെൽഫ്. എണീറ്റ് നിന്നിട്ട് കൈയടിക്കാം. കം ഓൺ. ഓക്കെ, ഡൗൺ യുവർ ഹാൻഡ്സ്, കം ഓൺ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി ഒരു പ്രോഡക്റ്റ് അല്ല. യൂട്യൂബ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? ആൻഡ് യു ഹാവ് ദ സെക്കൻഡ് പ്രോഡക്റ്റ്, ആൻഡ് യു ഹാവ് ഗൂഗിൾ മാപ്സ്, ആൻഡ് അഗൈൻ ദ തേർഡ് പ്രോഡക്റ്റ്. വി ഹാവ് പ്ലെന്റി ഓഫ് പ്രോഡക്ട്സ്. ലെറ്റ് മീ ടെൽ യു മൈ ഡിയർ ഫ്രണ്ട്സ് വൺ തിങ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ 2 മിടുക്കന്മാരെ പരിചയപ്പെടുത്താം. എന്താണ് ആ 2 മിടുക്കന്മാര്? ലാരി പേജ് ആൻഡ് സെർജി ബ്രിൻ. ഞാൻ തന്നെ ഉത്തരം പറയാണ്, സമയം കളയണ്ടെന്ന് വെച്ചിട്ട്. എന്തുകൊണ്ടാണ് ലാരി പേജിനെയും സെർജി ബ്രിന്റെയും മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്? ഇവിടെ ഗൂഗിളിനെ പരിചയപ്പെടുത്തുമ്പോൾ യൂട്യൂബും ഗൂഗിൾ മാപ്സും ഇവിടെ 10-25 ലോഗോസ് കാണിക്കും. ഇതൊക്കെ അവരുടെ പ്രൊഡക്ട്സ് ആവുമ്പം ലാരി പേജിനും സെർജി ബ്രിന്റെയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പം വീണ്ടും ഞാൻ പറയാ, നമുക്ക് ഈ കോവിഡ് പീരീഡിന് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട ഒരു കഥയുണ്ട്, ആമേഡി മൊയിലിന്റെയും കഥ. ആൻഡ് ദാറ്റ് വാസ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ്. പക്ഷേ ഈ ലോക്ക്ഡൌൺ പീരീഡിന് മുമ്പ് നമ്മൾ ബിസിനസ് വേൾഡിലൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം, നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് വിൻസ് റേസ്. നമ്മൾ നല്ല ചുറുചുറുക്ക് വേണം, ഫാസ്റ്റ് ആവണം, ഫ്യൂരിയസ് ആവണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇനി നമ്മൾ ലോക്ക്ഡൌൺ കാലത്ത് ഇപ്പൊ പറയണത് നമുക്ക് നല്ല ക്ഷമ വേണം, സ്ഥിരോത്സാഹം വേണം. വി നീഡ് patience and perseverance. My dear friends, why you should have the patience and perseverance? ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പം നമ്മുടെ മക്കളെ ഒരു ജോബ് ഗിവർ ആയിട്ട് വളർത്തണോ, ഒരു ജോബ് സീക്കർ ആയിട്ട് വളർത്തണോ? അബുദാബിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന നിങ്ങൾക്കൊരു ചിന്ത തരാൻ വേണ്ടിയിട്ടാണ്. Dear friends, what makes the difference? What makes the difference? You think about it. നിങ്ങളുടെ മക്കൾക്ക് മറ്റുള്ളവർക്ക് ഒരു ജോലി നൽകുന്നവരായിട്ട് വളർത്തണോ, സീക്കറായിട്ട് വളർത്തണോ? വാട്ട് മേക്സ് ദ ഡിഫറൻസ്? ഒരു എംപ്ലോയർ ആവാൻ വേണ്ടി വളർത്തണോ, അല്ലെങ്കിൽ ജോലി വേണം അല്ലെങ്കിൽ ജോലിക്കാരനാവാൻ വേണ്ടി വളർത്തണമോ എന്നുള്ളതാണ് ചോദ്യം. മൈ ഡിയർ ഫ്രണ്ട്സ്, ആർ യു ഗിവിംഗ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ ടു അവർ ചിൽഡ്രൻ? ഞാൻ ഇന്ന് ഈ സെഷൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞത്,
ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുടങ്ങിയതെങ്കിൽ ഞാൻ പറയാം, മുമ്പ് ടീച്ചിങ് ഫോക്കസ്ഡ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഇന്ന് കോമ്പിറ്റൻസി ഫോക്കസ്ഡ് എഡ്യൂക്കേഷൻ ആണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം കുട്ടികളുടെ ടാലൻസ് പുറത്തേക്ക് കൊണ്ടുവരാണ് ഇന്നത്തെ ഫാഷൻ എന്ന് ഞാൻ പറയും. എന്തിനാണെന്നറിയോ? കുട്ടികളുടെ കമ്മ്യൂണിക്കേഷനും ക്രിയേറ്റിവിറ്റിയും ടീം വർക്ക് അല്ലെങ്കിൽ കൊളാബറേഷനും ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസും ഒക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ടത്. ലോകം മാറിയിരിക്കുന്നു. ഇന്ത്യയിലാണ് ആണെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ ഡെവലപ്പ് ചെയ്യാണ്. കാരണം ഇന്ന് എപ്പോഴും പഠിക്കാൻ മിടുക്കരായിട്ടുള്ള കുട്ടികൾ മാത്രമല്ല, കുറച്ച് മോശമായിട്ടുള്ള കുട്ടികളും ഒക്കെ ഇന്ന് പഠിക്കുന്ന മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ചാറ്റ് ബോക്സിൽ ഒന്ന് പെട്ടെന്ന് ആക്റ്റീവ് ആവാം. A4 എന്തായിരുന്നു, B4 എന്തായിരുന്നു, C4 എന്തായിരുന്നു, D4 എന്തായിരുന്നു, ഇപ്പോൾ എന്താണ്? ഇപ്പോൾ എന്തായിരുന്നു നമുക്കറിയാം. A4 ആപ്പിൾ ആണ്, B4 ബോൾ ആണ്, C4 D4 E4 ഒക്കെ ആയിക്കോട്ടെ. 2020 ഇപ്പോൾ നിങ്ങൾ ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ A4 എന്താണ്, B4 എന്താണ്, C4 എന്താണ്, D4 എന്താണ്, E4 എന്താണ്? കമോൺ, ബി ഇൻ ചാറ്റ് ബോക്സ്. എന്താണ് ഉത്തരങ്ങൾ? പെട്ടെന്നൊന്ന് ചാറ്റ് ബോക്സിലിട്ടെ. A4 what, B4 what, C4 what, D4 what? പെട്ടെന്നൊന്ന് ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് വന്നേ. കമോൺ, മേക്ക് ഇറ്റ് വെരി ഫാസ്റ്റ്. Ryan, A4 aeroplane. Okay, good. B4. B4 boring. അയ്യോ, ക്ലാസ് ബോറിംഗ് ആണെന്നാണോ പറയണേ? C4 Dalvin. Rossi Bijo attitude. Ryan, okay. B4 ball. A4 apple. Benny Pukara. Shaji. C4 COVID. Okay. My dear friends, A4 apple remains same. A4 apple ന് മാത്രം മാറ്റിൽ ഒരാള് എയറോപ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. Okay, whatever it is, good. And dear friends, B4 ball and C4 വേറെന്തോ C4 COVID എന്നാണ് ഉത്തരം നമ്മൾ കേട്ടത് അല്ലേ? ഒരാൾ C4 കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. C4 computer, that is a brilliant answer. Wonderful, great. കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി ചിന്തകൾക്ക്. അടുത്ത D4 determination റയാൻ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനർ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഡിറ്റർമിനേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, എനിത്തിങ് മോർ? E4 EQ. E4 EQ, ആൻഡ് വീണ്ടും ഒരു ട്രെയിനർ അവിടെ ഉണ്ട്. ഓക്കെ, EQ, ഇമോഷണൽ കോഷന്റ്. ഓക്കെ, വെരി ഗുഡ്. എനിത്തിങ് മോർ? അടുത്ത ഒരാൾ E4 എഡ്യൂക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാം. മൈ ഡിയർ ഫ്രണ്ട്സ്, A4 ആപ്പിൾ, B4 ബ്ലൂടൂത്ത്, C4 ചാറ്റ് ആൻഡ് D4 ഡൗൺലോഡ്, E4 ഇമെയിൽ, F4 ഫേസ്ബുക്ക് ആൻഡ് G4 Google, H for HP, I for iPhone, J for Java, and it goes like this. My dear friends, the world is changing. ഇന്നത്തെ ന്യൂ ജനറേഷന്റെ വാക്കുകൾ ഇതൊക്കെയാണ്. ഇന്ന് ലോകം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നു. ആസ് എ പാരന്റ്സ്, ആർ വി ചേഞ്ചിങ് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, പാരന്റ്സ് വി നീഡ് ടു ഗോ ഫോർ സം കൈൻഡ് ഓഫ് എ ട്രാൻസ്ഫോർമേഷൻ. ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ നമ്മൾക്ക് വരുത്തണം. ആ ട്രാൻസ്ഫോർമേഷൻ വരുത്തിയാൽ മാത്രമാണ് ഇന്നത്തെ കുട്ടികളുടെ കൂടെ നമുക്ക് കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അല്ലെങ്കിൽ കുട്ടികളെ നമ്മളെപ്പോഴും ഉപദേശങ്ങൾ കൊണ്ടും സജഷൻസ് കൊണ്ടും, കാരണം നമ്മളെക്കാളും ഭയങ്കര സ്പീഡുള്ള കുട്ടികളാണ്. നമ്മൾ പഠിക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് അവർ പഠിക്കും, കാര്യങ്ങൾ അവർ മനസ്സിലാക്കും. അല്ലെങ്കിൽ ഓൾവേസ് വി വിൽ ബി പെസ്റ്ററിങ് ദം എവറി മിനിറ്റ്. കാരണം ലോക്ക്ഡൌൺ പീരീഡിൽ ഇപ്പൊ വീട്ടിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അവർക്ക് നമ്മൾ പഠിക്കുന്നത് 1 മണിക്കൂർ എടുത്ത് പഠിക്കുന്നത് അവർ ചിലപ്പോൾ 15 മിനിറ്റ് കൊണ്ട് പഠിക്കും. ദേ ആർ ഷാർപ്പ്, ദേ ആർ മോർ അലേർട്ട്. ആൻഡ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കാനും പറ്റില്ല. അപ്പൊ ഏത് സമയവും നമ്മൾ അവരെ പെസ്റ്റർ ചെയ്യുമ്പം ദേ ഫീൽ ആംഗ്രി, ദേ ഫീൽ ഇറിറ്റബിൾ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. മുമ്പ് സ്റ്റെം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ഫോർ, ഞാൻ നിങ്ങളോട് ചോദിച്ചെടുക്കണില്ലേ, ഞാൻ പിന്നെ ഇത്തിരി വേഗത്തിൽ പോവാണ്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ആയിരുന്നെങ്കിൽ ഇന്ന് അത് മാറി പിടിക്കുവാണ്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ആർട്സ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് മാറ്റി പറയുകയുണ്ടായി. വീണ്ടും ഇപ്പൊ കാലഘട്ടം വീണ്ടും മാറിയിരിക്കുന്നു. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നുള്ളതിന് ആർട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ആർട്സ്, മാത്തമാറ്റിക്സ് എന്നതിന് പകരം വീണ്ടും സ്ട്രീം ആഡ് ചെയ്തു. സ്ട്രീം എന്താണ്? ആർ ഫോർ റീഡിംഗ് എന്നും കൂടി ആഡ് ചെയ്തിരിക്കുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, ദ വേൾഡ് ഈസ് ചേഞ്ചിങ്. ഇന്ന് നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ട ട്രാൻസ്ഫോർമേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അടുത്ത കാലഘട്ടത്തിലേക്ക് അവർക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ പറയും, കലാപരമായിട്ടുള്ള കാര്യങ്ങളും റീഡിങ്ങും കൂടി അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കണം. ഒരു കുട്ടി ഇന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് വേണ്ടുന്ന ഇൻപുട്സ് കൊടുക്കാൻ ആരംഭിച്ചിരിക്കുന്നു. കാരണം ബ്രെയിൻ്റെ ഡെവലപ്മെന്റിന്റെ ആദ്യ കാലഘട്ടം തുടങ്ങിയിട്ട് കുട്ടികളുടെ ക്യൂരിയോസിറ്റിയും ക്രിയേറ്റിവിറ്റിയും പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിങ്ങും പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും
സോഷ്യൽ സ്കിൽസും കോൺഫിഡൻസും കൂടാൻ വേണ്ടുന്ന രീതിയിലുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എല്ലാ സിലബസിലും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ, കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരന്റിംഗ് ഈസ് ട്രാൻസ്ഫോമിംഗിൽ നിന്നും പാരന്റിംഗ് ഈസ് എക്സ്പ്ലോറിംഗ്. കുട്ടികൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ ലോക്ക്ഡൌൺ കാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു ഫോട്ടോ ആണ് ഓൺലൈൻ ക്ലാസ് ഇതാണ് സത്യം എന്ന് പറയുന്ന ഒരു ഫോട്ടോ. ഗ്രാൻഡ് മദർ മകന് ഒരു, നിങ്ങൾക്ക് ഈ സ്ലൈഡ് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സെബി കാണാൻ സാധിക്കുന്നില്ലേ? കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഈ ഓൺലൈൻ ക്ലാസ് സംഭവിക്കുന്ന സമയത്ത് ഒരു അമ്മൂമ്മ കൊച്ചുമോന് നോട്ട്സ് എഴുതി കൊടുക്കുന്നു, മകൻ തലകുത്തി കിടന്ന് ക്ലാസ് കേൾക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള ട്രോളുകൾ ഇഷ്ടം പോലെ വാട്സാപ്പിൽ വന്നപ്പം ഞാൻ ഈ ഫോട്ടോ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചു, ഇതിനെക്കുറിച്ചൊന്ന് ഒബ്സർവ് ചെയ്തു. പക്ഷെ പിറ്റേ ദിവസം വീണ്ടും മറ്റൊരു ട്രോള് ഇതിനെക്കുറിച്ച് ഇറങ്ങി. നിങ്ങൾ ആരെങ്കിലൊക്കെ ഇത് കണ്ടോ എന്ന് എനിക്കറിയില്ല. ഓൺലൈൻ ക്ലാസ് ഇതാണ് സത്യം. പക്ഷെ ഞാൻ ചിന്തിച്ചു, ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഒരു സത്യമില്ലേ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം അതിന്റെ സത്യം ഞാൻ മനസ്സിലാക്കിയത്. എന്താണെന്ന് അറിയോ സത്യം? ഇറ്റ് ഈസ് ഓൾവേസ് പാരന്റിംഗ് ഈസ് എക്സ്പ്ലോറിംഗ്. എന്താണ് എക്സ്പ്ലോറിംഗ് ചെയ്തിരുന്നെന്നറിയോ? ആ കുട്ടി കമന്ന് കിടന്ന് കാണുന്നത് മറ്റു വലിയൊരു സ്വപ്നമാണ്. എന്താണ് സ്വപ്നം? ആ കുട്ടി പറക്കുന്ന ഒരു പട്ടത്തിനെയും സൂര്യനെയും ഒക്കെ കണ്ട് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ആസ് എ പാരന്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടികളുടെ സ്വപ്നങ്ങളെ ഉയരത്തിൽ പറപ്പിക്കാൻ കഴിയുന്ന മാതാപിതാക്കളാവണം നമ്മൾ ഓരോരുത്തരും. കുട്ടികൾക്ക് നല്ല നല്ല ചിന്തകൾ കൊടുക്കാൻ പറ്റുന്ന മാതാപിതാക്കളാവണം നമ്മൾ ഓരോരുത്തരും. നമ്മുടെ കുട്ടി എത്ര ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവൻ പറയാണ് എനിക്ക് പൈലറ്റ് ആവണം എന്ന് പറയുമ്പം, ഗഞ്ചൻ സക്സേന എന്ന് പറയുന്ന ഒരു മിടുക്കി കുട്ടിയെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ട്. 2020 ഇറങ്ങിയ ഒരു ഫിലിമിന്റെ പേരാണ്, എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ എഴുതി വെച്ചോളൂ. ഗുഞ്ചൻ സക്സേന ദി കാർഗിൽ ഗേൾ എന്ന് പറയുന്ന 2020 ഇറങ്ങിയ ഒരു ഫിലിമിന്റെ പേരാണ്. ആ കുട്ടി ചെറുപ്പത്തിൽ അച്ഛന്റെ കൂടെ ഫ്ലൈറ്റിൽ പോകുമ്പം കോക്പിറ്റിൽ കയറി പൈലറ്റ് ഇരുന്ന കസേര കണ്ടപ്പോഴാണ് ആ കുട്ടിക്ക് പൈലറ്റ് ആവണമെന്ന് ആഗ്രഹം വന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മി ടെൽ യു സംതിങ്. നിങ്ങളുടെ മക്കളെ മാക്സിമം എക്സ്പോഷർ കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയാം. ഗുഞ്ചൻ സക്സേനയെ പോലെ ഒരു പൈലറ്റ് ആവണമെന്ന് ആഗ്രഹിച്ച കുട്ടി പൈലറ്റായി. കാർഗിൽ വാറില് ആകെ ഫൈറ്റ് ചെയ്ത ഒരു മിടുക്കി പെൺകുട്ടി ആവാൻ ആ കുട്ടിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എക്സ്പോഷർ കൊടുക്കണം. ഒരു ബിസിനസ്സുകാരനാവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് IIM കാണിച്ചു കൊടുക്കണം, ഇന്ത്യക്കാരനാണെങ്കിൽ എന്ന് ഞാൻ പറയും. കാരണം IIM ഈസ് വൺ ഓഫ് ദി ടോപ്പ്. അല്ലെങ്കിൽ അവന് ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടേ കാണിച്ചു കൊടുക്കണം. ഒരു മെഡിസിൻ പഠിക്കാൻ പോകണമെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ അവന് എയിംസ് കാണിച്ചു കൊടുക്കണം എന്ന് പറയും. അബുദാബിയിലെ ഏറ്റവും നല്ല സ്കൂൾ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടുത്തെ കാര്യം പറയുന്നത്. ബട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ് ഈസ് ഓൾവേസ്, ഒരു വക്കീലാവാൻ പോകുന്നതാണെങ്കിൽ ഏറ്റവും നല്ല ലോ കോളേജ് കാണിച്ചു കൊടുക്കണം. ഒരു ഫാഷൻ ഡിസൈനർ ആവാൻ പോകണമെങ്കിൽ ഇവിടുത്തെ നിഫ്റ്റ് കാണിച്ചു കൊടുക്കണം. ഏറ്റവും നല്ല ഒരു എഞ്ചിനീയറിംഗ് കുട്ടിയാണെങ്കിൽ അവന് ഇവിടുത്തെ IITകൾ കാണിച്ചു കൊടുക്കണം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഏറ്റവും നല്ല ഏത് പ്രൊഫഷനിലേക്കാണ് പോകാൻ പോകുന്നതെങ്കിൽ അവന് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണിച്ചു കൊടുക്കണം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണമെങ്കിൽ അവന് ICAIയിൽ അവനെ കാണിച്ചു കൊടുക്കണം. മൈ ഡിയർ ഫ്രണ്ട്സ്, ICAയുടെ ഒരു ഫാക്കൽറ്റി എന്നതിലേക്കും കൂടി ഞാൻ പറയാം, ആ ICAയിൽ എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും അവിടെ കൊണ്ടുപോയി അവനെ അവനെ കാണിച്ചു കൊടുക്കാനും അവനെ സംസാരിപ്പിക്കാനും അവനെ കൊണ്ട് സാധിക്കണം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഓൾവേസ് ഗിവ് എക്സ്പോഷർ. അതുകൊണ്ടാണ് എ സക്സസ്ഫുൾ പാരന്റ് ഹെൽപ്സ് ഡെവലപ്സ് ക്വാളിറ്റീസ് ഇൻ ചിൽഡ്രൻ, ഹോണസ്റ്റി, എംപതി, സെൽഫ് കൺട്രോൾ, സെൽഫ് റിലയൻസ്, കോപ്പറേഷൻ, ചിയർഫുൾനെസ്, കൈൻഡ്നെസ് എന്നൊക്കെ ലോറൻസ് സ്റ്റീൻബർഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാ, ഗിവ് മാക്സിമം എക്സ്പോഷർ ടു യുവർ ചിൽഡ്രൻ. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പറഞ്ഞ പാരന്റിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് ഡെഫിനിഷൻസ് ഞാൻ പറയുമ്പം ദ കീ ടു ദ ന്യൂ ജനറേഷൻ പാരന്റ്സ് എന്താണ് എന്ന് എന്നോട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ പറയാ, ഇറ്റ് ഈസ് ഓൾവേസ് അറ്റൻഷൻ പ്ലീസ്. മൈ ഡിയർ ഫ്രണ്ട്സ്, അറ്റൻഷൻ, ഇറ്റ് ഈസ് ഓൺലി സിമ്പിൾ വേർഡ് അറ്റൻഷൻ. അറ്റൻഷൻ മലയാളത്തിൽ പറയുന്ന വേർഡ് ഫോക്സ്, ഇറ്റ്സ് വെരി സിമ്പിൾ, ദാറ്റ് ഇസ് ശ്രദ്ധ. എന്താണ് വാക്ക് ഫോക്സ്? ഇറ്റ് ഈസ് ഓൾവേസ് ശ്രദ്ധ. ശ്രദ്ധ എന്നുള്ളൊരു വേർഡ്, ആ ശ്രദ്ധയിൽ എല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഭർത്താവ് എന്ന നിലയ്ക്ക് മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ് ശ്രദ്ധ. കുട്ടികൾക്ക് കൊടുക്കേണ്ട വേർഡ് ശ്രദ്ധ. ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ട വേർഡ് ശ്രദ്ധ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും, നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്കും പാരന്റ്സ് ഗ്രാൻഡ് പാരന്റ്സിന് കൊടുക്കേണ്ടതും ശ്രദ്ധ. The key to new generation parents, it is always Shraddha. Attention please. Coming to the few words, my dear friends, parenting is always a labor of love. ഈ ശ്രദ്ധയെയാണ് ഞാൻ സ്നേഹം എന്ന് പറയാം. ആ സ്നേഹം എന്ന് കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് 2-3 അനുഭവങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.
ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ആൻഡ് ദാറ്റ് വാസ് എ 3 days പ്രോഗ്രാം ഫോർ ദ മോസ്റ്റ് സീനിയേഴ്സ് ഓഫ് ദാറ്റ് കോളേജ്. അവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്നേക്കാളും വലുപ്പമുള്ള കുട്ടികളാണ്. താടി മീശയൊക്കെ വെച്ച ഏറ്റവും വളരെ, ഞാൻ കോളേജിന്റെ പേര് പറയുന്നില്ല, വളരെ നല്ല കോളേജ്. ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി 3 ദിവസം തിമിർത്തു അവരുടെ കൂടെ. ദ ഹോൾ ക്ലാസ് വാസ് ഇൻ ഇംഗ്ലീഷ്. ആ 3 ദിവസം മലയാളത്തിന്റെ ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. 3 ദിവസം ക്ലാസ് എടുത്തു. 3-ാമത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞു. വാലിഡേറ്ററി ഫംഗ്ഷൻ കഴിഞ്ഞു. ഫോട്ടോ എടുക്കാൻ വേണ്ടി 60 കുട്ടികളും ഞാനും കൂടി നിരന്നു നിൽക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കണ ഫോട്ടോഗ്രാഫർ പറഞ്ഞു, എല്ലാവരും അടുത്ത് നിൽക്കണട്ടോ എന്ന് പറഞ്ഞു. ഞാൻ എന്റെ തൊട്ട് സൈഡിൽ നിൽക്കുന്ന എന്റെ അത്ര തന്നെ ഹൈറ്റ് ഉള്ള 2 മിടുക്കന്മാർ, എന്റെ അതേ ഹൈറ്റ് ഉണ്ട്, ഏകദേശം 5'10" നിൽക്കുന്ന 2 മിടുക്കന്മാരുടെ തോളിൽ കൂടെ കൈയിട്ടിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് അടുത്ത് നിൽക്കൂ എന്ന് പറഞ്ഞ് തോളിൽ കൂടെ കൈയിട്ട് ഇങ്ങനെ മുറുക്ക പിടിച്ച വശം എന്റെ വലത്തെ വശത്ത് നിന്ന ഇത്രയും വരെ താടിയും മീശയും മുടിയൊക്കെ ആയിട്ടുള്ള ഒരു മിടുക്കൻ അവന്റെ ഇടത്തെ കൈ കൊണ്ട് എന്റെ ബാക്കിൽ കൂടെ കൈയിട്ട് ഇങ്ങനെ അവൻ സൈഡിൽ കൂടെ ഇങ്ങനെ പിടിച്ചു. ഞാൻ എന്റെ 2 കൈയും ഇങ്ങനെ ഇട്ട് നിൽക്കാണ്. ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്ത് കഴിഞ്ഞ വശം ഞാൻ എന്റെ കൈ രണ്ടും മാറ്റി. കാരണം മറ്റുള്ള കുട്ടികളൊക്കെ വന്ന് ഷെയ്ക്ക് ഹാൻഡ് തരുന്നു, അവര് താങ്ക്സ് പറയുന്നു, കൺഗ്രാറ്റുലേറ്റ് പറയുന്നു, ചില കുട്ടികൾ എന്നെ ഹഗ് ചെയ്യണു, ഷെയ്ക്ക് ഹാൻഡ് വരുന്നു, ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ. 3-4 പേര് സ്നേഹപ്രകടനം കഴിഞ്ഞത് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് എന്റെ പുറകിലിരുന്ന് അവന്റെ കൈ മാറിയിട്ടില്ല. ഉടനെ തന്നെ ഞാൻ എന്റെ വലത്തെ കൈയെടുത്ത് വീണ്ടും സംതിങ് ഇസ് ഫിഷി സംവെയർ, ഞാൻ എന്റെ കൈയെടുത്ത് അവന്റെ തോളിൽ വീണ്ടും എന്റെ വലത്തെ കൈയെടുത്ത് അവന്റെ തോളിൽ കൂടെ ഇട്ടിട്ട് ഞാൻ എന്റെ ഇടത്തെ കൈ കൊണ്ടായി മറ്റുള്ളവർക്കുള്ള ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കല്. ഞാൻ എന്റെ ഇടത്തെ കൈ കൊണ്ട് മറ്റുള്ളവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ തുടങ്ങി. ഞാൻ 59 പേർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് അവന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്റെ അത്രയും വലുപ്പമുള്ള, എന്നെക്കാളും താടി മുടിയും മീശയൊക്കെ ഉള്ള ഒരുത്തൻ, അവന്റെ കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. Tears in the eyes. ഞാൻ അവന്റെ മുഖത്ത് നോക്കിയിട്ട് അത്രയും നേരം ഞാൻ ഇംഗ്ലീഷ് അല്ലാതെ ഒരു വാക്ക് ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ എല്ലാ ഇംഗ്ലീഷും ആവിയായി പോയി. ഞാൻ പെട്ടെന്ന് ഒരു അപ്പന്റെ മനസ്സുള്ള ഒരു ട്രെയിനറായി. ഞാൻ പെട്ടെന്ന് അവനോട് ചോദിച്ചു, എന്താണ് നിനക്ക് പറ്റിയേ എന്ന് ഞാൻ അവനോട് ചോദിച്ച വശം അവൻ നേരെ തിരിഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് ഹഗ് ചെയ്തിട്ട് അവൻ എന്നെ ഹഗ് ചെയ്ത ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അവൻ നിലവിളിക്കാന്ന് മനസ്സിലായി. അവന്റെ കണ്ണുനീര്, ഞാൻ ബ്ലേസർ ഇട്ടുണ്ടായിരുന്നു, ആ ബ്ലേസറിന്റെ ഉള്ളിൽ കൂടെ പോലും എനിക്ക് അവൻ കരയാണെന്ന് മനസ്സിലായി. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഉടനെ തന്നെ വീണ്ടും അവന്റെ തോളില് പിടിച്ചിട്ട് ഇങ്ങനെ മാറ്റി നിർത്തി ചോദിച്ചു, വാട്ട് ഈസ് ഹാപ്പനിങ് ഫോർ യു മാൻ എന്ന് ചോദിച്ച വശം അവനോട് പറഞ്ഞത്, സാർ എന്റെ ജീവിതത്തില് ഞാൻ എന്റെ അച്ഛനിൽ നിന്നും പ്രതീക്ഷിച്ചൊരു കാര്യമാണ് സാറ് എന്നോട് ചെയ്തത്. ആൻഡ് ഹി സ്റ്റാർട്ടഡ് അഗെയിൻ വീപ്പിംഗ്. ഇത് പറഞ്ഞുകൊണ്ട് അവൻ കരഞ്ഞുകൊണ്ട് ഇവൻ തിരിഞ്ഞിട്ട് ഒറ്റൊരു ഓട്ടാണ്. ആൻഡ് ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് മൈ ഡിയർ ഫ്രണ്ട്സ്. ലെറ്റ് മീ ടെൽ യു മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്നും ഈ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ കാരണം, നമ്മുടെ മക്കൾ എത്ര വലുപ്പമായാലും അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എക്സ്പ്രസിങ് യുവർ ട്രൂ ലവ്. നമ്മുടെ മക്കളെ വല്ലപ്പോഴൊക്കെ ഒന്ന് തോളിൽ കൂടെ കൈയിടണം, വല്ലപ്പോഴെങ്കിലും. ഇടയ്ക്കൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചു, നോ പ്രോബ്ലം. മൈ ഡിയർ ഫ്രണ്ട്സ്, ദാറ്റ് ഈസ് യുവർ കിഡ്സ്. ഇത് നമ്മൾ വല്ലപ്പോഴൊക്കെ ചെയ്യുമ്പോൾ ദേ ഓൾവേസ് ഡിസേർവ് ഇറ്റ്. നമ്മുടെ മക്കളെ വല്ലപ്പോഴൊക്കെ അങ്ങനെ ഒന്ന് ചെയ്യാനായിട്ടുള്ള ഒരു നല്ല മനസ്സുണ്ടാവാം. ആ മനസ്സുണ്ടാവണമെങ്കിൽ യു ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് എ സാക്രിഫൈസിങ് ആറ്റിറ്റ്യൂഡ്. നമ്മളുടെ തിരക്കിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി, നമ്മുടെ സലീം കുമാർ ഏതോ സിനിമയിൽ പറഞ്ഞ മാതിരി, സാമ്പാർ എന്തിനോ വേണ്ടി തിളയ്ക്കുന്നു എന്ന് പറഞ്ഞ പോലെ രാവിലെ എണീക്കുന്നു, എവിടേക്കൊക്കെയോ കിടന്ന് ഓടുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ, ആ തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുമ്പം ഗ്രേറ്റ് അച്ചീവ്മെന്റ്സ് ഓൾവേസ് റിക്വയർസ് ഗ്രേറ്റ് സാക്രിഫൈസ്. ചെറിയ ചെറിയ ത്യാഗങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നമ്മുടെ മക്കൾക്ക് അവരതിനെ പറയാ ലവ് എന്നാണ്. കാരണം അവർക്കറിയില്ല അറ്റൻഷൻ പ്ലീസ് എന്നൊന്നും പറയാൻ. ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഓൾവേസ് റിക്വയർസ് ഗ്രേറ്റ് സാക്രിഫൈസ്. ഫൈനൽ വേർഡ്, പാരന്റിങ് ഈസ് ഓൾവേസ് എൻജോയിങ്. ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങളൊക്കെ വളരെ ചെറുപ്പക്കാരാണ്. നിങ്ങൾക്കൊക്കെ ചിലപ്പം 30 വയസ്സൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. കാണുമ്പം 25 വയസ്സുള്ളെങ്കിൽ 30 വയസ്സ് കൂട്ടി പറയണ്ട, റൗണ്ടായിട്ട് പറഞ്ഞതാ. അപ്പൊ 30 വയസ്സാണെങ്കിൽ നിങ്ങൾ ഏകദേശം ദ വേൾഡ് റെക്കോർഡ് ഈസ് 116. 116 വയസ്സാണ് നമ്മൾ ജീവിച്ചിരിക്കണം. 116 വയസ്സ് നമുക്ക് റൗണ്ട് ആയിട്ട് പിടിക്കാം. ഞാൻ സുനിലിന്റെ അത്ര കണക്കിലും എടുക്കാനല്ല, അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർ ആവാൻ പോയത്. സുനിൽ CA കാരനായി, ഞാൻ ഡോക്ടറായി. അപ്പം ഈ 116 വയസ്സിന് പകരം 100 വയസ്സിൽ ഞാൻ പിടിക്കുകയാണ്. 100 വയസ്സിൽ പിടിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം പോയാൽ എത്ര ദിവസമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം നമുക്ക് ജീവിക്കാനായിട്ട്? എത്ര ദിവസം ഉണ്ടാവും? സെബി പോയോ? ഇവിടെ ഉണ്ട്. സെബിയെ, എത്ര ദിവസം ഉണ്ട് നമുക്ക് ജീവിക്കാനായിട്ട്? 100 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിലേ, സെബി കാൽക്കുലേറ്റർ എടുക്കാൻ പോയേക്കാണ്. എത്ര ദിവസം ഉണ്ട് നമുക്ക് ജീവിക്കാനായിട്ട്?
പ്രശ്നമായി. സെബി അതോടുകൂടി നിർത്തി. അപ്പൊ 365 into 100. അപ്പൊ നമ്മുടെ കയ്യില് 36,500 ഓക്കെ. ചില ആൾക്കാരുടെ ഇരിപ്പും മട്ടും കാണുമ്പോൾ 3,65,000 ദിവസം ഉണ്ടെന്നാണ് ചില ആൾക്കാരുടെ ഇരിപ്പും മട്ടും കാണുമ്പോൾ തോന്നുന്നത്. My dear friends, let me tell you something. Only 36,500 days. അതില് 30 വയസ്സ് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ 30 into 36,500. അപ്പൊ ഏകദേശം ഞാൻ റൗണ്ട് ആക്കി പറയാണ്, ഒരു 10,000 ദിവസം കഴിഞ്ഞു. അപ്പൊ ഇനി 26,500 ദിവസമേ ഉള്ളൂ കയ്യില്. ഞാൻ ഇട്ടിരിക്കുന്ന ഏകദേശം ഒരു ക്രീം അല്ലെങ്കിൽ മഞ്ഞ പോലത്തെ ഷർട്ടും ഈ സെറ്റപ്പ് ഒക്കെ ഇനി ആകെ 26,000 ദിവസം ഉള്ളൂ ഈ നടപ്പും കാര്യങ്ങളൊക്കെ. എന്തിനാണ് ഈ മസിൽ പിടുത്തം എന്ന് ഞാൻ ചോദിക്കും. അപ്പൊ ഞാൻ പറയാ, ഈ 26,500 ദിവസം ഉള്ളെങ്കിൽ അത് അടിച്ചു പൊളിച്ചുകൂടെ? വീട്ടിലെ കാര്യങ്ങളല്ല, ജീവിതം അടിച്ചു പൊളിച്ചുകൂടെ? മൈ ഡിയർ ഫ്രണ്ട്സ്, മക്കളോടൊത്ത് ഓരോ നിമിഷവും തകർത്തൂടെ, അടിച്ചു പൊളിച്ചൂടെ? എന്തിനാണ് ഈ മസിൽ പിടുത്തം? ഒന്ന് ചിരിച്ചുകൂടെ? ഞാൻ പറയാ, ചിരിക്കാൻ ഭയങ്കര സുഖാണ്. Why can't you dance with your family? Why can't you have some fun with your family? Smile together. You sing with your family. Play with your family. Especially നമ്മുടെ മക്കളുടെ കൂടെ ഒന്ന് കളിക്കുമ്പം ചിരിക്കുമ്പം ഈ പിക്ചറിൽ കാണുന്ന ആ കുട്ടിയുടെ നിഷ്കളങ്കമായ പുഞ്ചിരി, എക്സൈറ്റ്മെന്റോട് കൂടിയുള്ള പുഞ്ചിരിയോട് കൂടിയിട്ട് ആ നമ്മുടെ മക്കളുടെ മുഖത്ത് അത് കാണുമ്പം എന്ത് രസമാണ് അത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, പാരന്റിങ് ഈസ് ഓൾവേസ് എൻജോയിങ്. വീട്ടിലേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം വരുമ്പം വേണമെന്നല്ല ഞാൻ പറയാ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തേഴ്സ്ഡേ ഈവനിങ്ങില് അല്ലെങ്കിൽ തേഴ്സ്ഡേ ആണ് യുവർ ഹോളിഡേസ് അല്ലെ. അപ്പൊ തേഴ്സ്ഡേ ഈവനിങ്ങില് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോഴോ, നമ്മൾ ഹോളിഡേസ് ഉള്ള ദിവസങ്ങളിലൊക്കെ പുറത്തു പോയിട്ട് വീട്ടിലേക്കൊക്കെ വരുമ്പം എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്ന് ഞാൻ പറയും. എന്തെങ്കിലും വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവരുമ്പം, ഞാനൊരു എക്സാമ്പിള് ഞാൻ പറയും, കുറച്ച് ഫ്രൂട്ട്സ് ആണെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു 10 ലഡു ആണെങ്കിൽ പോലും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പം, അതുമായിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പം നമ്മൾ സാധാരണ എന്താ ചെയ്യുക? 10 ലഡു വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് ഒന്നില്ലെങ്കിൽ ഊണുമേശമേ വെച്ചിട്ട് നമ്മളൊരു വികാരമില്ലാത്ത മാതിരി ബെഡ്റൂമിലേക്ക് പോകും, ഒന്നും സംഭവിക്കാത്ത പോലെ. പക്ഷേ അത് കൊണ്ടുവരുമ്പം 10 ലഡു കൊണ്ടുവരുന്നത് ഏതാണ്ട് ജീവിതത്തിൽ ഒരിക്കലും കഴിക്കാത്ത കാണാത്ത ലഡു കൊണ്ടുവരുന്ന പോലെയുള്ള എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് ഫാദർ കൊണ്ടുവരുന്നതെങ്കിൽ അല്ലെങ്കിൽ മദർ കൊണ്ടുവരുന്നതെങ്കിൽ, ആ എക്സൈറ്റ്മെന്റോട് കൂടി അവർക്ക് കൊടുക്കുമ്പം അവരുടെ മുഖത്തും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്സ്, always share your excitement with your family. വല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോവാ, നമ്മുടെ ഫാമിലി ഒത്ത് ഒന്ന് കറങ്ങാൻ. നിങ്ങളൊക്കെ അതൊക്കെ ചെയ്യണ്ടാവും എന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് പറയുന്നേ ഉള്ളൂ. നിങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഓൾവേസ് നമ്മളുടെ ആ മൊമെന്റ്സ് ഓൾവേസ് മേക്ക് ഇറ്റ് മോർ എൻജോയബിൾ. പാരന്റിങ് ഈസ് എൻജോയിങ്. കാരണം നമ്മുടെ ഇനിയുള്ള ആ ജീവിതത്തിലെ ഓരോ മൊമെന്റും നമ്മൾ എൻജോയ് ചെയ്യുക. ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്ന സമയത്ത് ബിജു തോമസ് ആൻഡ് ഫാമിലി നമുക്ക് നല്ല ഒരു മൊമെന്റ് ആണ് തന്നത്. ബിജു തോമസ് ആൻഡ് ഫാമിലി നല്ല ഒരു പ്രെയർ സോങ്, മോൻ കീബോർഡൊക്കെ വായിച്ച് പാട്ടൊക്കെ പാടി ഗംഭീരമായ ഒരു പ്രെയർ സോങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് ടേക്ക് ഓഫ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ, കുട്ടികളുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വീട്ടിൽ ഉപയോഗിക്കണം. നിങ്ങളും അതിന്റെ കൂടെ നിങ്ങൾ അതും ചെയ്യണം. നിങ്ങളും വല്ലപ്പോഴൊക്കെ ഡാൻസ് ചെയ്തോ? ഞാൻ വലിയ ഡാൻസർ ഒന്നും അല്ലാട്ടോ, പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ, യു ഡാൻസ് വിത്ത് ദം, പ്ലേ വിത്ത് ദം ആൻഡ് എൻജോയ് യുവർ ലൈഫ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, അതൊക്കെ ചെയ്യുമ്പോഴാണ് പാരന്റിങ് ഈസ് ടാറ്റൂയിങ് എന്ന് പറയാം. ആ ടാറ്റൂയിങ് ഇവിടെ ഒരു മിടുക്കൻ ചെയ്ത മാതിരി അവന്റെ കയ്യും എങ്ങനെ ടാറ്റൂവും ചെയ്യേണ്ട. കാരണം വി ദ ക്രിസ്ത്യൻസ് വി നെവർ ഗോ ഫോർ ടാറ്റൂയിങ്. പക്ഷേ നമ്മൾ ക്രിസ്ത്യൻസ് എന്ന നിലയ്ക്ക് കുട്ടികളുടെ മനസ്സിൽ ഒരു റോൾ മോഡൽ ആവാൻ സാധിക്കുകയാണെങ്കിൽ, അവരുടെ ഹൃദയത്തില് അവരുടെ മനസ്സിൽ അവര് മം ആൻഡ് ഡാഡിന്റെ പിക്ചർ അവരുടെ മനസ്സിൽ അവര് ടാറ്റൂ ചെയ്യാൻ സാധിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ടു ടാറ്റൂ യുവർ ഓൺ പിക്ചേഴ്സ് ഇൻ ദെയർ മൈൻഡ് ആൻഡ് ഹാർട്ട്. അത് ചെയ്യാൻ ഈശ്വരൻ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, താങ്ക്സ് എ ലോട്ട്. ആൻഡ് ദിസ് ഇസ് മൈ ഫോൺ നമ്പർ ആൻഡ് യു ക്യാൻ റീച്ച് ടു മീ. ദാറ്റ്സ് മൈ വെബ്സൈറ്റ്, drsijuthottapalli.com. I am very much at the charming city of Chalakudy. കേരളത്തിലെ ചാലക്കുടിയിലാണ് ഞാൻ ഉള്ളത്. This is my number 9447921244. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ചാലക്കുടിയിലുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഐ ഹാവ് എ സ്മോൾ വിഷ്. ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 150 അല്ലെങ്കിൽ 160 പാർട്ടിസിപ്പൻസിനോട് എന്റെ റിക്വസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരുടെയും ഒരു ഫീഡ്ബാക്ക് ഐ എക്സ്പെക്ട്. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടമായോ? നിങ്ങളുടെ ഇവാലുവേഷൻ എന്താണ്? നിങ്ങൾ ഇതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ കുറച്ചൊക്കെ ഞാൻ കവർ ചെയ്തു. ഇഫ് യു എക്സ്പെക്ട് മോർ, സംതിങ് മോർ ദാൻ ദിസ്, ഡെഫിനറ്റ്ലി ഐ വുഡ് ലൈക്ക് ടു ഹിയർ ഫ്രം യുവർ സൈഡ്.
അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ പോസ്റ്റ് ചെയ്യാം. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അതിനുള്ള ഉത്തരങ്ങൾ തരാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ റിയലി എൻജോയ്ഡ് വിത്ത് യു. ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ആവാൻ ഉള്ള ഒരു കാരണം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഞാൻ ചാലക്കുടിയിൽ കാർമൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് സുനിൽ കല്ലിങ്കൽ. ഇപ്പൊ ഞങ്ങൾ അയൽവക്കക്കാരും കൂടിയാണ് ഇവിടെ നാട്ടില്, വളരെ അടുത്തായിട്ടുള്ള ഒരു ഫാമിലി ഫ്രണ്ടും കൂടിയാണ്. അപ്പം അത് സുനിൽ കല്ലിങ്കൽ കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുമായിട്ട് സംസാരിക്കാനും ഇത്ര നേരം ചെലവഴിക്കാനും സാധിച്ചത്. അതിനെനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നത് ഫാദർ വർഗീസ് ആണ്. അച്ഛനോടുള്ള നന്ദി ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നു. നാളെ മറ്റൊരു ക്ലാസ്സും കൂടി ഉണ്ട്. ജേക്കബ് അച്ഛനാണ് നാളെ സെഷൻ എടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ആത്മീയമായ കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ പോയിട്ടില്ല. അച്ഛൻ അത് ടച്ച് ചെയ്യും എന്നുള്ള ചിന്തയിലാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഗോഡ് ബ്ലെസ് യു ലൈക്ക് എനിത്തിങ്. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം, ജസ്റ്റ് ലൈക്ക് എ ഗുഡ് ഫ്രണ്ട്. തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാം അറ്റ് എനി ടൈം. നിങ്ങൾക്ക് ഇതെന്റെ വാട്സ്ആപ്പ് നമ്പറും കൂടിയാണ്. സോ യു ക്യാൻ സെൻഡ് എനി മെസ്സേജ് at any time. And right now you can, if you have any questions, I'm free. You can ask me any questions. I'm ready for them.